ഓക്കെ. എൻ്റെ സ്ക്രീൻ എല്ലാവർക്കും കാണാമോ? ആ ഓക്കെ സാർ. ഓക്കെ, കാണാം. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് നമുക്ക് ബ്രിഡ്ജിൽ നിന്ന് തന്നെ തുടങ്ങാം. ബ്രിഡ്ജ്, ലൈറ്റ് റൂം, ബ്രിഡ്ജോ രണ്ട് ഇന്റർഫേസ് ഉണ്ട്. നമുക്ക് രണ്ട് രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം ഇമേജ് ഗ്രേഡിങ്. ബ്രിഡ്ജിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ബ്രിഡ്ജിൽ നിന്ന് തുടങ്ങാം. അതുപോലെ തന്നെ ക്ലാസ് തുടങ്ങി. ലൈറ്റ് റൂം ഇഷ്ടപ്പെടുന്നവർക്ക് ലൈറ്റ് റൂം തുടങ്ങാം. ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കോമൺ ആയിട്ട് രണ്ട് പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കാവുന്ന കാര്യമാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ബ്രിഡ്ജ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ഫയൽ ബ്രൗസിങ് കുറച്ചും കൂടി ഈസി ബ്രിഡ്ജ് ആയിരിക്കും. ഫയൽ ബ്രൗസിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൾട്ടി ക്യാം വർക്കുകൾ ഒരു 5000 10,000 ഇമേജ് ഒക്കെ ഉള്ള ഒരു ആ, പിന്നെ വർക്ക് നമ്മൾ സോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് റൂമിന്റെ ആ ഒരു ലൈറ്റ് റൂമിലേക്ക് ഇത്രയും ഇമേജുകൾ ഇമ്പോർട്ട് ചെയ്ത് ചെയ്യേണ്ട കാര്യമില്ല. വളരെ ഈസി ആയിട്ട് നമ്മൾ ഇമേജ് ബ്രൗസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ബ്രൗസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അഡോബി ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പം ബ്രിഡ്ജ് എസ്പെഷ്യലി എല്ലാ ആപ്ലിക്കേഷനുമായിട്ട് കണക്റ്റഡ് ആണ്. അഡോബിയുടെ എല്ലാ ആപ്ലിക്കേഷനും ബ്രിഡ്ജിനെ നമുക്കൊരു ഫ്ലാഗ്ഷിപ്പ് സോഫ്റ്റ്വെയർ എന്ന് പറയാം. അഡോബിയുടെ ഫ്ലാഗ്ഷിപ്പ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷനും ബ്രിഡ്ജുമായിട്ട് കണക്റ്റഡ് ആണ്. ഈവൻ ഈ ലൈറ്റ് റൂം യൂസേഴ്സിനാണെങ്കിലും സോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇമേജുകൾ ആവശ്യമുള്ള ഇമേജുകൾ മാത്രം ലൈറ്റ് റൂമിലേക്ക് കൊണ്ടുപോയാൽ മതിയാവും, ബ്രിഡ്ജ് ഉള്ളതുകൊണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് യൂസേഴ്സിന്, പ്രീമിയർ യൂസേഴ്സിന്, ഓഡീഷൻ യൂസേഴ്സിന്, ഇല്ലുസ്ട്രേറ്റർ യൂസേഴ്സിന്, എല്ലാ യൂസേഴ്സിനും ഈ ഫയൽ ബ്രൗസിങ് ഈസി ആക്കാനും ഫയൽ ബ്രൗസിങ് നമുക്ക് ബ്രൗസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഈ അഡോബിയുടെ ബ്രൗസറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഡോബി ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ബ്രിഡ്ജ് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഫ്രീ, എസ്പെഷ്യലി ലൈസൻസ് ഉള്ളവർക്കാണ് ഫ്രീ എന്ന് പറയാം. ഫ്രീ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രൗസ് ചെയ്യാനും സൂട്ട് ചെയ്യാനും ഒന്നും നമുക്ക് ലൈസൻസിന്റെ ആവശ്യമില്ല. നോർമലി തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ആർക്ക് വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർ ആണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. പക്ഷേ ക്യാമറ റോ കണക്ടിവിറ്റി, എഡിറ്റിംഗ് ഫീച്ചറുകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ലൈസൻസ് വേണം. ഓക്കെ, ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു തുടങ്ങിയത് ബ്രിഡ്ജിന്റെയും ലൈറ്റ് റൂമിന്റെയും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് പറഞ്ഞു തുടങ്ങിയത്. അപ്പം ബ്രിഡ്ജിനകത്ത് ഇത്രയും അല്ല, ലൈറ്റ് റൂമിനെ സംബന്ധിച്ചിടത്തോളം ലൈറ്റ് റൂമിൽ കുറച്ചും കുറച്ചും കൂടെ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്യണം. ബ്രിഡ്ജിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ ഫോൾഡേഴ്സിനകത്ത് നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്ത് ഏത് ഫോൾഡറാണ് നമുക്ക് ആവശ്യമുള്ള ഫോൾഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഇമേജുകൾ, എത്ര ഇമേജുകൾ ഉണ്ടോ അത്രയും ഇമേജുകൾ നമുക്ക് ബ്രൗസ് ചെയ്യാനും നമുക്ക് ഈസി ആയിട്ട് സോർട്ട് ചെയ്യാനും പറ്റും. സോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേനും സോർട്ടിനകത്ത് നാല് നാല് സെക്ഷൻസ് ആണ് സോർട്ടിനകത്ത് വരുന്നത്. ഒന്ന് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കീ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ, ഒരു സ്റ്റാക്കിലുള്ള ഇമേജുകൾ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ B, റിവ്യൂ എന്ന് പറയുന്ന സിസ്റ്റമാണ്. ഓക്കെ. റിവ്യൂ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നോക്കി ഫുൾ സ്ക്രീനിൽ ഇതാ ഇതുപോലെ ഒരു വിൻഡോ കിട്ടും. നമുക്ക് ജസ്റ്റ് ഇമേജുകൾ ഒന്ന് വാച്ച് ചെയ്തതിന് ശേഷം, റൊട്ടേറ്റ് ചെയ്ത് വാച്ച് ചെയ്തതിന് ശേഷം ആവശ്യമില്ലാത്ത ഇമേജുകൾ നമുക്ക് ഡ്രോപ്പ് ചെയ്ത്, 4 ഇമേജുകൾ ഉണ്ടെങ്കിൽ ആ 4 ഇമേജുകളെ കമ്പയർ ചെയ്ത് നമുക്ക് അതുപോലെ തന്നെ സൂം സൂം ചെയ്ത് നോക്കാൻ, ഷാർപ്പാണോ അല്ലയോ നമുക്ക് സൂം ചെയ്ത് നോക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ബൈ ഡിഫോൾട്ടായിട്ട് മൗസ് എന്തായി മാറും? സൂം ആയിട്ടും, മീൻസ് സൂം പോയിന്ററായിട്ട് മാറും. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കിയിട്ട് ഇതുപോലെ മൾട്ടിപ്പിൾ ക്യാൻവാസിനകത്ത് സൂം ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആവശ്യമില്ലാത്ത ഇമേജുകൾ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഈ സോർട്ടിംഗ് മെത്തേഡിൽ നമ്മൾ ആവശ്യമില്ലാത്ത ഇമേജുകൾ ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുകയല്ല, ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുകയാണ്. ആവശ്യമില്ലാത്ത ഇമേജുകൾ ഡ്രോപ്പ് ചെയ്ത് ഫൈനലി നമുക്ക് ആവശ്യമുള്ള ഒരു ഇമേജിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? താഴെ ഒരു റേറ്റിംഗ് കൊടുത്ത് മുകളിൽ നമ്പർ കീപാഡ് ഉപയോഗിച്ചുകൊണ്ട് 1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നോക്കി ഇവിടെ നമുക്കൊരു 1 സ്റ്റാർ റേറ്റിംഗ് വരും. 2, 3, 4 ഏതെങ്കിലും ഒരു നമ്പർ നമ്മൾ റേറ്റ് ചെയ്തു, അതായത് സെലക്ട് ചെയ്തു എന്ന് കാണിക്കുന്ന രീതിയിൽ ഒരു സ്റ്റാർ റേറ്റിംഗ് കൊടുത്ത് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് എസ്കേപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജിന്റെ അടിയിൽ ആ റേറ്റിംഗ് വരുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സെലക്ട്, ക്ലിക്ക് ആൻഡ് ഷിഫ്റ്റ് ക്ലിക്ക്, കൺട്രോൾ B, റിവ്യൂ. ഇവിടെ കൺട്രോൾ B കൊടുത്താൽ റിവ്യൂ മോഡ്, സോറി, ഒന്നും സെലക്ട് ചെയ്യാതെ റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഇമേജും കൂടെ റിവ്യൂയിലോട്ട് വരും. ജസ്റ്റ് റിവ്യൂ കൊടുക്കുക. നമുക്ക് ഇതുപോലെ റിവ്യൂ ചെയ്ത് വളരെ, അപ്പം ഫസ്റ്റ് ഫേസിൽ, ഇമേജിന്റെ ഫസ്റ്റ് ഫേസിൽ നമ്മൾ ഈ രീതിയിൽ സോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഇമ്പോർട്ടിങ് വളരെ ലാർജ് ഫയൽസ് ലൈറ്റ് റൂമിലേക്ക്, ഇത്രയും നമ്പർ ഓഫ് ഫയൽസ് ലൈറ്റ് റൂമിലേക്ക് കയറ്റി സോർട്ട് ചെയ്യുന്ന അത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ കൺട്രോൾ B ഉപയോഗിച്ച് റിവ്യൂ ചെയ്ത് എസ്കേപ്പ് പ്രസ് ചെയ്ത് എക്സിറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഇതേ പരിപാടി തന്നെ സെലക്ട് ചെയ്യുക, കൺട്രോൾ B അടിക്കുക, റിവ്യൂവിലോട്ട് വരിക, ആവശ്യമില്ലാത്ത ഇമേജുകൾ ഡ്രോപ്പ് ചെയ്യുക. 4 ഇമേജ് വരുമ്പോൾ ഒരു വിൻഡോയിൽ തന്നെ നമുക്ക് കാണാം. ആവശ്യമില്ലാത്ത ഇമേജ് ഡ്രോപ്പ് ചെയ്ത് ഫൈനലി നമ്മൾ എന്ത് ചെയ്യും? 1, 2, 3 കീ ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് ചെയ്ത് എസ്കേപ്പ് പ്രസ് ചെയ്യുക. ഈ രീതിയിൽ വർക്ക് കണ്ടു തീരുമ്പോൾ തന്നെ എന്തായി? ആ വർക്ക് സോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. അതിനുശേഷം
രണ്ടാമത് ഇത് ഫിൽട്ടർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. Ctrl+Alt+1 അല്ലെങ്കിൽ Command+Option+1, Ctrl+Alt+1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സോർട്ട് ചെയ്തേക്കുന്ന ഇമേജുകൾ, എത്ര ഇമേജുകളാണ് നമ്മൾ സോർട്ട് ചെയ്തിരിക്കുന്നത് അത്ര ഇമേജുകൾ എന്ത് ചെയ്യും, സ്റ്റാർ റേറ്റ് ചെയ്ത ഇമേജുകളെല്ലാം കൂടെ ഇവിടെ വരും. നമുക്ക് പെട്ടെന്ന് തന്നെ ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഫിൽട്ടർ ചെയ്തെടുത്ത ഇമേജുകളെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഫിൽട്ടറുകളെല്ലാം കൂടെ Ctrl+A സെലക്ട് ഓൾ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ കളക്ഷൻസ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കളക്ഷൻസ്. അതായത് നമുക്ക് പിന്നീട് ഈ വർക്കുകൾ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കളക്ഷൻസിലോട്ട് ഇവിടെ ഒരു ഫോൾഡർ ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ആ പാർട്ടിയുടെ നെയിമൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മളിവിടെ ഒരു ഫോൾഡർ, ഒരു ടെമ്പററി കളക്ഷൻ ആക്കിയിടും. ഞാനിപ്പോൾ ഒരു പേരിടാം, കളക്ഷൻ. അപ്പോൾ ടെമ്പററി കളക്ഷൻ ആക്കി ഓക്കെ എന്ന് കൊടുത്ത് ഇവിടെ ടെമ്പററി കളക്ഷൻ ആക്കി ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എനിക്കിവിടെ ഇനി എപ്പം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോൾഡർ തപ്പിയൊന്നും പോകണ്ട, നേരെ നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് വന്നിട്ട് ആ കളക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സോർട്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്തെടുത്തേക്കുന്ന ഇമേജുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കളക്ഷനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഈ 3 സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വർക്ക് കുറച്ചും കൂടി ഫാസ്റ്റായി. അതായത് ജസ്റ്റ് Ctrl+B ഉപയോഗിച്ച് റിവ്യൂ ചെയ്യുക, ആവശ്യമില്ലാത്ത ഇമേജുകൾ ഡ്രോപ്പ് ചെയ്യുക, റേറ്റിംഗ് കൊടുക്കുക, അതിനുശേഷം Ctrl+Alt+1. ഇനി നിങ്ങൾക്ക് സിംഗിൾ മീൻസ് സ്പെഷ്യലായിട്ട് ഫിൽട്ടർ ചെയ്യണമെങ്കിൽ ഇവിടെ ഫിൽട്ടർ പാനൽ വെച്ചിട്ടുണ്ട്. ഇവിടെ റേറ്റിംഗ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ഇവിടെ നോക്കി 1 സ്റ്റാർ റേറ്റ് ചെയ്ത് കൊടുത്ത പടം മാത്രം നമുക്ക് എടുക്കാം, 2 സ്റ്റാർ റേറ്റ് ചെയ്ത പടം മാത്രം എടുക്കാം. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഓക്കെ. പിന്നീട് നമുക്ക് എന്താ പറയുക, ഇപ്പം നമ്മൾ വർക്കൊക്കെ ബ്രിഡ്ജൊക്കെ ക്ലോസ് ചെയ്തു, പിന്നീട് നമ്മൾ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യും, ഇപ്പം ബ്രിഡ്ജ് ക്ലോസ് ചെയ്തു, അതിനുശേഷം ബ്രിഡ്ജ് നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മൾ ആ വർക്ക് ഒരു 2, 3, 4, 10 വർക്കുകൾ, എത്ര വർക്കുകളുണ്ടോ അത്രയും വർക്കുകൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, കളക്ഷനകത്ത് നമ്മൾ ഇട്ടാൽ മതി. നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ കസ്റ്റമർ എന്തെങ്കിലും ആവശ്യമില്ലാത്ത ഇമേജുകൾ റിമൂവ് ചെയ്യണം, ആഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എളുപ്പമുണ്ട്. നമുക്ക് ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റിവീൽ ഇൻ ഫൈൻഡർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇത് ഹാർഡ് ഡിസ്കിൽ എവിടെയാണോ, റിവീൽ ഇൻ ബ്രിഡ്ജ്, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിവീൽ ഇൻ ബ്രിഡ്ജ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ നേരെ ഹാർഡ് ഡിസ്കിന്റെ ലൊക്കേഷനിൽ പോയി ആ ഫയല് സെലക്ട് ആയി നിൽക്കും. അപ്പോൾ അതിൻ്റെ അടുത്ത ഫയലുകൾ വേണമെങ്കിൽ 1-2 ഫയലും കൂടെ നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് കളക്ഷനിലേക്ക് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ കളക്ഷനകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് ഫ്രം കളക്ഷൻസ് എന്ന് കൊടുത്തിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, റിമൂവ് ഫ്രം കളക്ഷൻ. ഇത് ഡിലീറ്റ് ആകുകയല്ല, നമ്മുടെ ഈ കളക്ഷനകത്ത് നിന്ന് ടെമ്പററി ആയിട്ട് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ. ഈ രീതി നമുക്ക് റിമൂവ് ചെയ്യുകയോ ആഡ് ചെയ്യുകയോ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഈസി ആയിട്ട് ഫയൽ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഡ്യുവൽ ക്യാം യൂസേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ചില സമയത്ത് നമുക്ക് 2 ക്യാമറയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പം ഒരു ഉദാഹരണത്തിന് ഇവിടെ ഒരു CAM1ഉം CAM2ഉം കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് CAM1 ഉണ്ട്, CAM2 ഉണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കാണണമെങ്കിലും എളുപ്പമുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ റൂട്ട് ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് വ്യൂ മെനുവിനകത്ത് നിന്ന് ഷോ ഐറ്റം ഫ്രം സബ് ഫോൾഡേഴ്സ് എന്നും കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 ക്യാമറയിലുള്ള മുഴുവൻ വർക്കുകളും എവിടെ കാണാം, നമുക്കിവിടെ ഒരൊറ്റ വിൻഡോയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സോർട്ട് ബൈ നെയിം, ഫയൽ നെയിമാണ് ബൈ ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്നത്. സോർട്ട് ബൈ ഡേറ്റ് ക്രിയേറ്റഡ് എന്ന് കൊടുത്താൽ ഇപ്പൊ 2 ക്യാമറമാന്മാര് ഒരേ സമയം അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ടൈമിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സോർട്ട് ചെയ്ത് കാണാനായിട്ടും ബ്രിഡ്ജ് വളരെ പ്രയോജനമുള്ള കാര്യമാണ്. അതെങ്ങനെയാണ് ഞാൻ ഒന്നുകൂടെ പറയാം. എങ്ങനെയാണ്, റൂട്ട് ഫോൾഡർ, ഒരു ഫോൾഡറിനകത്ത് ആ CAM1ഉം CAM2ഉം കൊണ്ടിടുക, അതിനുശേഷം വ്യൂ മെനുവിനകത്ത് നിന്ന് ഷോ ഐറ്റം ഫ്രം സബ് ഫോൾഡേഴ്സ് എന്ന് കൊടുത്താൽ മതി. എല്ലാ ഐറ്റം അതിനകത്ത് 2 ഫോൾഡറുള്ള കണ്ടന്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് സോർട്ട് തുടങ്ങാൻ പറ്റും. അപ്പം എന്താ പറയുക, CAM1ഉം CAM2ലും ഉള്ള ഇമേജ് ആണോ നോക്കേണ്ട, നമുക്ക് ഇഷ്ടമുള്ള സെക്ഷനുകൾ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർ റേറ്റിംഗ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അതിനുശേഷം ഫിൽട്ടർ ചെയ്യുക, അതിനുശേഷം ഫോൾഡറിലേക്ക്, അതായത് കളക്ഷനിലേക്ക് ആഡ് ചെയ്തിടുക. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്ന ബ്രിഡ്ജിന്റെ. വളരെ എളുപ്പം സോർട്ട് ചെയ്ത് കളക്ഷൻ ആക്കിയിട്ടു തലവേദന അങ്ങ് ഒഴിവായി. ഓക്കെ. ഈ Ctrl+B ഉപയോഗിച്ച് റിവ്യൂ ചെയ്ത് പോകുമ്പോഴത്തേനും നമുക്ക് എളുപ്പമുണ്ട്, വേറെ ഇമ്പോർട്ടിംഗ് ഒന്നും. ഇനി ലൈറ്റ് റൂം യൂസേഴ്സ് ആണെങ്കിൽ ഈ കളക്ഷൻ ആക്കിയതിന് ശേഷം എന്ത് ചെയ്താൽ മതി, ഈ Ctrl+A എല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ലൈറ്റ് റൂമിലേക്ക് കൊണ്ടുപോയാൽ മതി. അതിന്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ തന്നെ ലൈറ്റ് റൂമിന്റെ ഡെവലപ്പ് മൊഡ്യൂൾ ആയിട്ടുള്ള ക്യാമറ റോ എന്ന് പറയുന്ന ലൈറ്റ് റൂമിന്റെ ഡെവലപ്പ് മൊഡ്യൂൾ ആണ്. ആ ഡെവലപ്പ് മൊഡ്യൂൾ നമുക്ക് എവിടെ കിട്ടും, ഇപ്പൊ എത്ര ഇമേജ് ആണോ അത്രയും ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പണിംഗ് ക്യാമറ റോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മുടെ ക്യാമറ റോയിലേക്ക് ഫിലിം സ്ട്രിപ്പ് അടക്കം അത്രയും ഇമേജുകൾ നമ്മുടെ എങ്ങോട്ട് കയറി വന്നു, ലൈറ്റ് റൂമിലേക്ക്, ക്യാമറ റോയിലേക്ക് കയറി വന്നു. ഇത് തന്നെയാണ് നമ്മൾ ക്യാമറ റോയിൽ കാണുന്നത്. ഇതേ സെയിം ക്യാമറ റോയുടെ അഡ്ജസ്റ്റ്മെന്റുകൾ തന്നെയാണ്, നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മുടെ ബ്രിഡ്ജിലേക്ക്
കൊണ്ടുവരിക, ക്യാമറ റോയിലേക്ക് കൊണ്ടുവരിക, ബ്രിഡ്ജിൽ നിന്ന് ക്യാമറ റോയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഷോർട്ട് കട്ട് കീ കൺട്രോൾ ആർ ആണ്. കമാൻഡ് ആർ. നേരെ നമുക്ക് എന്ത് ചെയ്യാം, എത്ര ഇമേജ് ആണോ അത്ര ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ആർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇതിലോട്ട് വരാൻ പറ്റും. ഒരു സെക്കൻഡ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞേ. ഓക്കെ സാർ, മനസ്സിലാവും. ക്ലിയർ ആണ്. ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്, കാരണം ബിക്കോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് ഒന്നുകൂടെ വിട്ടു വായിക്കുന്ന ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ ഒന്ന് കേൾക്കുകയും ചെയ്യാം. ഓക്കെ, റെഡി? ഓക്കെ, അപ്പൊ സാറേ ഇതാണ് കളക്ഷനിലോട്ട് ആക്കുന്നതോടെ കാണിച്ചു തരാമോ? കളക്ഷനിലേക്ക്. ഇത് ഇത്ര ഇമേജ് ആണോ അത്ര ഇമേജ് സെലക്ട് ചെയ്തിട്ട് കളക്ഷൻ പാനലിലേക്ക് വരിക. താഴെ റൈറ്റ് സൈഡിൽ പ്ലസ് ബട്ടൺ ഉണ്ട്. ന്യൂ കളക്ഷൻ, ക്രിയേറ്റ് ന്യൂ കളക്ഷൻ, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പേര് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അത്രേ ഉള്ളൂ. ഈ കളക്ഷൻ മീൻസ് ഒരു ടെമ്പററി ഫോൾഡർ ആണ് കേട്ടോ. ഇത് സ്പേസ് പോകാതെ നമുക്ക് ഫോൾഡർ ആയിട്ട് നമ്മുടെ ഇമേജുകളെ ഓർഗനൈസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് ഈ കളക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇത് ലൈറ്റ് റൂമിലെ സ്മാർട്ട് ആൽബം പോലെ തന്നെയാണോ? ലൈറ്റ് റൂമിലെ നമ്മൾ ഇതുപോലെ സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ട് അതുപോലെ തന്നെ അത് തന്നെ ലൈറ്റ് റൂമിൽ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നു. ലൈറ്റ് റൂമിലും ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ കളക്ഷന് പകരം സ്മാർട്ട് ആൽബം എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിലോട്ട് ആഡ് ചെയ്യുന്ന സെയിം പ്രോസസ് സെയിം മെത്തേഡ് തന്നെയാണ്. സെയിം മെത്തേഡ്. ഓക്കെ ഓക്കെ. ഓക്കെ, ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ കോപ്പി പേസ്റ്റ് അല്ല. ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്, എക്സ്പോർട്ടിങ് ഇല്ലാതെ കോപ്പി പേസ്റ്റ് ചെയ്യാം. അതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഇത്രയും ഇമേജുകൾ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എടുത്തിട്ട് നമുക്ക് പെൻഡ്രൈവിലോട്ടോ അല്ലെങ്കിൽ മറ്റേതിന് ഹാർഡ് ഡിസ്കിലോട്ടോ എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പോർട്ടിങ് അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടുന്ന്. ഇതൊരു ഫയൽ ബ്രൗസർ ആയതുകൊണ്ട്. ഓക്കെ, അതൊരു പ്രയോജനമുള്ള കാര്യമാണ്. കോപ്പി ടു, നിങ്ങൾ ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്ഷൻസ് ഒക്കെ നോക്കണം കേട്ടോ. കോപ്പി, പേസ്റ്റ്, മൂവ് ടു, കോപ്പി ടു, അങ്ങനെയുള്ള എല്ലാ ഫീച്ചറുകളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ബ്രൗസറിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫീച്ചറുകളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നമ്മുടെ ഇമേജിലേക്ക് നമുക്ക് വേറെ കുറച്ച് ഇമേജുകൾ സെലക്ട് ചെയ്യാം. നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അപ്പം ഒന്ന് ബ്രിഡ്ജ് ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചാൽ തന്നെ നമ്മുടെ ടൈം പല കാര്യങ്ങൾക്കും നമ്മുടെ ടൈം വളരെ എളുപ്പം നമുക്ക് പല കാര്യങ്ങളും വളരെ ക്വിക്കായിട്ട് നമുക്ക് ചെയ്തു പോകാനായിട്ട് പറ്റും. ലൈറ്റ് റൂം ഓപ്പൺ ചെയ്ത് കാറ്റലോഗ് മാനേജ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ 10 ഇമേജ് ഗ്രേഡ് ചെയ്ത് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാനായിട്ടുള്ള ഒരു പെർഫോമൻസും ഉണ്ട്. വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പം നമുക്കിനി ക്യാമറ റോയിലേക്ക് വന്നാൽ, പ്രീസെറ്റുകളിലേക്ക് വന്നാൽ, നമ്മുടെ ഈ പ്രാവശ്യത്തെ നമുക്ക് കുറച്ച് ഇമേജുകളൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പണിംഗ് ക്യാമറ റോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ക്യാമറ റോയിലേക്ക് ഓപ്പൺ ആയി വരും, ഇമേജുകൾ ഓപ്പൺ ആയി വരും. ഓക്കെ, അപ്പോൾ എത്ര ഇമേജ് ആണോ ഉള്ളത്, ഇതാ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ പാനൽ കിടപ്പുണ്ട്, ഫിലിം സ്ട്രിപ്പ് കിടപ്പുണ്ട്. താഴെ നമുക്ക് ഇത് നോക്കി, ഈ സൈഡിൽ നമുക്ക് വെർട്ടിക്കലാണ് ഹൊറിസോണ്ടൽ. ചിലർക്ക് വെർട്ടിക്കൽ ആയിട്ടായിരിക്കും കിടക്കുന്നത്, കുറച്ചും കൂടെ ടൈം പോകുന്ന കാര്യമാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ, താഴെയാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ, ഞാനിപ്പോൾ ഇതിനകത്ത് വെർട്ടിക്കലാക്കി ഇട്ടത്, അപ്പോൾ നമുക്ക് ഇമേജ് കുറച്ചും കൂടെ ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബ്രിഡ്ജും ക്യാമറ റോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ മാനേജ്മെന്റ് ആണ്. കളർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജിന് മിക്കവാറും എല്ലാവരും തന്നെ അഡോബി RGBയിലാണ് ഷൂട്ട് ചെയ്യുന്നത് അല്ലേ? ബിക്കോസ് ക്യാമറ ഓൾറെഡി ഡീഫോൾട്ട് ആയിട്ട് അഡോബി RGB ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതായിരിക്കും ഡിഫോൾട്ട് സെറ്റിങ്സ് എന്ന് പറയുന്നത് ക്യാമറയ്ക്കകത്ത്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു അഡോബി RGBയിലാണ്. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്യാമറ മാനുഫാക്ചേഴ്സ് പറയുന്നത് മാക്സിമം കളറിൽ നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ടാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. ബട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പർപ്പസുകൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് പ്രിന്റിങ്ങിലേക്ക് പോകണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം, ഇൻസ്റ്റാഗ്രാമിലേക്ക് അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ സൈറ്റുകളിലേക്ക് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലോട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ മിക്കവാറും എന്താണ്, sRGB WsRGB കളർ സ്പേസിലേക്കാണ് ഇത് കൺവേർട്ട് ആയി പോകുന്നത്. അപ്പം മിക്കവാറും എല്ലാവർക്കും എന്നാ സംഭവിക്കും, ചെയ്യുമ്പോൾ നല്ല കളറായിരിക്കും, അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും കളർ അങ്ങ് ഡിമ്മായിട്ട് പോകും. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കളർ കൺവേർഷൻ, കളർ മാനേജ്മെന്റ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിലും വിൻഡോസിലും അതുപോലെ തന്നെ മോണിറ്റർ sRGB മോണിറ്റർ ആയിരിക്കണം സപ്പോർട്ട് ചെയ്യുന്നത്. 2, വിൻഡോസ് അല്ലെങ്കിൽ മാക്ക് കിടക്കുന്ന പ്ലാറ്റ്ഫോം എന്തായിരിക്കണം, വിൻഡോസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കിടക്കുന്നത് sRGB അല്ലെങ്കിൽ ഗാമോട്ട്സ് കറക്റ്റ് സെറ്റിംഗ്സിലുള്ള P3 sRGB ഉണ്ട് ഇപ്പം പുതിയ മാക്കുകളിൽ, അല്ലെങ്കിൽ sRGB കളർ സ്പേസിലായിരിക്കണം മാക്ക് കിടക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ്, ലൈറ്റ് റൂം ആണെങ്കിൽ ലൈറ്റ് റൂം sRGBയിലായിരിക്കണം എക്സ്പോർട്ട് ആവുന്നത്. അതുപോലെ തന്നെ ബ്രിഡ്ജ് ആണെങ്കിൽ ക്യാമറ റോയിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുമ്പോഴത്തേനും sRGBയിലായിരിക്കണം ഔട്ട്പുട്ട് ആവുന്നത്. അത് അറിയാൻ വേണ്ടിയിട്ട് ഈ ഇമേജിന്റെ തൊട്ട് താഴെ
ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ഇമേജിന്റെ നേരെ താഴെയായിട്ട് എന്തുണ്ട്, sRGB നോക്കി എഴുതിയിട്ടുണ്ട്. ഈ ഇമേജ് ഏത് ഫോർമാറ്റിലാണ് ഇനി നിങ്ങൾ ഫോട്ടോഷോപ്പിലേക്ക് ഇമേജ് ഓപ്പൺ ആകാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഇവിടുന്ന് റെൻഡർ ചെയ്യുമ്പോൾ ഇത് ഏത് ഫോർമാറ്റിലാണ് റെൻഡർ ആകാൻ പോകുന്നത് എന്ന് താഴെ കാണിച്ചിട്ടുണ്ടാവും. നോക്കി, sRGB കളർ സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്, 8 ബിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഡയമെൻഷൻസും ഇവിടെ ഏറ്റവും താഴെ ഒരു ലൈൻ ഓഫ് ടെക്സ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നേരെ നമുക്ക് സെറ്റിംഗ്സ് മാറ്റേണ്ടവർക്ക് Adobe RGB ആണ് കിടക്കുന്നതെങ്കിൽ മിക്കവാറും Adobe RGB ആയിരിക്കും ഫ്രഷ് ആയിട്ട് ഒരു റോ ഇമേജോ അല്ലെങ്കിൽ JPG ഇമേജോ ഓപ്പൺ ആകുമ്പോൾ വരുന്നത്. നമ്മൾ അത് മാറ്റിയിട്ട് എന്താവും, sRGB കളർ സ്പേസ് ആക്കി കൊടുക്കുക. കാരണം ഔട്ട്പുട്ട് ഓൾറെഡി ഒരു പ്രാവശ്യം ഔട്ട്പുട്ട് Adobe RGB ആക്കി നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ വീണ്ടും sRGBയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഈ കളർ ലോസ് വരുന്നത്. അതുപോലെ തന്നെ ബിഡ്ഡത്തിന്റെ കാര്യവും ഇതുണ്ട്. ചിലതിനകത്ത് റോയിലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ 16 ബിറ്റോ 32 ബിറ്റോ ആയിരിക്കും കിടക്കുന്നത്. നമ്മൾ എന്താ വേണം, നമുക്ക് എന്താണ് വേണ്ടത്, 8 ബിറ്റ് ആണ് വേണ്ടത്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 16 ബിറ്റ് ആണെങ്കിലും 32 ബിറ്റ് ആണെങ്കിലും നമ്മൾ പ്രോസസ്സിങ്ങിന് ശേഷം നമ്മൾ എന്താക്കി മാറ്റാൻ പോവാണ്, JPG ആക്കാൻ പോവാണ്. അപ്പം JPG ഫയലിൽ എന്തില്ല, 16 ബിറ്റ് സപ്പോർട്ടും 32 ബിറ്റ് സപ്പോർട്ടും ഇല്ല. JPGക്ക് 8 ബിറ്റ് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, പുതിയ JPG ഫോർമാറ്റ് വരുന്നുണ്ട്. ആ ഫോർമാറ്റിൽ നമുക്ക് 32 ബിറ്റും 8 ബിറ്റും സപ്പോർട്ട് ഉള്ള കിട്ടുന്ന JPG ഫോർമാറ്റ് ഇൻട്രൊഡ്യൂസ് ആകിയിട്ടുണ്ട്. പക്ഷെ അത് പോപ്പുലർ ആയിട്ടില്ല. നമ്മൾ ഇപ്പോഴും നോർമൽ സ്റ്റാൻഡേർഡ് JPG ഫോർമാറ്റിനെയാണ് നമ്മൾ ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ്, ഇവിടെ 16 ബിറ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്ത് നമ്മൾ ഫോട്ടോഷോപ്പിലേക്കോ അല്ലെങ്കിൽ JPG ആയിട്ട് സേവ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പിക്സൽസ് എല്ലാം തന്നെ എന്ത് ചെയ്യും, 32 ബിറ്റുള്ള ഇമേജ് 8 ബിറ്റായി കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ലോസ് നമുക്ക് അവിടെ വരും. അപ്പം കളറും ലോസ് ആകും. അതുപോലെ തന്നെ ലൈറ്റ് സ്കൈ ഏരിയ ഒക്കെ സ്കാറ്റർ ആയിട്ട് നമുക്ക് എന്താ പറയുക, റിസൾട്ട് വളരെ മോശമായിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് വരാതിരിക്കാനാണ് പ്രോസസ്സ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, sRGB കളർ സ്പേസ് 8 ബിറ്റ് ഇട്ടിട്ട് തന്നെ വേണം. ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല. ഏത് കളർ സ്പേസ് കടന്നാലും വർക്ക് ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പേ, ഇനി ഓപ്പൺ ചെയ്താലും കുഴപ്പമില്ല, വീണ്ടും ഒന്നുകൂടെ ബ്രിഡ്ജ് ചെയ്യുന്ന ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്യാമറ റോ സെറ്റിംഗ് കിട്ടും. അപ്പോൾ അതിനുശേഷം ഒന്ന് മാറ്റി കൊടുത്തിട്ട് റീ ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ Adobe RGB ആക്കി മാറ്റിയാലും sRGB ആക്കി മാറ്റിയാലും ഒന്നും യാതൊരുവിധ മാറ്റങ്ങളും നമുക്കവിടെ ഉണ്ടാവില്ല. ഓക്കെ, ഔട്ട്പുട്ട് റെൻഡർ ചെയ്യുന്ന സമയത്താണ്. അത് സപ്പോസ് ഓപ്പൺ കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇവിടുന്ന് Ctrl+S കൊടുക്കും. Ctrl+S കൊടുക്കുമ്പോൾ ഈ കിടക്കുന്ന സെറ്റിംഗ് ആയിരിക്കും വരുന്നത്. ഇനി അതല്ല, ഇവിടെ നമുക്ക് ഒന്നുകൂടെ മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏത് Ctrl+S കൊടുക്കുമ്പോൾ നമുക്ക് കളർ സ്പേസ് മാറ്റിയിട്ട് നമുക്ക് sRGB ആക്കി കൊടുക്കാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഗ്രേഡിംഗ് തുടങ്ങുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഏത് കളർ സ്പേസിലാണ് ഇത് നിൽക്കുന്നത്, ഏത് കളർ സ്പേസിലേക്ക് ഇത് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ലൈറ്റ് റൂം യൂസേഴ്സ് ആണെങ്കിൽ എഡിറ്റിനകത്ത് നിന്ന് പ്രിഫറൻസസിൽ പോയിട്ട് അവിടെ നമുക്ക് കളർ സെറ്റിംഗ്സ് ഉണ്ട്. കളർ സെറ്റിംഗ്സിനകത്ത് sRGB ആക്കി കൊടുക്കണം. എന്നിട്ട് വേണം ഓപ്പൺ ചെയ്യാൻ. അതിനകത്ത് ലൈറ്റ് റൂമിനകത്ത് എസ്പെഷ്യലി വരുന്നത് പ്രോഫോട്ടോ RGB, അത് കുറെ കൂടെ വലിയ കളർ ഗാമുട്ടാണ്. അപ്പൊ എന്ത് സംഭവിക്കും, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് പ്രീസെറ്റ് പറയൂ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം ഇതിനെക്കുറിച്ച്. ഇത് ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഇമേജിലും ഇത് തന്നെ സെറ്റിംഗ്സ് ഇല്ല, മാറിപ്പോവും. എപ്പോഴും നമ്മൾ നോക്കിക്കോണം. ഇത് പുതിയ ഫോൾഡർ സെലക്ട് ആകുമ്പോൾ പുതിയ ഇമേജ് ആകുന്നതിനനുസരിച്ച് ഇവിടെ സെറ്റിംഗ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും താഴോട്ട് ഔട്ട്പുട്ട് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് നോക്കിക്കോണം. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ sRGB പിന്നെ 8 ബിറ്റും ആക്കിയിട്ട് ചെയ്യണത് നല്ലതല്ലേ? നല്ലത്. ഇനി ഇൻ കേസ് ഔത്തം പറ്റിയാലും ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ നമ്മൾ പ്രോസസ്സ് ചെയ്ത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു എഡിറ്റ് ചെയ്ത് പോയി കഴിയുമ്പോൾ ബ്രിഡ്ജ് ഓട്ടോമാറ്റിക്കലി ബാക്ക്ഗ്രൗണ്ടിൽ സേവ് ആക്കിയിടും. ഓട്ടോമാറ്റിക്കലി ബ്രിഡ്ജ് സേവ് ആകും. അപ്പൊ ആ ഫയൽ ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, റീ എഡിറ്റ് ഒന്നുകൂടെ നമ്മളിവിടെ ചേഞ്ച് വരുത്തിയിട്ട് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. റിസൾട്ടിലൊന്നും യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ പ്രിന്റിങ്ങിന് പോകുന്ന ഫയലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. പ്രിന്റിങ് പോകുന്ന ഫയലും sRGB ആണ് പോകുന്നത്. കാരണം അവരും പരമാവധി ഗാമൗട്ട് സെറ്റിംഗ് അവരുടെ റേഞ്ച് പിടിക്കുന്നത് CMYK വെച്ചിട്ടാണെങ്കിലും റേഞ്ച് സെറ്റ് ചെയ്യുന്ന sRGB കളർ റേഞ്ച് ആണ്. അപ്പൊ മാക്സിമം sRGB കളർ റേഞ്ച് കിട്ടാവുന്ന രീതിയിലാണ് അവർ കളർ ഗാമൗട്ട് സെറ്റ് ചെയ്ത് ചെയ്യുന്നത്. നമ്മളവർ CMYയിലാണ് അതിന്റെ പ്രോസസ്സ് പോകുന്നതെന്നൊന്നും വിചാരിക്കേണ്ട. റേഞ്ച് ഓഫ് കളർ റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് sRGB ആണ് മാച്ച് ആവാനായിട്ട് ഏറ്റവും ബെറ്റർ. ഹലോ, സൂം മീറ്റിംഗിന് ഹലോ, പറയൂ. സാറേ, ഞാൻ ബെൻക്യൂന്റെ മോണിറ്ററാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ കളർ മോഡ് sRGB ഇടണോ അല്ലെങ്കിൽ മാക്കിന്റെ ഇത് ഇടണോ, ഏതാണ് ബെറ്റർ? മോണിറ്ററിൽ sRGB ഇടുക, എന്നിട്ട് മാക് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. മാക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. sRGB ഉറപ്പായിട്ടും sRGB ഇടുക.
അതിനുശേഷം പിന്നെ കളർ സെറ്റിങ്സ് ഇവിടെ മാക്കിനകത്ത് നമുക്ക് സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിനകത്ത് ഡിസ്പ്ലേ സെറ്റിങ്സ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കളർ പ്രൊഫൈൽ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യണം, sRGB ആക്കി ഇടുക. ഓക്കെ അപ്പൊ രണ്ടെടുത്ത് sRGB ആയി. ഓക്കെ 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 ഓക്കെ. അടുത്ത നമുക്ക് നമ്മുടെ പ്രീസെറ്റുകളിലേക്ക് വരാം. നമ്മൾ ഈ പ്രാവശ്യം പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പ്രീസെറ്റുകൾ ഞാനൊന്ന് ഇത് ചെയ്യാം. നമ്മുടെ പാക്കേജിനകത്ത് 2026 DNG കളക്ഷൻസ് ആണ് നമ്മൾ തന്നത്. DNG കളക്ഷൻസിനകത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു, DNG സെക്ഷൻസും ഉണ്ട്, XMB 2 സെക്ഷൻസ് ഉണ്ട്. ഒരു DNG സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്ക് കാണാവുന്ന രീതിയിൽ DNG അറേഞ്ച് വെച്ചിരിക്കുന്നതാണ്. 75 to 84 വരെയാണ് നമ്മുടെ കളേഴ്സ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ XMB ഉണ്ട്. XMB സെക്ഷനും XMB പ്രൊഫൈലും കൂടെ ഒരൊറ്റ ഫയലായിട്ടാണ് നമ്മൾ തന്നിരിക്കുന്നത്. അതൊരു സിപ്പായിട്ടാണ് തന്നിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ സിപ്പുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തൊരു മാസ്റ്റർ കളക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരൊറ്റ ഫയൽ ഇമ്പോർട്ട് ചെയ്ത എല്ലാ പ്രീസെറ്റുകളും കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ പ്രീസെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് ക്യാമറ റോ എടുക്കാം. ഇമേജിന് നമുക്ക് ക്യാമറ റോയിലേക്ക് വരാം. ഓക്കെ. അപ്പം 2 സ്ഥലങ്ങളിൽ നമുക്ക് പ്രീസെറ്റുകൾ കിട്ടും. ഒന്ന് നമുക്ക് പ്രൊഫൈൽ സെക്ഷനിൽ കിട്ടും, 2 XMB സെക്ഷനിലും നമുക്ക് കിട്ടും. ഓക്കെ. XMB സെക്ഷനിൽ 75 മുതൽ 84 വരെയുള്ള സെക്ഷനിലാണ് നമുക്ക് ഈ പ്രാവശ്യത്തെ കളറുകൾ വരുന്നത്. അതുപോലെ തന്നെ പ്രൊഫൈൽ ഗാലറിയിലോട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ബ്രൗസ് പ്രൊഫൈൽസ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊഫൈൽ ഗാലറിയിലോട്ട് വന്നു കഴിഞ്ഞാൽ 75 to 84 കിട്ടും. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ സെഷനും കൂടെ ഉണ്ട്, IPC LUT4 XMB ഓൾ. ഇതും ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രീസെറ്റുകളിൽ ലോഡ് ചെയ്യുമ്പോൾ വരുന്ന സെഷനാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഞാനിപ്പോൾ ഇത് ഇമ്പോർട്ട് ചെയ്തൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഈ സെഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് 78, ഡിലീറ്റ് ഓൾ. ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാം ഞാനൊന്ന് ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ ആ 70 തൊട്ടുള്ള സീക്വൻസ് ഇല്ല. നമുക്ക് ഈ പ്രൊഫൈലിനകത്ത്, അതായത് പ്രൊഫൈൽ എടുത്തതിന് ശേഷം പ്രൊഫൈലിനുള്ളിൽ കയറിയതിന് ശേഷം കോർണർ ബട്ടണിൽ നമുക്കൊരു 3 ഡോട്ട് ബട്ടൺ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് പ്രൊഫൈൽസ് ആൻഡ് പ്രീസെറ്റ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇമ്പോർട്ട് പ്രൊഫൈൽസ് ആൻഡ് പ്രീസെറ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പാക്കേജിനകത്തോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കുറേ സിപ്പ് ഫയൽ ഉണ്ടാവും. നമ്മുടെ DNG കളക്ഷനകത്ത് DNG സെക്ഷനിലല്ല പോകേണ്ടത്, XMB ആൻഡ് പ്രൊഫൈലിലോട്ട് വരിക. XMB ആൻഡ് പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് XMB ആൻഡ് പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് നോക്കി മാസ്റ്റർ കളക്ഷൻ കിടപ്പുണ്ട്. മാസ്റ്റർ കളക്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇമ്പോർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 75 to 84 ഒപ്പം IPC LUT4 XMB ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 75 to 84 എന്ന് പറയുന്നത് ടോട്ടൽ നമ്മൾ ചെയ്തിരിക്കുന്ന XMB കളറുകളുടെ ഔട്ട്പുട്ടാണ്. ടോട്ടൽ ചെയ്തിരിക്കുന്ന കളറുകളുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കളറിനകത്ത്, അതായത് നമ്മുടെ XMB സെക്ഷനിലോട്ട് വന്നാൽ, നമ്മുടെ പ്രൊഫൈൽ അവിടെ നിൽക്കട്ടെ, ഞാനിപ്പോൾ വരാം. XMB സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ XMBക്കകത്ത് ഇപ്പോൾ 75 മെറ്റേണിറ്റി V1 എന്ന് പറയുന്ന മെറ്റേണിറ്റി സെക്ഷനിലാണ് കളർ തുടങ്ങിയിരിക്കുന്നത്. അപ്പം കളർ മൗസ് ഓവർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു കളർ, നമുക്ക് എന്ത് പ്രീസെറ്റിനകത്ത് ഏത് കളറാണ് കൊടുത്തിരിക്കുന്നത് ആ കളർ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും, അല്ലെ? അപ്പൊ ഈ കളർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 2 കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കളർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ജസ്റ്റ് നമുക്കൊരു കളർ അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമ്മൾ അതിന്റെ സെറ്റിങ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ക്യാമറ റോ സെറ്റിങ്സുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മൾ പ്രൊഫൈലിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ XMB അപ്ലൈ ചെയ്തപ്പോൾ ഒരു പ്രൊഫൈൽ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും, അല്ലെ? 2_01. അപ്പൊ നമ്മളൊന്ന് ബ്രൗസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഈ 2_01 എന്ന് പറയുന്നത് കിടക്കുന്നത് താഴത്തെ നോക്കി IPC LUT4 XMB ഓൾ എന്ന് പറയുന്ന ഫോൾഡറിനുള്ളിലുള്ള ഒരു ലട്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇത് എന്താണെന്ന് അറിയാമോ? ഇത് നമ്മൾ ഫോട്ടോഷോപ്പിൽ നിന്ന് ഇമേജിനെ കളർ ചെയ്തതിന് ശേഷം ലട്സ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം, അതായത് ക്യൂബ് ഫോർമാറ്റിലുള്ള ലട്സുകൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ലട്സിനെ പ്രൊഫൈലിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ആ പ്രൊഫൈലും ക്യാമറ റോ സെറ്റിങ്സും കൂടെയുള്ള ഔട്ട്പുട്ടാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, മനസ്സിലായോ? ഒരു XMB എന്ന് പറയുന്നത് എല്ലാ XMBകൾക്കും, ഓരോ കളറുള്ള XMBകൾക്കും നമ്മൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? ഒരു ലട്സ് കൊടുത്തിട്ടുണ്ടാവും,
ഒപ്പം ക്യാമറ റോയുടെ സെറ്റിങ്സും കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ബേസ് കളർ എന്ന് പറയുന്നത് എന്താണ്, ഈ ലട്സ് ആണ് ബേസ് കളറായിട്ട് ഇവിടെ വരുന്നത്. ക്യാമറ റോ സെറ്റിങ്സും കളറായിട്ട് വരുന്നുണ്ട്. ബട്ട് ഇതിന്റെ ഒരു 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 ഇമ്പോർട്ടന്റ് സെക്ഷനാണ് എന്ത്, ഈ ബേസ് കളർ അല്ലെങ്കിൽ ഈ ലട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻ ആണ് ഈ ലട്സിനകത്ത് വരുന്നത്. ഞാനിപ്പോൾ ഒന്ന് റീസെറ്റ് ചെയ്തതിന് ശേഷം ഈ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും താഴെ വന്നിട്ട് LUT4 XMP all ഒന്ന് എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ മറ്റേ ഇതിലോട്ട് പോകുന്നില്ല. നമുക്ക് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ LUT4 XMP എന്ന് പറഞ്ഞാൽ വളരെ സ്ലൈറ്റ് ചേഞ്ചസ് ആണ്. വളരെ സ്ലൈറ്റ് ചേഞ്ചസിന്റെ ഏതാണ്ട് 50ഓളം പ്രീസെറ്റുകൾ ലട്സുകൾ നമ്മൾ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതായത് വളരെ ലൈറ്റ് മോഡിഫിക്കേഷൻ വേണ്ടവർക്ക് എന്ത് ചെയ്താൽ മതി, നേരെ പ്രീസെറ്റിലോട്ട് പോകണമെന്ന് പോലും ഇല്ല, നേരെ എങ്ങോട്ട് വന്നാൽ മതി, നേരെ ലട്സ് LUT4 XMP all എന്ന് പറയുന്ന സെക്ഷനിൽ വന്നാൽ മതി. നമുക്ക് വേറൊരു ഒരു ഇമേജ് എടുക്കാം. അപ്പൊ അതിന്റെ ഒരു മോഡിഫിക്കേഷൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. എന്താ നോക്കി, LUT എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ നോക്കി, വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അങ്ങനത്തെ ഡിഫറെന്റ് കളറുള്ള 50ഓളം സെറ്റിങ്സുകളുണ്ട്. എസ്പെഷ്യലി ഫംഗ്ഷൻ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പം വളരെ ചെറിയ മോഡിഫിക്കേഷൻ മതിയെങ്കിൽ നമുക്ക് എങ്ങോട്ട് വന്നാൽ മതി, നേരെ ലട്സിലേക്ക് വന്നാൽ മതി. അപ്പൊ ഈ ലട്സ് ഇന്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ക്യാമറ റോ സെറ്റിങ്സും കൂടെ കൊടുത്തുകൊണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കളറുകൾ പിന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കൊരു പ്രീസെറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു പ്രീസെറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രീസെറ്റ് എടുത്തു ജസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഒന്ന്, ടോട്ടൽ വാല്യൂ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇവിടെ. ഓക്കെ, അതവിടെ നിന്നോട്ടെ. ഇവിടെ പ്രൊഫൈൽ സെറ്റിങ്ങിൽ നിന്നിട്ട് ഈ കളറിന്റെ ബേസ് കളർ ലെവൽ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനായിട്ട് നമുക്കിവിടെ സാധിക്കും. അപ്പൊ നമുക്ക് ആവശ്യിച്ചിരി കൂടുതൽ, ചിലർക്ക് ബേൺ ആയി പോയിട്ടുണ്ടാവും, ചില എക്സ്പോഷർ കൂടിയ ഇമേജ് ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്താൽ മതി, ഒന്ന് കുറച്ചിട്ട് നമുക്ക് ആവശ്യത്തിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമുക്ക് ക്യാമറ സെറ്റിങ്സും കൂടെ, ക്യാമറ നമ്മൾ എന്താ സെറ്റിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, കർവ് ഒക്കെ ആണെങ്കിൽ കർവിന്റെ സെറ്റിങ്സും കൂടെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സെക്കൻഡ് വോളിയം, അതായത് രണ്ടാമത്തെ വോളിയത്തിൽ ഇതാ ഇവിടെ കൊടുത്തേക്കുന്ന മെറ്റേണിറ്റി 2 എന്ന് പറയുന്ന സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് ഡ്രീമി മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു 10 കളറുകളാണ്. ഇതിനകത്ത് ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മെറ്റേണിറ്റി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്തായിട്ട് വരും, ഈ കളർ ഇപ്പം പിടിച്ചിരിക്കുന്ന ഈ കളർ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്ക് ഉപയോഗിച്ചിട്ടാണ് ഈ കളർ ചെയ്തിരിക്കുന്നത്. അപ്പം മാസ്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും color.ipc ഒരു ബേസിക് ലൂമിനൻസ് റേഞ്ച് ലെയർ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ സ്കിൻ ടോണിലോട്ട് ഈ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കളർ ഗ്രേഡ് വരുന്നത് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. അപ്പം നമുക്ക് ഈ ആംബിയൻസ് നമുക്ക് വേണമെന്ന് തന്നെ. അപ്പൊ ഈ ആംബിയൻസ് നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഈ കളറ് സ്കിന്നിന്റെ കളർ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ മാസ്കിന്റെ, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന മാസ്കിൽ നിന്ന് സബ്സ്ട്രാക്ട് സബ്ജക്റ്റ് കൊടുത്താൽ മതി. ഇവിടെ സബ്സ്ട്രാക്ട് സബ്ജക്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ആംബിയൻസ് അവിടെ നിലനിൽക്കുകയും ഒപ്പം സബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരു കളറും കൂടിയിട്ട് ബേസ് കളർ, അതായത് സബ്സ്ട്രാക്ട് സബ്ജക്റ്റ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാൻ പോവാ, നമ്മൾ ബേസ് കളറിൽ പ്രൊഫൈലിൽ വന്നതിന് ശേഷം പ്രൊഫൈലിൽ നമുക്ക് നേരത്തെ പറഞ്ഞ നമ്മൾ 50 കളറുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ആ 50 കളറുകളുടെ ഇഷ്ടമുള്ള ഒരു പ്രൊഫൈൽ ഉപയോഗിച്ചുകൊണ്ട്, എന്നാൽ ആ സോഫ്റ്റ്നെസ് അവിടെ നിലനിൽക്കുകയും നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലും കൂടി ഉപയോഗിച്ചുകൊണ്ട് ഈ ക്യാമറ റോ സെറ്റിംഗ്, സെയിം ക്യാമറ റോ സെറ്റിംഗ്സ് പ്ലസ് ഒരു പുതിയ പ്രൊഫൈൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അത് സെക്കൻഡ് വോളിയത്തിൽ മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഈ സെക്കൻഡ് വോളിയത്തിൽ മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇങ്ങനത്തെ ഫംഗ്ഷൻ ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്ക് ആ ഒരു മൂഡ് വേണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ആ ഒരു ആംബിയൻസ്, ആ സോഫ്റ്റ് ആയിട്ടുള്ള ആംബിയൻസ് വേണം, ബട്ട് എനിക്ക് സ്കിൻ ടോണിലോട്ട് കണ്ടോ, ഇപ്പൊ ഈ സ്കിൻ ടോണിലോട്ട് വളരെ എന്താ പറയാ, നമ്മൾ കൊടുത്തേക്കുന്ന കളർ വന്നിട്ടുണ്ട്. നമുക്ക് അതിനെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ നേരെ മാസ്കിൽ പോവുക, color.ipc എന്ന് പറയുന്ന ലെയർ സെലക്ട് ചെയ്യുക, സബ്സ്ട്രാക്ട് സെലക്ട് സബ്ജക്റ്റ് ഒന്നും കൊടുക്കുക. അല്ലെ സബ്ജക്റ്റിൽ നിന്ന് ടോട്ടലി കളയണമെന്ന് ഇല്ല, സ്കിൻ ടോൺ മാത്രം കളയണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ സബ്സ്ട്രാക്ട് പീപ്പിൾ ഉപയോഗിച്ച് സ്കിൻ ടോൺ മാത്രം സബ്സ്ട്രാക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ സബ്ജക്റ്റ് മാത്രം കളയുക, എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് പ്രൊഫൈലിലോട്ട് തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് പറ്റുന്ന ഒരു കളറും കൂടി ഇട്ടിട്ട് ആ ആംബിയൻസ് അവിടെ നിന്നോളൂ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ പ്രാവശ്യത്തെ കളർ ചെയ്തിരിക്കുന്നതിനകത്ത് 2 പ്രത്യേകതകളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്,
ലൂമിനൻസ് മാസ്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഈ കളറുകളിൽ. അപ്പോൾ അത് ലെയർ ആയിട്ട് വന്നോളൂ. അപ്പം കളർ സ്കിൻ ടോണിലോട്ടൊക്കെ കൂടുതലായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലൂമിനസ് മാസ്കിൽ വന്നതിന് ശേഷം നമുക്ക് സബ്സ്ട്രാക്ട് കൊടുത്തിട്ട് സെലക്ട് സബ്ജക്റ്റ് കൊടുത്ത് നമുക്ക് സബ്ജക്റ്റിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ പീപ്പിൾ കൊടുത്തിട്ട് സ്കിൻ ടോൺ മാത്രം അവോയ്ഡ് ചെയ്യാമെങ്കിൽ സ്കിൻ ടോൺ മാത്രം നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? പക്ഷെ അത് മാസ്കിങ്ങിൽ കാണിക്കണില്ലല്ലോ. എവിടെയാണ് മാസ്ക്? മാസ്കിങ്ങിൽ ഇപ്പൊ വോളിയം 2 ആഡ് ചെയ്തിട്ട് കാണിക്കണില്ലല്ലോ. മാസ്ക് നമ്മൾ ഓപ്പൺ ഏതെങ്കിലും ഒരു ചെയ്തിട്ട് പ്രീസെറ്റ് ഇട്ടേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രീസെറ്റ് ഇട്ടേ, റിഫ്രഷ് ചെയ്തിട്ട് ഇട്ടിട്ട് മാസ്കിലോട്ട് വന്നേ. എല്ലാത്തിനകത്ത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, ചില ചില ഇതിനകത്താണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. മാസ്ക് ഉള്ളതാണെങ്കിൽ നമുക്കിവിടെ ശരിക്കും ഈ പ്രാവശ്യം നമ്മൾ മാസ്ക് പരമാവധി നമ്മൾ കളറുകളിൽ ഉപയോഗിച്ചിട്ടില്ല. പരമാവധി നമ്മൾ അതിലോട്ട് ഞാൻ വരുന്നേ ഉള്ളൂ. നമ്മൾ സെക്കൻഡിലുണ്ട്, സെക്കൻഡ് കളറിലുണ്ട്, സെക്കൻഡിൽ എല്ലാത്തിലും ഉണ്ടോ? സെക്കൻഡ് കളറിലുണ്ട്, അതുപോലെ തേർഡ് കളറിൽ മാസ്ക് ഉപയോഗിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതാ ഫോർത്ത് കളറിൽ മാസ്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 1-2 എണ്ണത്തിൽ മാസ്ക് ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, ഇതിൽ കിട്ടാനുള്ള ഈ മാസ്ക് വരുന്നേ ഇല്ല. ഇല്ല. ഇപ്പൊ മാഷ് പറഞ്ഞ പോലെ രണ്ടാമത്തെ അല്ല, ഇതിലാണ് ഞാൻ നോക്കിയത്. പ്രൊഫൈലിൽ നിന്നിട്ടാണ് കളർ ഇടുന്നത്. പ്രൊഫൈലിൽ നിന്നാ നോക്കിയത്. പ്രൊഫൈലിൽ നിന്നാ കിട്ടില്ല, XMPയിൽ നിന്നിട്ടാൽ മാത്രമേ മാസ്ക് കിട്ടുള്ളൂ. പ്രൊഫൈൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ കളർ ചെയ്തിരിക്കുന്നതിന്റെ, അതായത് ടോട്ടൽ നമ്മൾ ഒരു കളർ ഇട്ടേക്കുന്ന ആ കളറിന്റെയും ടോട്ടൽ ഔട്ട്പുട്ട് ആണ് ഇവിടെ വരുന്നത്, പ്രൊഫൈലിൽ വരുന്നത്. പ്രൊഫൈൽ ഇട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് എന്താ പറയാ, XMP സെറ്റിങ്ങുകളൊന്നും കാണാൻ സാധിക്കില്ല. ഓക്കെ, നമുക്ക് അത് നിങ്ങൾക്ക് ആ പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, പ്രൊഫൈൽ എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത്, വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബേസ് കളർ കൊടുത്തിട്ട് കസ്റ്റമൈസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ഇമേജിന് ചേരുന്ന ഒരു കളർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഫൈൽ ഉപയോഗിക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ നമ്പർ നോക്കിയതിന് ശേഷം, അതായത് 75-ലെ മെറ്റേണിറ്റി വോളിയം 1 ആണ് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നേരെ ഇങ്ങോട്ട് ഇവിടുന്ന് അപ്ലൈ ചെയ്യേണ്ട, നേരെ പോയിട്ട് 75-ലെ മെറ്റേണിറ്റി വോളിയം 1 ഫസ്റ്റ് പ്രീസെറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ സെയിം ഔട്ട്പുട്ട് കിട്ടും. ഒപ്പം നമുക്ക് മാസ്കുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാസ്ക് കാണാം, ഇതിനകത്ത് മാസ്ക് കൊടുത്തിട്ടില്ല. ദെൻ അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ക്യാമറ സെറ്റിങ്ങുകളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ സെറ്റിംഗ് വേണ്ടാതെ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടൊരു ബേസ് കളർ അപ്ലൈ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള, അതിന് മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള കസ്റ്റം സെറ്റിംഗ്സ് ചെയ്ത് പോകാനായിട്ടാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ഉപയോഗിച്ചാൽ മതി, ഈ പ്രൊഫൈൽ ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ കളർ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എങ്ങോട്ട് പോവാം, ആ XMPയിലോട്ട് പോവാം, അല്ലെങ്കിൽ DNGയിലോട്ട് പോവാം. അപ്പൊ DNGയിലോട്ട് ഞാൻ വന്നില്ല. അപ്പൊ ഈ പ്രാവശ്യത്തെ DNGയിലാണ് മാസ്കുകളെല്ലാം ആഡ് ചെയ്തിരിക്കുന്നത്. ഈ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രീസെറ്റിനകത്ത് XMPയിൽ നമ്മൾ മാസ്കുകൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ എന്താ പ്രശ്നം സംഭവിക്കുന്നത് പറഞ്ഞാൽ, പല കമ്പ്യൂട്ടേഴ്സിന് മീൻസ് പെർഫോമൻസ് കുറഞ്ഞ പല സിസ്റ്റങ്ങളിലും എന്താവുന്നില്ല, ഈ പ്രീസെറ്റുകൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ മൾട്ടിപ്പിൾ മാസ്ക് എടുക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ലോഡ് ആകാത്ത പ്രശ്നം വന്നുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം എന്ത് ചെയ്തു, DNG വേണമെങ്കിൽ, അപ്പൊ നമുക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് ഇതിന്റെ DNG ഒന്ന് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഇവിടെ നമുക്ക് DNGയിലോട്ട് വരാം. TNGയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. പറയാം. അത് ആ മാസ്ക് ചെയ്യുന്ന ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാമോ? മാസ്ക് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ ടോൺ എങ്കിൽ സ്കിൻ ടോൺ സെലക്ട് ചെയ്ത് മാറ്റുന്നില്ലേ? ഓക്കെ, ഞാൻ ഇപ്പൊ പറഞ്ഞു നിർത്തിയ ടോപ്പിക്ക്. അതെ. ഇമേജ് എടുക്കുക, പ്രീസെറ്റിലോട്ട് വരിക. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഏതെങ്കിലും ഒരു കളർ, V2-ന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു കളർ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇപ്പൊ ഈ ആംബിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഈ സ്കിൻ ടോണിലോട്ട് എനിക്കിത് വേണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ മാസ്കിലോട്ട് പോയതിനു ശേഷം മാസ്കിൽ എന്തുണ്ടാവും, കളർ അറ്റ് IPC എന്ന് പറയുന്ന ഒരു മാസ്ക്, ലൂമിനറി മാസ്ക് ഉണ്ടാവും. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്സ്ട്രാക്ട് കൊടുക്കുക, സെലക്ട് സബ്ജക്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് സബ്സ്ട്രാക്ട് ആയി. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് DNGയിലോട്ട് വരാം. അപ്പൊ DNGയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ DNG സെഷൻ, DNGയിലുള്ള ഓരോന്നിലുള്ള നോക്കിയാൽ ഈ DNGക്കകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന കളറുകൾ മാസ്കും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മളൊരു ഇത്രയും ക്യാമറ റോയിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം മാസ്ക് എടുത്ത് നോക്കുവാണെങ്കിൽ നോക്കി എത്ര മാസ്കുകൾ ഈ ഒരു ഫസ്റ്റ് ഇതിന് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്.
അപ്പൊ ലൈറ്റ് കൊടുക്കാനുള്ള മാസ്കുകളുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് സ്പെഷ്യൽ എഫക്ട് മാസ്കുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഓരോന്നിലും നമ്മൾ മാസ്കുകൾ അപ്ലൈ ചെയ്ത് വ്യത്യസ്തങ്ങളായ മാസ്കുകൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, ഈ ലൈറ്റുകൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ മാസ്കുകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ ഏതിന്റെ മാസ്ക് എഫക്റ്റ് ആണോ വേണ്ടത് അതിനകത്ത് ബ്രിഡ്ജിൽ നിന്നിട്ടാണെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡെവലപ്പ് സെറ്റിംഗ്, കോപ്പി സെറ്റിംഗ്, നമുക്ക് ഇവിടുന്ന് കോപ്പി എടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇമേജിലേക്ക് പോയിട്ട് നമുക്ക് ഏത് ഇമേജിനകത്തോട്ടാണോ നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് സപ്പോസ് എനിക്ക് ഈ ഒരു ഇമേജിലേക്കാണ് ഇത് വേണ്ടത്. അപ്പൊ എത്ര ഇമേജ് ആണോ, മൾട്ടിപ്പിൾ ഇമേജ് സെലക്ട് ചെയ്യുക. ഇവിടുന്ന് നമുക്ക് എല്ലാ ഇമേജിലേക്കും വേണമെങ്കിൽ അത്രയും ഇമേജുകൾ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ഡെവലപ്പ് സെറ്റിംഗ്, പേസ്റ്റ് സെറ്റിംഗ്. അപ്പൊ അതിനകത്ത് മാസ്കിംഗ് എനേബിൾ ചെയ്യണം. മാനുവലി മാസ്കിംഗ് ഡിഫോൾട്ട് ആയിട്ട് മാസ്കിംഗ് എനേബിൾ ചെയ്തിട്ടുണ്ടാകില്ല. മാസ്കിംഗ് എനേബിൾ ചെയ്യുക, അതിനുശേഷം ക്ലിക്ക് ഓക്കെ എന്ന് കൊടുക്കാം. മാസ്കിംഗ് ഇതൊരു 4-5 സെക്കൻഡ് എടുക്കും. അതിനുശേഷം നമ്മൾ ചെയ്തിരിക്കുന്ന കളേഴ്സ് എല്ലാ ഇമേജിലേക്കും മാസ്കിംഗ് അടക്കം സിങ്ക്രണൈസ് ആവും. ഓക്കെ, അപ്പൊ അതിനുശേഷം വേണം ക്യാമറ റോയിലേക്ക് നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് അതിനെ മോഡിഫൈ ചെയ്യാനായിട്ട്. ജസ്റ്റ് എ സെക്കൻഡ്. ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന എഫക്റ്റ് എല്ലാ ഇമേജിലും, ഇപ്പൊ ഇത്രയും ഇമേജിലും ആ എഫക്റ്റ് അടക്കം വന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓപ്പണിംഗ് ക്യാമറ ഒന്ന് കൊടുത്തിട്ട് ആ മാസ്കുകൾ നമുക്ക് എന്ത് ചെയ്യണം, ആവശ്യമില്ലാത്ത ഏരിയയിൽ നിന്ന് മാസ്കുകൾ എഡിറ്റ് ചെയ്യണം. ഓക്കെ, മാസ്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ മാസ്കുകളും ഇവിടെ ആഡ് ആയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും മാസ്കുകൾ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ആ മാസ്ക് എനേബിൾ ചെയ്യുമ്പോൾ, ആക്റ്റീവ് ആക്കുമ്പോൾ അതിന്റെ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് മാസ്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ബ്രഷിന്റെ ഐക്കൺ വരും. അതല്ല നമ്മൾ ഗ്രേഡിയന്റ് ഉപയോഗിച്ച് ചെയ്തേക്കുന്ന ഗ്രേഡിയന്റിന്റെ ഇത് വരും. ബാക്ക്ഗ്രൗണ്ട് മാസ്ക് ആണെങ്കിൽ അതിന്റെ സെലക്ഷൻ വരും. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യിക്കാം, അതിനെ മോഡിഫൈ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ബിഗ് സ്പ്ലാറ്റേഴ്സ് എനിക്കൊന്ന് മൂവ് ചെയ്യണമെങ്കിൽ കണ്ടോ, അപ്പൊ അതിന്റെ സ്പ്ലാറ്റേഴ്സ് നമുക്ക് ഇതിനകത്തുനിന്ന് മൂവ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട്, സബ്സ്ട്രാക്ട് ഉപയോഗിച്ചുകൊണ്ട്, ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എറേസ് ചെയ്ത് കളയാം. നമുക്ക് ആവശ്യമില്ലാത്ത ഏരിയയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, എറേസ് ചെയ്ത് കളയാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ആവശ്യമുള്ള ആ ഏരിയയിലോട്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ രീതിയിലാണ് DNGയിൽ നിന്ന് എഫക്റ്റ് എങ്ങോട്ട് കൊണ്ടുവരേണ്ടത്, ഇമേജിലേക്ക് അപ്ലൈ ചെയ്ത് കൊണ്ടുവരേണ്ടത്. ഇനി നിങ്ങൾക്ക് ഈ കളർ വേണ്ട എഫക്റ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സിങ്ക്രണൈസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലർക്ക് കളർ വേണ്ടി വരില്ല. ആ എഫക്റ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡെവലപ്പ് സെറ്റിംഗ്സിനകത്ത് പേസ്റ്റ് സെറ്റിംഗ് കൊടുക്കുമ്പോൾ ചെക്ക് നൺ ഒന്ന് സെലക്ട് ചെയ്യേണ്ട, മാസ്കിംഗ് മാത്രം എനേബിൾ ചെയ്തിട്ട് ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, നമ്മുടെ ആ എഫക്റ്റുകൾ മാത്രം ക്യാമറ ഇമേജിലേക്ക് അപ്ലൈ ആവും. ഓക്കെ, അങ്ങനെ വേണമെങ്കിലും സിങ്ക് ചെയ്യുക. എന്നിട്ട് കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാനായിട്ടാണ് പ്ലാൻ. ഒരു എഫക്റ്റ് ഇട്ട് ചെയ്യാനാണെങ്കിൽ ഇപ്പൊ എന്താ വന്നിരിക്കുന്നത്, ഇപ്പൊ എഫക്റ്റ് ലെയറുകൾ ആ ഫീലിംഗ് മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്, നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഫൈൽ ഉപയോഗിച്ചിട്ട് അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു മൂഡും കൂടെ ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ 2 രീതിയിൽ സിങ്ക്രണൈസ് ചെയ്യാം. എഫക്റ്റ് മാത്രമായിട്ട് സിങ്ക്രണൈസ് ചെയ്യാം, അതുപോലെ തന്നെ ടോട്ടൽ വേണമെങ്കിൽ നമുക്ക് സിങ്ക്രണൈസ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ? സാർ ഒരു ഡൗട്ട് ഉണ്ട് സാർ. ഹലോ പറയും സാർ, പിന്നെ ഈ DNG PNG അതൊന്ന് വിശദീകരിക്കാമോ എനിക്ക്? DNG എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ നെഗറ്റീവ് ആണ്. DNGയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DNGക്കകത്ത് ഇതിപ്പം നോക്കി, ഈ ഫോർമാറ്റ് DNG ഫോർമാറ്റ് ആണ്. പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഈ DNG ഫോർമാറ്റ് മാറിപ്പോയിട്ടുണ്ട്. എക്സിബിഷൻ നമ്മൾ കൊടുത്തപ്പോൾ DNG ഫോർമാറ്റ് പകരം XMBയുടെ ഫൈനൽ കൺവേർഷന് തൊട്ട് മുമ്പുള്ള സ്റ്റേജിലുള്ള ഒരു ഫയൽ കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരൊന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഗൂഗിൾ ഡ്രൈവിൽ നമുക്ക് DNG ചെയ്തു തരാം. അപ്പൊ ഈ DNGയുടെ പ്രത്യേകത എന്താണ്, അത് അങ്ങനെ വന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നവർക്ക് ആ സെറ്റിംഗ് കാണാനും കോപ്പി പേസ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. JPG ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മൊബൈലിൽ ഇമ്പോർട്ട് ചെയ്യുന്നവർക്ക് എന്ത് വേണം, ആ DNG ഫോർമാറ്റ് തന്നെയാണ്. ഇപ്പൊ ആപ്പിൾ യൂസേഴ്സ് ആണെങ്കിൽ DNG ഉണ്ടെങ്കിലേ ഈ സെറ്റിംഗ് അടക്കം മൂവ് ആവുള്ളൂ. അപ്പൊ DNGയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ നെഗറ്റീവ് എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഇതിനകത്ത് എന്താണ്, നമ്മുടെ ഒറിജിനൽ ഫയലും എഡിറ്റും ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഫയലിനെയാണ് എന്ത് പറയുന്നത്, DNG എന്ന് പറയുന്നത്. പിടിയോ, ഒറിജിനൽ ഫയൽ ഉണ്ടാവും. നിങ്ങൾ ഒരു ഫയലിനെ സേവ് കൊടുത്ത്, ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമേജ് എഡിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മറ്റൊരു കസ്റ്റമറിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ഡിസൈനറിന് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് JPG ആക്കുന്നതിനേക്കാളും DNG ആക്കിയാണ് കൊടുക്കുന്നതെങ്കിൽ, ഇപ്പൊ ഇതിന് ഞാൻ എന്ത് ചെയ്തു, ഒരു എഫക്റ്റ് ഞാനൊന്ന് അപ്ലൈ ചെയ്തു, എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ ഞാൻ കൊടുത്തു. അതിനുശേഷം ഞാൻ ഇതിനെ Ctrl+S കൊടുക്കുന്ന സമയത്ത് JPGക്ക് പകരം ഞാൻ DNG ഡിജിറ്റൽ നെഗറ്റീവ് എന്നാണെങ്കിൽ ഓക്കെ എന്ന് സേവ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വരും, ഇത്
ഒരു ലൊക്കേഷനിലേക്ക് ഇതിന്റെ ഒറിജിനൽ ഫയലും ഇതിന്റെ എഡിറ്റും കൂടെ നമുക്ക് മറ്റൊരു കസ്റ്റമറിന് കൊടുക്കാനായിട്ട് സാധിക്കും. അവർക്കത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, ഈ DNG ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവർക്ക് നമ്മൾ എന്തൊക്കെ മോഡിഫിക്കേഷൻ ആണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അതിനെ വീണ്ടും റീ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ എഡിറ്റ് കോപ്പി ചെയ്ത് മറ്റൊരു ഇമേജിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ അതിനെയാണ് DNG എന്ന് പറയുന്നത്. ഡിജിറ്റൽ അഡോബിയുടെ റോ ഫോർമാറ്റ് ആണ് DNG. പിടികിട്ടിയോ? സർ കിട്ടിയോ? ആ ഓക്കെ ഓക്കെ. സാർ പിന്നെ നമ്മളിപ്പോ കോപ്പി ചെയ്തിട്ട് ഇപ്പോ സാറ് DNG ഇപ്പൊ കോപ്പി ചെയ്തിട്ട് JPG കൊണ്ട് പേസ്റ്റ് ചെയ്തല്ലോ. അപ്പൊ അതില് നമ്മളെ എഫക്ട് മാത്രം എടുക്കാനുള്ള ഓപ്ഷൻ എന്താ പറഞ്ഞ? ആ ചെക്ക് നൺ ഇപ്പൊ നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇമേജ് എടുക്കാം നമുക്ക്. സോറി, ഇപ്പൊ ഏതെങ്കിലും ഒരു ഇമേജിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുക. ഇപ്പൊ സപ്പോസ് ഇതിലൂടെ നമ്മൾ പേസ്റ്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ ഏതെങ്കിലും ഒരു ഇമേജിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക്, ഡെവലപ്പ് സെറ്റിംഗ്, പേസ്റ്റ് സെറ്റിംഗ്. പേസ്റ്റ് ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? ചെക്ക് നൺ കൊടുത്തു, ഒന്നും വേണ്ട, എല്ലാം ഒഴിവാക്കി. ഒന്നും വേണ്ട. എന്നിട്ട് മാസ്കിങ് മാത്രം നമ്മൾ എന്നിട്ട് ഓക്കെ ചെയ്യുമ്പോൾ മാസ്ക് മാത്രമായിട്ട് ആ എഫക്ട് മാത്രം വരില്ലേ? ഇഫക്റ്റ് ഉണ്ടാവില്ല, നമ്മൾ കളർ ഗ്രേഡ് ഉണ്ടാവില്ല, മാസ്ക് മാത്രം വരും. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ സാർ. അപ്പൊ അതാണ് DNG XMB പ്രൊഫൈല്. രണ്ട് ഡിവൈസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിവൈസ് ഒന്ന് ഓഫ് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത സെക്ഷനിലോട്ട് വരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത സെക്ഷനാണ്. അപ്പോൾ ഞാനിത് യൂസേജ് ആണ് പറഞ്ഞത്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞത്. ഞാനെന്ന് പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ സ്പെഷ്യൽ സെഷനിലോട്ട്, അതായത് ഇമേജ് ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ഗ്ലോ ക്രിയേറ്റ് ചെയ്യാം. ഫോട്ടോഷോപ്പിൻ്റെ ഒരു ഫൈനൽ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് ഇമേജിനെ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഫൈനൽ റിസൾട്ട് നമുക്കറിയാം. നമ്മൾ ഈ ക്യാമറ റോയിൽ നിന്നിട്ട് ലൈറ്റ് റൂമിൽ നിന്ന് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണുന്ന ഒരു റിസൾട്ട് നമുക്ക് കുറച്ചൊന്നും ഡൗൺ ആയിട്ടാണ്, കുറച്ചും കൂടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മൊബൈലുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈ ലൂമിനൻസ് റേഞ്ച് ഉള്ള മൊബൈലുകളാണ്. അപ്പോൾ അത്രയും ലൂമിനൻസ് റേഞ്ച് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ. അപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി എക്സ്പോഷർ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ പരമാവധി ബാലൻസ് ചെയ്ത് ഇടാനായിട്ട് നോക്കുന്നത്. ഇപ്പം നമുക്ക് കുറച്ചും കൂടെ ഗ്ലോ ഉള്ള, കുറച്ചും കൂടെ റിച്ച് ആയിട്ടുള്ള ഇമേജുകളാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്, അല്ലേ? അപ്പം നമുക്ക് കളർ ഗ്രേഡ് ചെയ്തതിന് ശേഷമുള്ള ഒരു ഫൈനൽ റുട്ടീൻസ്, നമുക്ക് ഫൈനലി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എല്ലാം കൂടെ പറയാനുള്ള ഒരു സമയവും ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഇമേജിനെ ഒന്ന് കളർ ഗ്രേഡ് ചെയ്യാം. അപ്പോൾ കളർ ഗ്രേഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്കിന്ന്, എസ്പെഷ്യലി നമുക്ക് സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ ഹൈലൈറ്റുകൾ, വളരെ ഹൈ ആയിട്ടുള്ള ലൈറ്റുകളാണെങ്കിൽ അതിനെ ഒന്ന് മിനിമൈസ് ചെയ്യണം. ഓക്കെ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒന്ന് സ്കിൻ ഫൈൻ ചെയ്യാം. ഞാനിപ്പോൾ സ്കിൻ ഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പ്രീസെറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറേ അധികം പ്രീസെറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സ്കിൻ ഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കുറച്ചും കൂടെ ടൈം എടുക്കും. ഞാൻ കർവ് ചെയ്ത് വരുമ്പോഴത്തേന്, അതായത് ഓരോ ലൈറ്റ് ഏരിയാസിനും കണ്ടെത്തി കർവ് ചെയ്യുവാണ് സാധാരണ ഇതിൽ ചെയ്യുന്നത്. അത് നമുക്ക് ഈ സെക്ഷനിൽ പറയാനായിട്ടുള്ള ഒരു സാവകാശമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ IPCയുടെ സ്കിൻ എൻഹാൻസേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത പ്രീസെറ്റുകളാണ്. ഇത് വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്കത് എത്തിച്ചു തരാം. ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. ഈ ഒരു 8 മുതൽ 15 വരെയുള്ള സെക്ഷൻസ് നമുക്ക് കുറച്ച് മൈൻഡ് സെറ്റ് ഒക്കെ ഓഫ് ആണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. പല ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പുകൾ, പല കോസ്റ്റ്യൂം ഡ്രസ്സിന്റെ സെറ്റപ്പുകൾ, സ്കിന്നിന്റെ സെക്ഷൻസ് ഒക്കെ തന്നെ. അപ്പോൾ ഈ സ്കിന്നിന്റെ സെക്ഷനകത്ത് ഇവിടെ നമ്മൾ വരുമ്പോൾ സ്കിന്നിന്റെ സെക്ഷനകത്ത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 3 സെഗ്മെന്റുകളാണുള്ളത്. ഒന്ന് സ്കിൻ കർവിംഗ്, ഡോഡ്ജിങ് ആൻഡ് ബേണിംഗ് മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ എഫക്റ്റ്, നമ്മുടെ ക്ലാരിറ്റി അഡ്ജസ്റ്റ്മെന്റ് കൂടെ ഇതിൻ്റെ കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. വ്യത്യസ്ത മാസ്കുകളും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കിയാൽ ജസ്റ്റ് മൗസ് ഓവർ ചെയ്യുമ്പോൾ തന്നെ ആ സ്കിന്നൊന്ന് ലൈറ്റപ്പായി നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. ഐ ഒക്കെ ഒന്ന് ബ്രൈറ്റ് ആയി നല്ലൊരു ഡീറ്റെയിൽ വരുന്ന കാണാൻ പറ്റും. ഇതുപോലത്തെ 10 ഡിഫറെന്റ് സെറ്റിങ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മൗസ് ഓവർ ചെയ്തതിന് ശേഷം നമുക്കൊരു ജസ്റ്റ് ഒരു സ്കിൻ ഫൈനിങ്, ഇഷ്ടമുള്ള ഒരു സ്കിൻ ഫൈനിങ് മോഡൽ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ രണ്ടാമത്തെ സ്കിൻ ഫൈനിങ് മോഡലാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന്റെ മാസ്കുകൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ടാവും. എന്തൊക്കെ മാസ്കുകളാണ് കൊടുത്തിരിക്കുന്നതെന്ന്. നമുക്ക് ഇത്രയും മാസ്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഹെയറും ടീത്തും ലിപ്പും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്കിൻ ഫൈനിങ് മോഡലാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. എഴുതിയിട്ടുണ്ട് സോഫ്റ്റ് വിത്ത് ഐ, ലിപ്പ് ആൻഡ് ഹെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ 0-ൽ നിന്ന് ഇതാണ് 0,
നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് സോറി ഇതിന്റെ വാല്യൂ ഒന്ന് ഒരു 50% 60% ഇടുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഹൈലൈറ്റ് ഒക്കെ ഇതിന്റെ പ്രിവ്യൂ നമുക്ക് കാണാൻ പറ്റും. പി ബിഫോർ ആൻഡ് പി ആഫ്റ്റർ ഹൈലൈറ്റ് ഒക്കെ ഒന്ന് സ്മൂത്ത് ആയി ഷാഡോ ഒക്കെ ഒന്ന് ഫില്ലായി നല്ലൊരു സ്മൂത്ത് ട്രാൻസിഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാനത് ആദ്യം തന്നെ ആ സ്കിന്നൊന്ന് കറക്റ്റ് ചെയ്തു. ഇനിയും അതിനുശേഷം ഓവർ ബേൺ ആയിട്ടുള്ള ഏരിയ ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ ഓവർ ബേൺ ഏരിയ അല്ല, ഇതിപ്പം ഓവർ ബേൺ ഏരിയ ഉള്ളവർക്കൊന്ന് റീടച്ചും കൂടെ ചെയ്യാം. ഇവിടെ എവിടെയാണ് നമ്മുടെ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് 1 2 മൂന്നാമത്തെ ടൂള് റീടച്ച് ടൂൾ എടുത്തിട്ട് നടുക്കത്തെ, അതായത് ഹീൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിന്റെ 80% ഒന്ന് ഹീൽ ചെയ്തതിന് ശേഷം, ഇപ്പൊ ഇങ്ങനെയുള്ള ബിഗ് ഏരിയാസ് ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹീൽ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആ ഏരിയ ഒന്ന് ജസ്റ്റ് ബ്രൗസ് ചെയ്തിട്ട് ഏത് ഏരിയയിലാണോ ഹൈ ആയിട്ടുള്ള ലൈറ്റ് ഉള്ളത് അതിനെ ഒന്ന് ജസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ ഈ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഒരു ഏരിയയിൽ നിന്ന് പിക്ക് ചെയ്യും. ഈ സ്കിന്നിന്റെ ഈ ഏരിയ ആക്കി വേണ്ടിയിട്ടുള്ള സ്കിൻ ഏരിയ പിക്ക് ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള ഏരിയ നമുക്ക് ഇവിടെ നിന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ആ നിയറസ്റ്റ് ആയിട്ടുള്ള ഏരിയ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ആ ടെക്സ്ചർ അങ്ങോട്ട് വരും. ഒപ്പം നമുക്ക് ഇവിടെ ഒപ്പാസിറ്റി എന്ന് പറയുന്നത് 80%, അതായത് 80-70% കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്യാമറ റോയിൽ നിന്നിട്ട് സ്കിൻ ഓവർ ബേൺ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. 100% വേണ്ട, ആ സ്കിൻ ഒരു 80% അല്ലെങ്കിൽ ഒരു 70-60% കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ, ജസ്റ്റ് ബിഫോർ ആഫ്റ്റർ നോക്കി ഇത്രയും ഹൈ ലൈറ്റ് ഉണ്ടായിരുന്നു, ഞാൻ അവിടെ ഡൗൺ ചെയ്ത് ഒരു 80% മിക്സ് ചെയ്തെടുത്തു. ഓക്കെ, അപ്പൊ അത് പലപ്പോഴും പലർക്കും ആവശ്യമാണ്. ചെറിയ നോസിന്റെ എഡ്ജുകളും ഒക്കെ എന്ന് പറഞ്ഞാൽ ഹൈ ബേൺ ആണെങ്കിൽ അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു നടുക്കത്തെ ഹീൽ ഉപയോഗിച്ചുകൊണ്ട് ടെക്സ്ചർ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒരു 50% കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഹീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ ഉപയോഗിക്കാത്തവരൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പൊ അതിനുശേഷം നമുക്കൊരു കളർ ഇതിനകത്തോട്ട് കൊണ്ടുവരാം. ഞാനിപ്പോൾ പ്രൊഫൈൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനെ മാച്ച് ചെയ്യുന്ന ഒരു പ്രൊഫൈൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പം ഈ ഫസ്റ്റ് സെക്ഷൻ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് ആണ്. നമുക്ക് അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് സ്കിൻ ടോൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 10% 20% ഒക്കെ മൂഡ് മതിയാകും. ഈ ഇമേജിന് നമുക്ക് ആവശ്യമുള്ള ഒരു ലൈറ്റിംഗ് മീൻസ് കളർ ഗ്രേഡ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനിയും കളർ ഗ്രേഡ് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ സ്മൂത്ത് അല്ല, ഹൈലൈറ്റ് ഒക്കെ സ്മൂത്ത് അല്ല, ഷാഡോ ഡെപ്ത് ഒക്കെ സ്മൂത്ത് അല്ല എങ്കിൽ ഇപ്പൊ ഈ ഡ്രസ്സിനും കൂടെ നമുക്കൊരു ഡെപ്തിൽ ഒന്നുകൂടെ ഒരു ഡീറ്റെയിലും കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നമുക്കൊരു അല്പം കൂടെ ലൈറ്റ് ഒന്ന് കുറയ്ക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാസ്കിലോട്ട് ഒന്നുകൂടെ വരാം. ഇവിടെ പ്രീസെറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്രീസെറ്റിനകത്ത് നമുക്ക് ക്ലോത്ത് എൻഹാൻസസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ക്ലോത്ത് എൻഹാൻസസിൽ വരികയാണെങ്കിൽ നമുക്ക് വളരെ ജസ്റ്റ് മൗസ് ഓവർ ചെയ്യുമ്പോൾ തന്നെ കളർ പോപ്പ് കൊടുത്തിട്ടുണ്ട്, എൻഹാൻസ് കൊടുത്തിട്ടുണ്ട്, ക്ലോത്തിങ് ടെക്സ്ചർ ബൂസ്റ്റ്. ഞാൻ മോസ്റ്റ് ഓഫ് ഓൾ ക്ലോത്തിങ് ടെക്സ്ചർ ബൂസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലോത്തിന്റെ മാസ്ക് നമുക്ക് ഇവിടെ കിട്ടി. ഒപ്പം നമുക്കിവിടെ ടെക്സ്ചർ, അപ്പോൾ നമുക്ക് ടെക്സ്ചർ ലെവൽ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലോത്തിന് പെട്ടെന്ന് ഇങ്ങനത്തെ പ്രീസെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടോ, അധികം സമയം കളയാതെ നമുക്ക് ടെക്സ്ചർ നമുക്ക് ആഡ് ചെയ്ത് ഡീറ്റെയിൽ ആഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിനും കൂടെ ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് 6:30 to 8 o'clock ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ലിങ്ക് അയച്ചു കൊടുത്തു. കുഴപ്പമില്ല, ഇത് നിന്നോളൂ, കണ്ടിന്യൂ ചെയ്ത് നോക്കാം. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ബാക്ക്ഗ്രൗണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഷാഡോ ഫില്ലിങ്ങും കൂടെ നമുക്ക് ഇവിടെ ചെയ്യാം. അത്രയും ഡെപ്ത് വേണ്ട. സോ ഞാനൊരു ജസ്റ്റ് ഒരു എക്സ്പോഷർ ലെവലും കൂടെ ഞാനൊന്ന് കറക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഇത്രയും ഞാൻ ജസ്റ്റ് ചെയ്തെടുത്തേക്കാണ്. അപ്പൊ അതിനുശേഷം നമുക്ക് എന്ത് വേണം, നമുക്ക് ഇതിനെ സിങ്ക്രണൈസ് ചെയ്യണം. 2 ഇമേജാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ 5 ഇമേജാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. 5 ഇമേജിലേക്കും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, സിങ്ക്രണൈസ് ചെയ്യുന്നത്. എങ്ങനെയാ സിങ്ക്രണൈസ് ചെയ്യുക, ഒരു ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം എത്ര ഇമേജുകളുണ്ടോ, എഡിറ്റ് ചെയ്ത ഇമേജ് ആയിരിക്കണം ആക്റ്റീവായിട്ട് നിൽക്കേണ്ടത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ഇമേജുകളും കൂടെ കൺട്രോൾ ചെയ്യാൻ കൊടുത്ത് എല്ലാം കൂടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം, റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സിങ്ക് സെറ്റിംഗ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം ഇപ്പോൾ ഇവിടെ എല്ലാ ഓപ്ഷനും സിങ്ക് സെറ്റിംഗ്സിനകത്ത് എന്തൊക്കെയാണ് സിങ്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മാസ്കിങ് എനേബിൾ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ മൾട്ടിപ്പിൾ മാസ്കിങ് ഈ സ്കിന്നിന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ബാക്ക്ഗ്രൗണ്ടിനും ഡ്രസ്സിനും കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ജസ്റ്റ് ഓക്കെ എന്ന് കൊടുത്തു കഴിയുമ്പോൾ 5 ഇമേജ് ഉണ്ടെങ്കിൽ 5 ഇമേജിനകത്തോട്ടും സിങ്ക് ചെയ്ത് കിട്ടും. ആ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ എടുത്ത് നോക്കിയതിന് ശേഷം ജസ്റ്റ് എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുത്താനുണ്ടെങ്കിൽ ബിഫോർ ആഫ്റ്റർ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താനുണ്ടെങ്കിൽ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാം. ജസ്റ്റ് എ സെക്കൻഡ്. ആഫ്റ്റർ ഓക്കെ, അപ്പോൾ ഇച്ചിരി എക്സ്പോഷർ കൂടുതലായിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ഷാഡോ, ഒരു പൊടിക്ക് ഷാഡോ ഫില്ല് ചെയ്ത് നമ്മളൊന്ന് ബാലൻസ് ചെയ്തെടുക്കും.
ഓക്കെ, ഞാൻ ഈ ഹിസ്റ്റോഗ്രാം ആണ് കൂടുതൽ എക്സ്പോഷർ കറക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിസ്റ്റോഗ്രാം നോക്കി, ഈ ഹിസ്റ്റോഗ്രാമിന്റെ ലൈറ്റ് ഡിവിഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ. ബ്ലാക്ക്, ഷാഡോസ്, എക്സ്പോഷർ, ഹൈലൈറ്റ് ആൻഡ് വൈറ്റ്. ഇതെന്താന്ന് വെച്ചാൽ എവിടെ നിന്നാലും നമുക്ക് ഈ ഹിസ്റ്റോഗ്രാം ഉണ്ട്. നമ്മൾ മാസ്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ മാസ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പോഷർ ലെവൽ മോഡിഫൈ ചെയ്യണമെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് മാസ്ക് വർക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പൊ തന്നെ ഓവറോൾ എക്സ്പോഷർ ലെവൽ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ ഹിസ്റ്റോഗ്രാമിൽ നമുക്ക് വർക്ക് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ ഷാഡോ ഫീലിംഗ് ഈ 5 ലൈറ്റിനെ ഡിവൈഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ 5 ഡിവിഷൻസും ബേസിക് കറക്ഷനകത്തെ ബ്ലാക്ക്, ഷാഡോസ്, എക്സ്പോഷർ, ഹൈലൈറ്റ് ആൻഡ് വൈറ്റ്, ഈ 5 സെഗ്മെന്റും നമുക്ക് ഏത് ടൂൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂളാണ് ടാർഗറ്റ് അഡ്ജസ്റ്റ്മെന്റ് ടൂൾ. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ റൈറ്റ് ക്ലിക്ക് ടാർഗറ്റ് അഡ്ജസ്റ്റ്മെന്റ് ടൂൾ എനേബിൾ ആയി കിട്ടും. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂ, സാച്ചുറേഷൻ ആൻഡ് പാരാമെട്രിക് കർവ് ഇതുണ്ട്. ലൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ പോയിന്റ് കർവിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ പാരാമെട്രിക് കർവ് ആണ്. കാരണം പോയിന്റ് കർവിൽ അടുപ്പിച്ചടുപ്പിച്ച് പോയിന്റുകൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ പറയുക, അൺവാണ്ടഡ് മോഡിഫിക്കേഷൻസ് വരും. അതിനേക്കാൾ നല്ലത് പാരാമെട്രിക് കർവാണ്. പാരാമെട്രിക് കർവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഏരിയയിലാണ് ഇപ്പൊ ഈ ഡ്രസ്സിന്റെ ലൈറ്റ് ആണ് കൺട്രോൾ ചെയ്യേണ്ടെങ്കിൽ ഡ്രസ്സിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം ആ ഏരിയയിൽ ടോണൽ റേഞ്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ കുറയ്ക്കാം. അതുപോലെ സ്കിന്നിന് നമുക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ സ്കിന്നിന്റെ ഏരിയയിൽ നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഗ്രീൻ ഏരിയയുടെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച്. പക്ഷെ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലായിടത്തും വരും. ഓക്കെ, പക്ഷെ എന്നാലും ടോണൽ മീൻസ് ഫൈനലി ഒന്നുകൂടെ ഒന്ന് അപ്പ് ചെയ്യാനും മാനേജ് ചെയ്യാനും നല്ലതാണ് റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം പാരാമെട്രിക് കർവിലെ പോയിന്റ് കർവ് ഉപയോഗിച്ചുകൊണ്ട് ഇമേജിൽ നിന്ന് തന്നെ ടോണാലിറ്റി നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഹോൾഡ് ആൻഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമുക്ക് എത്ര ഡെപ്ത് വേണം അല്ലെങ്കിൽ ലൈറ്റ് വേണം അതിനനുസരിച്ച് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, മോഡിഫൈ ചെയ്ത് ബാലൻസ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ടൂളാണ്. അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ വരുന്ന ഓപ്ഷൻസ് ആണ് ഹ്യൂ, സാച്ചുറേഷൻ ആൻഡ് ലൂമിനൻസ് അല്ലെ. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂവും സാച്ചുറേഷൻ ലൂമിനൻസ് ഇതിന്റെ കൂടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഹ്യൂ ഒക്കെ ഇപ്പൊ ഗ്രീന്റെ ഹ്യൂ ഒക്കെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റിലേക്ക് മൂവ് ചെയ്ത് മോഡിഫൈ ചെയ്യണമെങ്കിൽ ഇതിന്റെ ഹ്യൂ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ക്യാൻവാസിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൈൻ ട്യൂണറാണ് ഈ ടാർഗറ്റ് അഡ്ജസ്റ്റ്മെന്റ് ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കൺട്രോൾ ചെയ്ത് കൊടുത്തു. അപ്പൊ ഇത് രണ്ടും ഞാൻ എന്ത് ചെയ്യാൻ പോകാം, ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്രേഡ് ചെയ്തതിന് ശേഷം ഫോട്ടോഷോപ്പിലേക്ക് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓപ്പൺ എന്ന് കൊടുത്തു കഴിയുമ്പോൾ 2 ഇമേജ് സെലക്ട് ഓൾ കൊടുത്തിട്ടുണ്ട്. സെലക്ട് ഓൾ കൊടുത്തിട്ടുള്ളതുകൊണ്ട് 2 ഇമേജ് എന്ത് ചെയ്യും. അപ്പൊ നമ്മൾ ഫോട്ടോഷോപ്പിലേക്ക് വരികയാണ്. ഇത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സെഷനാണ്. ഇപ്പൊ ഞാൻ ഈ ഫോട്ടോഷോപ്പിലേക്ക് പറയാൻ പോകുന്നത്. ബിക്കോസ് നമ്മള് പലരും പരീക്ഷിച്ച് നോക്കാത്ത ഒരു ടോണൽ അഡ്ജസ്റ്റ്മെന്റ് സെറ്റിംഗ്സിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാനായിട്ട് പോകുന്നത്. അപ്പം ഇമേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫോട്ടോഷോപ്പിൽ ഇമേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കറിയാം സ്കിൻ ഫൈനിങ്, പലരും സ്കിൻ ഫൈനിങ് ചെയ്യാറുണ്ട്. 2-3 ജോലികൾ ചെയ്യാറുണ്ട്. സ്കിൻ ഫൈനിങ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കർവ് അഡ്ജസ്റ്റ്മെന്റും ബാക്കിയുള്ള കളർ അഡ്ജസ്റ്റ്മെന്റും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു സെറ്റിംഗ്സ് നമുക്ക് ഈ പ്രാവശ്യം തൊട്ട് നിങ്ങളൊന്ന് പഠിച്ചിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് എല്ലാവർക്കും കുറച്ചും കൂടി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന റിസൾട്ട് ആണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിനോടൊപ്പം തന്നെ ഒരു ഇൻഫർമേഷനും കൂടെ പാസ് ചെയ്യാമെന്ന് വിചാരിച്ചത് നമ്മുടെ യൂസേഴ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഞാനിവിടെ ഇപ്പൊ എനിക്ക് വേണ്ടത് ഈ ഇമേജിന് ഒരു സ്പെഷ്യൽ ഗ്ലോ ആൻഡ് ഡെപ്ത് ലെവൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ഓപ്ഷനാണ് ഞാനിവിടെ ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ എക്സിബിഷൻ വന്നപ്പോൾ പറഞ്ഞായിരുന്നു ഞാനൊരു വർക്ക് ഫ്ലോ ഞാനൊരു ആക്ഷൻ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ആക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഓപ്ഷനാണ് ഈ സ്പെഷ്യൽ ടോൺ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ ടോൺ ലൈറ്റിംഗ് അഡ്ജസ്റ്റ്മെന്റ് ഗ്ലോ കൊടുക്കാൻ വേണ്ടി, സ്പെഷ്യലി ഇമേജിന് നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ലെയർ പാനലിൽ നമുക്ക് ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കാം. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വീണ്ടും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് Ctrl+J കൊടുത്ത് ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുത്തു. അതിനുശേഷം ഇതിനെ വേണമെങ്കിൽ ഒന്ന് കൺവേർട്ട് ടു റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയാണെങ്കിൽ ആ അഡ്ജസ്റ്റ്മെന്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പം എന്തൊക്കെ 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് Ctrl+J ഡ്യൂപ്ലിക്കേറ്റ് ആൻഡ് റൈറ്റ് ക്ലിക്ക് ആൻഡ് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്മാർട്ട് ഒബ്ജക്റ്റ് അവിടെ ആയിട്ട് ആ ലെയർ കിടന്നോളും. ഓക്കെ, അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യണം, നേരെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇമേജിനകത്തുനിന്ന് അഡ്ജസ്റ്റ്മെന്റിനകത്തുനിന്ന് ഷാഡോസ് ആൻഡ് ഹൈലൈറ്റ് എന്ന് പറയുന്ന ഫീച്ചറാണ് വേണ്ടത്. അപ്പൊ ഷാഡോസ് ആൻഡ് ഹൈലൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ സാധാരണ രീതിയിൽ ഷാഡോസ് ആൻഡ് ഹൈലൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റുക അല്ലെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല,
ഇത് ഷോ മോർ ഓപ്ഷൻസ് എന്ന് കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടാൻ ഷാഡോസ് ആൻഡ് ഹൈലൈറ്റിന്റെ അഡ്വാൻസ്ഡ് ഫീച്ചർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നോർമലി ഈ ഷാഡോസിന്റെയും ഹൈലൈറ്റിനെയും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ മാത്രമായിരിക്കും നമുക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഷോ മോർ ഓപ്ഷൻസ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നോക്കിക്കേ, നമുക്ക് കുറേ അധികം കൺട്രോളുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇമേജിലെ ഷാഡോസിനെയും ഹൈലൈറ്റിനെയും മിഡ് ടോണിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അഡ്വാൻസ്ഡ് ഓപ്ഷൻസിലേക്ക് നമ്മൾ എത്തി. ഓക്കെ, ഇത്രയും വരെ പിടികിട്ടിയോ? ഇമേജിനകത്ത് നിന്ന് ഷാഡോസിനകത്ത് ഇമേജിനകത്ത് അഡ്ജസ്റ്റ്മെന്റിനകത്ത് നിന്ന് ഷാഡോസ് ആൻഡ് ഹൈലൈറ്റ്സ്. ഓക്കെ, ഇവിടെ 2 സെക്ഷൻസ് ആണ് മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഷാഡോ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്, 2 ഹൈലൈറ്റ് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്, മൂന്നാമതായിട്ട് കളർ, മിഡ് ടോൺ, ബ്ലാക്ക് ക്ലിപ്പ് ആൻഡ് വൈറ്റ് ക്ലിപ്പ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ക്ലിപ്പ് ആൻഡ് വൈറ്റ് ക്ലിപ്പ് എന്ന് പറയുന്ന സെഷനാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് തുടക്കം തൊട്ട് പരിശോധിക്കാം. ഓരോ സെഷനും എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പം ഇമേജിൽ എത്ര ഷാഡോ ഓപ്പൺ ആവണം, ഇവിടെ ഷാഡോ സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും എത്ര ഷാഡോ ഓപ്പൺ ആകണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ് സ്ലൈഡറാണ് നോർമലി ഷാഡോസ് എന്ന് പറയുന്നത്. നമുക്ക് കണ്ടു കഴിയുമ്പോഴത്തേനും മനസ്സിലാവും, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന, നിങ്ങൾ ഉപയോഗിച്ചേക്കുന്ന ഓപ്ഷനും ആയിരിക്കാം ഈ ഷാഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ടോൺ എന്ന് പറയുന്നത് നമുക്ക് എത്ര ഏരിയയിലോട്ട് എക്സ്പാൻഡ് ആവണം എന്നുള്ളതാണ്. ഇതിന്റെ ഏരിയ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടോൺ എന്ന് പറയുന്ന സെക്ഷൻ ഉപയോഗിക്കുന്നത്. 2 റേഡിയസ്, എത്ര മിക്സ് ആകണം, ബ്ലെൻഡ് ആവണം, ഫെദർ പോലെ എത്ര ബ്ലെൻഡ് ആവണം എന്നുള്ള ഓപ്ഷനാണ് ഈ റേഡിയസ് ഉപയോഗിച്ച് കൊടുക്കുന്നത്. അപ്പൊ റേഡിയസ് ടോൺ വളരെ കുറച്ച് ഓപ്പൺ ആകുന്നതിനനുസരിച്ച് എന്താ ഏരിയ കൂടിക്കൊണ്ടിരിക്കും. സാധാരണ ടോൺ 0 ഇടാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മാക്സിമം ഡിറ്റക്റ്റഡ് ബ്ലാക്ക് ഏരിയയ്ക്ക് മാത്രം ഓപ്പൺ ചെയ്താൽ മതി എന്നുള്ളതാണ് ഈ ടോൺ കുറച്ച് കൊടുക്കുന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. ടോൺ കൂട്ടുമ്പോൾ പിന്നെ ഏരിയ അങ്ങോട്ട് മാറും. ഷാഡോ ഏരിയയിൽ നിന്ന് ഹൈലൈറ്റിലോട്ടും അടുത്തടുത്ത ഹൈലൈറ്റ് ഏരിയയിലോട്ട് കൂടുതൽ ഏരിയയിലോട്ട് എന്താവും, ഈ ലൈറ്റ് ഓപ്പൺ ആകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ടോൺ വളരെ കുറച്ചിടും. ഷാഡോസ് നമുക്ക് ആവശ്യത്തിന് കൂട്ടാൻ പറ്റും. പക്ഷെ ഇതല്ല അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഞാൻ ഈ സ്ലൈഡിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. റേഡിയസ് എന്ന് പറയുന്നത് മിക്സറാണ്, മിക്സിംഗ് ആണ്. ഫെദർ കൊടുക്കുന്ന പോലെ എത്ര ബ്ലെൻഡ് ആയിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് റേഡിയസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആവശ്യമുണ്ട് ജസ്റ്റ് ഒന്ന് ഒരു 20% 30% ഓപ്പൺ ആക്കി വെച്ചേക്കുക. ബാക്കി ടോൺ 0 ഇട്ടേക്കുക. റേഡിയസ് നമുക്ക് മാക്സിമം കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ മാക്സിമം ബ്ലെൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം രണ്ടാമത് ഹൈലൈറ്റ് ഇതുപോലെ തന്നെയാണ്. എത്ര ഹൈലൈറ്റ് കട്ടാവണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോൺ എന്ന് പറയുന്നത് റേഞ്ച് ഏരിയ ആണ്. ഇവിടെ ഹൈലൈറ്റ് അധികം ഇല്ല, അതുകൊണ്ട് നമുക്ക് ഹൈലൈറ്റിലുള്ള മോഡിഫിക്കേഷൻ കാണാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഹൈലൈറ്റ് കൂടുതലുള്ള ഇമേജ് ആണെങ്കിൽ അത് റെഡ്യൂസ് ആകും. നമുക്ക് ഇവിടെ ഹൈലൈറ്റ് കുറവാണ്. ഇവിടെ അതിന്റെ ആവശ്യമില്ല, നമുക്ക് ഇപ്പൊ തൽക്കാലം അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ടോൺ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ടോൺ എത്ര ഏരിയയിലോട്ട്, അതായത് ഹൈലൈറ്റിൽ നിന്ന് തിരിച്ച് ഷാഡോയിലേക്ക് എന്തോരം ഓപ്പൺ ആക്കി കൊടുക്കണം, എന്തോരം കൊടുക്കണം എന്നുള്ളതാണ് ടോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ടോൺ കുറച്ചിട്ടേക്കുക. റേഡിയസ് എന്ന് പറയുന്ന അതും ഹൈലൈറ്റ് ഏരിയയും ഷാഡോ ഏരിയയും തമ്മിലുള്ള ബ്ലെൻഡിങ് എത്ര വേണമെന്നാണ്. അതുകൊണ്ട് നമുക്ക് ബ്ലെൻഡിങ് ഇവിടെ കൂട്ടിയിടണം. അപ്പൊ നോർമലി ചെയ്യുമ്പോൾ ഇമേജിനകത്ത് നമ്മൾ ഷാഡോസ് ഓപ്പൺ ആക്കാനായിട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേന് ഈ സെറ്റിങ്സിനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കി ഏറ്റവും താഴെ ഷാഡോസ് കുറച്ചൊന്ന് ഓപ്പൺ ആക്കി ഇട്ടതിന് ശേഷം ഏറ്റവും താഴെയുള്ള ബ്ലാക്ക് ക്ലിപ്പ് ആൻഡ് വൈറ്റ് ക്ലിപ്പ്, ഇതാണ് എക്സ്ട്രാ ലൈറ്റ് അല്ലെങ്കിൽ ലൂമിനൻസ് ഡെപ്ത് കൊണ്ട് തരാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 അഡ്ജസ്റ്റ്മെന്റ് സ്ലൈഡറുകൾ. നമ്മൾക്ക് ഇവിടുന്ന് ബ്ലാക്ക് ക്ലിപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഇമേജിന്റെ ഡെപ്ത് ലെവൽ നല്ല ഹൈ ആയിട്ട് അപ്പ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നോക്കി എത്ര ഇപ്പൊ ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്ക് നോക്കാം. ബിഫോർ ആൻഡ് ആഫ്റ്റർ എത്ര ഡെപ്ത് ആയിട്ടുള്ള എന്ത് കൊടുക്കാൻ പറ്റും, ബ്ലാക്ക് ക്ലിപ്പ് കൊടുക്കാനായിട്ട് നമുക്ക് ഇവിടെ പറ്റും. ഇത്രയൊന്നും ആവശ്യമില്ല, ഞാനത് ഒന്ന് കുറച്ച് നമുക്ക് ആവശ്യമില്ല. അത് ക്ലിപ്പിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന, സാധാരണ ഈ ക്ലിപ്പിംഗ് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റ് സ്ലൈഡിൽ ഷാഡോസും ഹൈലൈറ്റും ഒക്കെ ഉപയോഗിക്കാറ്. എന്നാൽ ഇവിടെ എക്സ്ട്രാ ക്ലിപ്പിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് എന്ത്, ബ്ലാക്ക് ക്ലിപ്പ് ആൻഡ് വൈറ്റ് ക്ലിപ്പ് എന്ന് പറയുന്നത്. അതായത് ഡാർക്ക്നെസ്, ഡീറ്റെയിൽ ലോസ് ഉള്ള ഏരിയ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന എഫക്റ്റ് ആണ് എന്ത്, ഒരു സ്പെഷ്യൽ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ബ്ലാക്ക് ക്ലിപ്പ് നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്തു നോക്കി, ഇത്ര ഡെപ്ത് വരെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വൈറ്റ് ക്ലിപ്പാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വൈറ്റ് ക്ലിപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് ഇമേജ് എക്സ്ട്രാ ലൈറ്റിങ്ങിലോട്ട് വരും. അപ്പൊ എക്സ്ട്രാ ലൈറ്റിങ്ങിലോട്ട് വരും എന്നത് വേറെ കാര്യം. പക്ഷേ ടോപ്പ് ഹൈലൈറ്റ് ഏരിയാസ് ബേൺ ആവാനായിട്ടുള്ള സാധ്യത ഇതിനകത്ത് വളരെ കൂടുതലാണ്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് അവിടെ നിൽക്കട്ടെ. കൺട്രോളിനെ കുറിച്ച് ഞാൻ അടുത്ത
അഡ്ജസ്റ്റ്മെന്റ്സ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ നോക്കുന്ന മിഡ് ടോൺ ലെവൽ, നമ്മുടെ മിഡ് ടോൺ ലെവലിൽ എത്ര ലൈറ്റ് നമുക്ക് വേണം എന്നുള്ളതാണ്. അപ്പോൾ വൈറ്റ് ക്ലിപ്പ് നമുക്ക് എത്ര വേണമെങ്കിലും അധികം കൂട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ബേൺ ആയിപ്പോവും. അപ്പോൾ നമ്മൾ ബേൺ ആകുന്ന സ്റ്റേജ് വരെ കൊണ്ടുപോയിട്ട് കുറച്ച് കുറച്ച് ഏറ്റവും ബേൺ ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജ് വരെയാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുക. നമുക്ക് ദാ ഈ ഒരു ലെവൽ വരെ ഇതിനകത്ത് 1.18, ഇവിടുന്ന് നമുക്കിനി വീണ്ടും 1.2 വേണമെങ്കിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ 1.3 നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് വളരെ മിനിമൽ വാല്യൂസ് ആയിരിക്കണം ഹൈലൈറ്റിൽ ഉപയോഗിക്കുന്നത്. ചിലതിനകത്ത് 10, 20 ഒക്കെ നമുക്ക് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട് ചില ഇമേജുകളിൽ. പക്ഷെ ഇങ്ങനത്തെ ഇമേജുകൾ ഇതിപ്പോൾ ഓൾറെഡി ബ്രൈറ്റ്നസ് ഉള്ളത് കൊണ്ട് 1.3, 1 ഒക്കെ ചിലതിനകത്ത് 0.2, 0.4 ഒക്കെ വരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, 0.2 ജസ്റ്റ് പോയിന്റ്. അപ്പൊ നമ്മളിവിടെ മാനുവലായിട്ട് 1 ഒക്കെ ഇട്ടുമ്പോൾ ബേൺ ആയിട്ടുണ്ടെങ്കിൽ അതിനെ കുറച്ച് എന്ത് ഇടണം, 0.2, 0.3 ഒക്കെ ആക്കി ഇടണം. 0.4, 0.5, 1, 1 തൊട്ട് എത്രയാണ്, അതായത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക ബേൺ ആയി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് ബേണിങ് സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് അതിനെ എന്ത് ചെയ്യാം, മാസ്ക് ചെയ്ത് കളയാം. ഓക്കെ, നമുക്കത് ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്ക് ഈ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ഗ്ലോ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. സാധാരണ കർവ് ഉപയോഗിച്ച് കിട്ടാത്ത ഒരു എഫക്റ്റ് ആണ് ഈ ഒരു സ്പെഷ്യൽ ഗ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കേണ്ട കാര്യമാണ്. പിന്നെ ബേൺ ആകും ഇമേജ്, ഞാൻ എപ്പോഴേ പറഞ്ഞേക്കാം, ഇമേജ് ആവശ്യത്തിൽ കൂടുതൽ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ബേൺ ആയി പോകും. ആ ബേൺ ആകുന്നതിന്റെ തൊട്ട് താഴത്തെ വാല്യൂ വരെയാണ് ഇത് അഫോർഡ് ചെയ്യുള്ളൂ. അതിന് മുകളിലോട്ട് ഉപയോഗിക്കരുത്. ഉപയോഗിച്ചിട്ട് നമ്മൾ പിന്നെ എറൈസ് ചെയ്ത്, എസ്പെഷ്യലി സ്കിന്നിൽ ഉപയോഗിക്കരുത്. ബാക്കി ഏരിയയിലോട്ടൊക്കെ വന്നാലും നമുക്ക് വിഷയമില്ല. സ്കിന്ന് നമുക്ക് എന്ത് ചെയ്യണം, 1.5 വരെയാണ് ഇത് ഉപയോഗിക്കുക. സ്കിൻ ആ ബേൺ ചെയ്യാൻ തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് 1.3, 1.2 അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ച് ഏതാണ് മിനിമൽ ലെവൽ നമുക്ക് ആ മൂഡ് കിട്ടുന്നത് ആ ഒരു ലെവലിൽ നിർത്തിയേക്കുക. ബാക്കി ഡ്രസ്സ് ഏരിയയിലൊക്കെ ഉള്ളതൊക്കെ എന്ത് ചെയ്യാൻ നമുക്ക് മാസ്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഇവിടുന്ന് ബിഫോർ ആഫ്റ്റർ കൊടുത്തു. നമ്മൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓക്കെ കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോൾ സ്മാർട്ട് ഫിൽട്ടർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ മാസ്ക് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു മാസ്കും കൂടെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ബ്രഷ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമുള്ള ഏരിയ അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുന്ന, എസ്പെഷ്യലി ഹൈലൈറ്റ് ചെയ്യുന്ന ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടൊരു മെത്തേഡ് ഉണ്ട്. ഞാൻ ഈ ആക്ഷൻ ഇടുന്നുണ്ട്, ഈ ആക്ഷനകത്ത് ഞാനൊരു മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ മാസ്കിന്റെ അഡ്വാൻസ്ഡ് മാസ്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്വാൻസ്ഡ് മാസ്കിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ലെയർ ഏരിയയിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ അണ്ടർലൈൻ ലെയറിന്റെ ഹൈലൈറ്റ് ഏരിയയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഓൾട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ച് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഇതിനെ ബ്ലെൻഡ് ചെയ്ത് ഹൈലൈറ്റ് കട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നോക്കി, ഹൈലൈറ്റിൽ നിന്ന് കട്ടായി. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ബിഫോർ ആഫ്റ്റർ കണ്ടോ, ഈ ഹൈലൈറ്റ് ഏരിയയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഹൈലൈറ്റ് ഏരിയയിലേക്ക് വന്നിരിക്കുന്ന എഫക്റ്റ് വളരെ ഫാസ്റ്റ് ആയിട്ട്. അതെങ്ങനെയായിരുന്നു ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ ലെയർ നെയിം കഴിഞ്ഞതിന് ശേഷമുള്ള ഗ്രേ ഏരിയയിൽ എവിടെയും ഡബിൾ ക്ലിക്ക് ചെയ്യുക, ബ്ലെൻഡിങ് ഓപ്ഷൻ വരും. ബ്ലെൻഡിങ് ഓപ്ഷനിനകത്ത് അഡ്വാൻസ്ഡ് ബ്ലെൻഡിങ് മോഡ് ഉണ്ട്. അതിന്റെ താഴെ കറണ്ട് ലെയറും ഉണ്ട്, അണ്ടർലൈൻ ലെയറും ഉണ്ട്. അപ്പൊ അണ്ടർലൈൻ ലെയറിന്റെ ഹൈലൈറ്റ് ഏരിയ ഓൾട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ച് ക്ലിക്ക് ചെയ്ത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. അതിനുശേഷം ലെഫ്റ്റിലേക്ക് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഒരു വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. പക്ഷേ ഇതിനകത്ത് വരുന്ന ഒരു പോരായ്മ എന്ന് പറയാം, നമുക്ക് ആ പ്രസൻസ് അങ്ങ് പോകും. ഇപ്പൊ നോക്കി, ആ ചെറിയൊരു പ്രസൻസ് എങ്ങോട്ടുണ്ടായിരുന്നു, സ്കിൻ ടോണിലോട്ടും ഉണ്ടായിരുന്നു. ആ പ്രസൻസ് പോകുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അത്ര പ്രശ്നമില്ല. പക്ഷെ പോകുന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാതിരിക്കുക. ഡ്രസ്സുകളിലേക്കൊക്കെയാണ് ഇത് കൂടുതൽ പോയേക്കുന്നതെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു മാസ്ക് ഇട്ടിട്ട് ബ്രഷ് ടൂൾ ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് മാസ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഏരിയ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലോ എന്ന് കുറച്ച് കൊടുത്തിട്ട്, ബ്രഷിന്റെ ഫ്ലോ എന്ന് കുറച്ച് കൊടുത്തിട്ട് ആ ഏരിയ മാത്രം ഒന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത്. അത്രയും തന്നെ വേണ്ട ഫ്ലോ, ജസ്റ്റ് ഒരു 20 ഒക്കെ മതിയാവും അല്ലെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഫ്ലോ കുറച്ച് ഒന്ന് എറൈസ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഹൈ ആയിട്ട് എറൈസ് പോകുന്ന ഏരിയയിൽ മാത്രം ഒന്ന് ഫ്ലോ കുറച്ച് ബ്രഷ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പൊ ഇത്രയും ഗ്ലോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് AI കളറിങ്. ഇവിടെ നോക്കി, നമ്മുടെ AIയുടെ എന്താ കോണ്ടെക്സ്റ്റ് ടൂൾ ടാസ്ക് ബാർ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കോണ്ടെക്സ്റ്റ് ടാസ്ക് ബാറിനകത്ത് ഏറ്റവും താഴെ ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കളർ ബട്ടൺ കാണാൻ പറ്റും അല്ലെ. അഡ്ജസ്റ്റ് കളേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത്
ഈ അഡ്ജസ്റ്റ് കളർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓപ്ഷൻ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്ജസ്റ്റ് കളർ എടുത്തു കഴിയുമ്പോഴത്തേനും നമ്മുടെ ക്യാൻവാസിലുള്ള കളറുകൾ ഡിക്റ്റേറ്റ് ചെയ്ത് നമുക്ക് മുകളിൽ കിട്ടും. ഇതൊരു നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ ഇത് പുതിയ CC ലേറ്റസ്റ്റ് വേർഷനിലാണ് ഈ ഫീച്ചർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഗ്രീൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രീനിന്റെ ഹ്യൂ മാത്രം നമുക്ക് ഇതിനകത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കൺട്രോൾ ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ ലൂമിനൻസ് ലെവല്, അതിന്റെ സാച്ചുറേഷൻ ലെവലുകൾ നമുക്ക് ഒന്നുകൂടെ, ലൈറ്റ് ലെവലുകളൊക്കെ ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാം. സ്കിൻ ടോൺ ഇതുണ്ട്, സ്കിൻ ടോൺ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്കിൻ ടോൺ നമുക്ക് സെലക്ട് ചെയ്തിട്ട് സ്കിൻ ടോൺ സാച്ചുറേഷൻ നമുക്ക് വേണമെങ്കിൽ പൊട്ടിക്കൊന്ന് ഡൗൺ ചെയ്ത് അതിനെ ഒന്ന് സ്മൂത്ത് ആയിട്ടുള്ള ഒരു 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 എന്താ പറയാ, നമുക്കൊരു മിൽക്കി മൂഡിലുള്ള ഒരു സ്കിൻ ടോണിലോട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിന്റെ ലൂമിനൻസ് അഡ്ജസ്റ്റ്മെന്റ്, ലൈറ്റ് ഹ്യൂ ഷിഫ്റ്റ് ചെയ്യണമെന്നില്ല. ചിലർക്ക് ഒന്ന് ജസ്റ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ല ഒരു മൂഡ് കിട്ടും. ഹ്യൂ ഞാൻ അധികം റെക്കമെൻഡ് ചെയ്തില്ല, കാരണം ഓൾറെഡി നമ്മൾ കളർ ഗ്രേഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഇമേജ് ആണ്. പിന്നെ ആ കളർ മാറ്റേണ്ട കാര്യമില്ല, സ്കിൻ ടോൺ ഹ്യൂ ചേഞ്ച് ചെയ്യേണ്ട കാര്യം പലപ്പോഴും വരുന്നില്ല. ലൈറ്റ് സ്കിൻ ടോൺ ഇവിടെ കിടപ്പുണ്ട്. ലൈറ്റ് സ്കിൻ ടോണിന്റെ സാച്ചുറേഷൻ ലെവൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, ജസ്റ്റ് ലൈറ്റ് സ്കിന്, ഡാർക്ക് സ്കിന് ഞാനൊന്ന് ഡൗൺ ചെയ്തു, ലൈറ്റ് സ്കിന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ ഒന്ന് ഈവൻ ബാലൻസിങ് ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. അതുപോലെ തന്നെ റെഡ്, ഇതിനകത്ത് കോസ്റ്റ്യൂമിലുള്ള റെഡിന്റെ സാച്ചുറേഷൻ ലെവൽ നമുക്ക് വേണമെങ്കിൽ അല്പം കൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ഇടാം. അതുപോലെ തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ബ്രൗൺ കളറും ഇതിനകത്ത് ഡിക്റ്റേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കളറാണ്, ആ ഒരു ബ്രൗൺ കളറും കൂടെ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇത് ഫൈൻ ട്യൂൺ ചെയ്തിട്ട് കഴിയുമ്പോഴത്തേന് നല്ലൊരു മോഡിഫിക്കേഷൻ നമുക്ക് ഇമേജിലേക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് കർവിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ കർവിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. ലോഡ് ചെയ്യാൻ അറിയത്തില്ലാത്തവർക്ക് ഈ കോർണർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ലോഡ് ആക്ഷൻസ് എന്ന് കൊടുക്കാം. ലോഡ് ആക്ഷൻസ് എന്ന് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ആക്ഷൻ ആയിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നത്. അത് അങ്ങ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയായിട്ട് നമുക്ക് ആക്ഷനകത്ത് IPC കളർ ഗ്രേഡ് ഗ്ലോ എന്ന് പറയുന്ന ആക്ഷൻ വരും. അതിനുശേഷം ഫസ്റ്റ് ആക്ഷൻ സെലക്ട് ചെയ്തു, ജസ്റ്റ് ഒന്നുകൂടെ പ്ലേ ചെയ്യാം. നമുക്ക് കളർ ഗ്ലോ വന്ന് എല്ലാ ഫൈനൽ ബാക്ക്ഗ്രൗണ്ട് ഫോർഗ്രൗണ്ട് രണ്ട് ലെയേഴ്സിനും രണ്ട് ലെയർ ക്രിയേറ്റ് ചെയ്ത് ഒന്ന് ബാക്ക്ഗ്രൗണ്ടിനുള്ളൂ ഒന്ന് ഫോർഗ്രൗണ്ടിനുള്ളൂ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഓട്ടോമാറ്റിക്കലി വരും. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ക്ലോസ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. നോക്കി, ഇത്രയും ലെയറുകളാണ് വരുന്നത്. അപ്പൊ അതിനകത്ത് നമുക്കിപ്പോൾ ഹൈലൈറ്റ്, സബ്ജക്റ്റിനുള്ള ഹൈലൈറ്റ് മാറ്റണമെങ്കിൽ ഈ സ്മാർട്ട് ഒബ്ജക്റ്റിന്റെ താഴെയുള്ള ഷാഡോസ് ആൻഡ് ഹൈലൈറ്റ് എന്ന് പറയുന്ന സെക്ഷനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചും കൂടെ ഡെപ്ത് ലെവൽ വേണമെങ്കിൽ ഡെപ്ത് ആഡ് ചെയ്യാം. ആ ബ്ലാക്ക് ക്ലിപ്പ് ലെവല് അതുപോലെ തന്നെ വൈറ്റ് ക്ലിപ്പ് ലെവല് നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ഇത് 75% ഞാൻ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇച്ചിരി ഒന്ന് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, ഇച്ചിരി കൂടെ ഒന്ന് കൂട്ടണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കൂട്ടാൻ പറ്റും. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് എനേബിൾ ചെയ്യണമെങ്കിൽ എനേബിൾ ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഡെപ്ത് അല്ല വന്നിരിക്കുന്നത്, ലൈറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിന്റെ ഷാഡോ ഹൈലൈറ്റ് എടുത്തതിന് ശേഷം നമുക്ക് അവിടെ എത്ര ബ്ലാക്ക് ഡെപ്ത് ആണ് വേണ്ടത് അതിനനുസരിച്ച് ബ്ലാക്ക് ഡെപ്ത് മാത്രം ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ ഒപ്പാസിറ്റി ലെവലും നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഹ്യൂ സാച്ചുറേഷൻ ഓട്ടോമാറ്റിക്കലി വന്നോളൂ. ഈ ആക്ഷൻ കഴിയുമ്പോൾ ഹ്യൂ സാച്ചുറേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ടോൺ ഒന്ന് ലൈറ്റ് ആയിട്ട് നിൽക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ സ്കിൻ ടോണിനെ ഒരു സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി ആ സ്കിൻ കളറ് കണ്ടോ, ഈ ഹ്യൂ സാച്ചുറേഷൻ എനേബിൾ ചെയ്യുമ്പോൾ തന്നെ ഈ സ്കിൻ കളറും അതുപോലെ തന്നെ ക്യാൻവാസിലെ എല്ലാ കളറുകളും ഡിക്റ്റേറ്റ് ചെയ്ത് നിൽക്കും. അപ്പൊ നമുക്ക് ഗ്രീനോ മറ്റേതെങ്കിലും ക്യാൻവാസ് കളറുകൾ ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാനുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് മോഡിഫൈ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള മൂഡിലേക്ക് ആക്കിയെടുക്കാം. അപ്പൊ ഇതെല്ലാം ഒറ്റയടിക്ക് കിട്ടാവുന്ന രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ആക്ഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫൈനലി കർവും കൂടി ഇട്ടുണ്ട്. ഹൈലൈറ്റ് ഏരിയ ഒന്ന് സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ടാണ് ഇതിട്ടിരിക്കുന്നത്. കർവ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കർവിനകത്ത് ഇങ്ങനെ ഒരു സെറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹൈലൈറ്റ് മാത്രം ഡൗൺ ചെയ്തിരിക്കുന്ന ഒരു സെറ്റിംഗ്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ മിഡ് ലെവലും കൂടെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിഡും ഒന്ന് കുറച്ച് നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ആവശ്യമുള്ളവർക്ക് ഈ രണ്ട് ഹ്യൂ സാച്ചുറേഷൻ എനേബിൾ ചെയ്യാം. അപ്പൊ ഈ ആക്ഷൻ റൺ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഓട്ടോമാറ്റിക്കലി ഈ കളർ ഗ്ലോ ഇട്ട് ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ട് ലെയർ സെപ്പറേറ്റ് ആയി മാസ്ക് ആയി വന്ന് നിൽക്കും. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. ഈ സബ്ജക്റ്റിന്റെ മാത്രം ഹൈലൈറ്റ് ആയിട്ട് ഇതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിന്റെ മോഡിഫിക്കേഷൻ, നമുക്ക് എത്ര മോഡിഫിക്കേഷൻ വേണോ എത്ര ലൈറ്റ് വേണോ അതിനനുസരിച്ച് നമ്മൾ മോഡിഫൈ ചെയ്ത് വാല്യൂ സെറ്റ് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഈ സ്മാർട്ട് ഫിൽറ്ററിനകത്ത് ആ ഹൈലൈറ്റ് ഏരിയ, ഓവർ ബേൺ ആകുന്ന ഏരിയ കട്ട് ചെയ്യാനായിട്ടുള്ള സെറ്റിങ്സും കൂടെ
കൊടുത്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത് ആ ഏരിയ റെഡ്യൂസ് ചെയ്യാനുള്ള സെറ്റിങ്സും കൂടെ ഈ ആക്ഷന്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആക്ഷൻ ഒന്ന് പ്ലേ ചെയ്തു. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് വ്യത്യസ്ത ഇമേജുകൾ ഓപ്പൺ ചെയ്തിട്ട് വെറുതെ ഇമേജുകൾ ഓപ്പൺ ചെയ്യുക, എന്നിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഞാൻ ഇന്നിപ്പോൾ പറഞ്ഞു തന്ന ഓപ്ഷൻ ഇവിടെ നമ്മൾ പറഞ്ഞ എവിടെയാണ് ഹൈലൈറ്റ് ആൻഡ് ഷാഡോസ്, കുറച്ചൊരു പടങ്ങളും കൂടെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഏതെങ്കിലുമൊക്കെ ഒരു ഇമേജ് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇമേജ് ഓപ്പൺ ചെയ്യാം. ഓരോ ഇമേജിനും അഫോർഡബിൾ ആയിട്ടുള്ള ഹൈലൈറ്റ് ആൻഡ് ഷാഡോസ് ഡെപ്ത് എത്രയാണെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക. അത് ലെയർ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുത്തതിന് ശേഷം Ctrl+J ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന് കൊടുത്താൽ നന്നായിരിക്കും. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് പോകുന്നവർക്ക് ഇമേജിൽ അഡ്ജസ്റ്റ്മെന്റിൽ ഹൈലൈറ്റ് ആൻഡ് ഷാഡോസിന്റെ അഡ്വാൻസ്ഡ് സെക്ഷനിലേക്ക് ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്ത അഡ്വാൻസ്ഡ് സെക്ഷൻ അടക്കമായിരിക്കും വരുന്നത്. കണ്ടോ, ഇതിനകത്ത് ഇപ്പൊ ഇത് ബേൺ ആയിട്ടുണ്ട് അല്ലെ. നമ്മൾ ഇമേജ് ഗ്രേഡ് ഒന്നും ചെയ്തില്ല, ഒന്ന് ഗ്രേഡ് ചെയ്ത് സ്കിൻ ഒന്ന് സ്മൂത്ത് ആക്കിയിട്ട് വേണം. ഇത് 4% അഫോർഡബിൾ അല്ല. ഇത് നോക്കി 2.7 വരെയാണ് ഇത് അഫോർഡബിൾ ആയിട്ടുള്ളത്. ബ്ലാക്ക് ഡെപ്ത് നമുക്ക് എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, 2 അപ്പൊ ഇത് ഇനി അത് നമുക്ക് 2.7 കൂടുതൽ ആക്കാം. ബട്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ ഹൈലൈറ്റ് കൂടുന്ന ഏരിയ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇത് ലൈറ്റ് ഇടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഗ്രേഡ് ചെയ്ത് ഈ ഹൈലൈറ്റ് ഏരിയ ഇപ്പൊ ഈ ഇമേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഓപ്പണിംഗ് ക്യാമറ കൊടുത്ത് ഒന്ന് ഗ്രേഡ് ചെയ്ത് സ്കിൻ ഒന്ന് ഫൈൻ ചെയ്ത് ഓവറായിട്ട് ഹൈലൈറ്റ് ഉണ്ടെങ്കിൽ ആ ഏരിയ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. എന്തെങ്കിലും ഒരു ഗ്രേഡ് കൊടുത്തു. അതുപോലെ തന്നെ സ്കിൻ ഫൈൻ ചെയ്തു. സ്കിൻ ഫൈൻ അല്ല, സ്കിൻ കർവിങ് കൊടുത്ത് നമ്മൾ ഒരു സ്മൂത്ത് സ്കിൻ ട്രാൻസിഷൻ കൊടുത്തു. ഓക്കെ, ജസ്റ്റ് മിനിമൈസ് ചെയ്തിട്ടു സ്കിന്നിന്റെ ട്രാൻസിഷൻ. ഇനി അതുപോലെ തന്നെ എവിടെയെങ്കിലും ബേൺ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഏരിയ മാത്രം, നമുക്ക് ഇപ്പൊ ഏത് ഏരിയ ആണോ കൂടുതൽ ബേൺ ആയിരിക്കുന്നത് ആ ഏരിയ മാത്രം. ഇതിപ്പോ ബേൺ ആയിരിക്കുന്ന ഏരിയ അല്ല, ഞാൻ വെറുതെ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. നേരത്തെ സ്റ്റെപ്പ് ഒന്ന് റിപ്പീറ്റ് ചെയ്തേ ഉള്ളൂ. വി പ്രസ് ചെയ്യുക. എവിടുന്നാണ് ആ മാസ്ക് എടുത്തേക്കുന്നത് നോക്കുക. നിയറസ്റ്റ് ഏരിയയിലേക്ക്, നിയറസ്റ്റ് ബെറ്റർ ഏരിയയിലേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ 80% ഒപ്പാസിറ്റി 80% കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. എന്നിട്ട് നമ്മൾ സ്കിൻ ഫൈൻ ചെയ്യുന്നവർക്കും നല്ലതാണ്. സ്കിൻ ഫൈനർ ഉപയോഗിച്ച് സ്കിൻ ഫൈൻ ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കും എന്താ പറയുക, കുറച്ചും കൂടെ ബെറ്റർ ആണ്. ഓപ്പൺ കൊടുത്തു, സ്കിൻ ഫൈൻ ചെയ്തതിന് ശേഷം ലൈറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഫൈനൽ ഓപ്ഷൻ ആയിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. മറ്റൊരു സംശയം ചോദിച്ചോട്ടെ. പറയാം. ഓപ്പൺ കൊടുക്കാം. നമ്മിപ്പോ റോയില് കറക്റ്റ് ചെയ്തല്ലോ, അത് നേരെ ഫോട്ടോഷോപ്പിലോട്ട് ഇടുമ്പോൾ സിങ്ക് ചെയ്യാണ്ട് ഇട്ട് കഴിഞ്ഞാല് നമ്മൾ റോയിലോട്ട് തന്നെയല്ലേ വീണ്ടും ഓപ്പൺ ആവുള്ളൂ ആ ഇമേജ്, അല്ലാണ്ട് എക്സ്പോർട്ട് ചെയ്യാണ്ട്. ഓപ്പൺ കൊടുത്തു, ബ്രിഡ്ജിൽ നിന്ന് വീണ്ടും ഓപ്പൺ ചെയ്യുന്ന സമയത്തോ? ബ്രിഡ്ജിൽ നിന്ന് ഇപ്പൊ ഫോട്ടോഷോപ്പിലോട്ട് ഇടാൻ പറഞ്ഞില്ലേ വർക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ കറക്ഷൻ അപ്പൊ നമ്മ റോയില് എക്സ്പോർട്ട് ചെയ്ത് ആ ഫയല് എക്സ്പോർട്ട് ചെയ്യാണ്ട് ഡയറക്റ്റ് വലിച്ചിട്ട് കഴിഞ്ഞാല് നമ്മ ഫോട്ടോഷോപ്പിൽ വലിച്ചിടുമ്പോൾ അത് റോയിലോട്ട് തന്നെയല്ലേ ഓപ്പൺ ആവും. അതെ. എപ്പോഴും എക്സ്പോർട്ട് ചെയ്യാത്ത ഫയലാണെങ്കിൽ ഒരിക്കൽ ക്യാമറ റോയിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പിലേക്ക് വലിച്ചിടുമ്പോൾ എപ്പോഴും ക്യാമറ റോ വരും. ഓക്കെ, അപ്പൊ നമ്മ എക്സ്പോർട്ട് ചെയ്തിട്ടാണ് ഇപ്പൊ ഫോട്ടോഷോപ്പിലോട്ട്. അല്ലല്ല, ഞാൻ എക്സ്പോർട്ട് ചെയ്തില്ല. ഇവിടുന്ന് ഓപ്പണിംഗ് ക്യാമറ റോ കൊടുത്തു, അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു, അതിനുശേഷം ഡയറക്ട്ലി ഓപ്പൺ കൊടുക്കുക ചെയ്ത്. അപ്പൊ അതിന്റെ ഒരു ഔട്ട്പുട്ട് എങ്ങോട്ട് വന്നു, ക്യാമറ റോയിലേക്ക്, അല്ല ഫോട്ടോഷോപ്പിലേക്ക്. അതിന്റെ ഒരു ഔട്ട്പുട്ടാണ് ഇപ്പൊ വന്നത്. അതെനിക്കൊന്നും മനസ്സിലായില്ല, മാഷ് ഒന്ന് പറയാമോ? ഇല്ല ഒന്നുമില്ല. ഇപ്പൊ ബ്രിഡ്ജിൽ നിന്ന് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പണിംഗ് ക്യാമറ റോയിലോട്ട് വന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ഗ്രേഡ് ഇട്ടു, എന്നിട്ട് ഓപ്പൺ കൊടുത്തു. ഇവിടെ റൈറ്റ് സൈഡിൽ ഓപ്പൺ കൊടുത്തു. അപ്പൊ 10 പടം ഉണ്ടെങ്കിൽ 10 പടം ക്യാമറ റോയിലേക്ക് ഓപ്പൺ ആയിക്കോളും. ഓപ്പൺ കൊടുത്താൽ മതി. അതിന്റെ ഔട്ട്പുട്ട് നേരെ ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ആയി വന്നു കേട്ടോ. ഇനി എന്തെങ്കിലും നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാനുണ്ട്, എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടില്ല, വേറൊരു കളർ വേണമെന്നുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നേരെ ബ്രിഡ്ജിലോട്ട് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ കളർ സെറ്റിംഗ്സ് മാറ്റാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? മാഷ് ഏത് ഫോട്ടോഷോപ്പാണ് ഇപ്പൊ വർക്ക് കാണിക്കുക? 2000 ലേറ്റസ്റ്റ് ആണോ? 26 ലേറ്റസ്റ്റ് വേർഷൻ ആണ്. നേരത്തെ ഒരു കളറിന്റെ ഇതൊക്കെ പറഞ്ഞില്ല, അത് 2026 കോണ്ടെക്സ്റ്റ് ടൂൾ ബാറിൽ വന്നിരിക്കുന്ന ടൂളാണ് വന്നിരിക്കുന്നത്. അഡ്ജസ്റ്റ് കളേഴ്സ്. ക്രാക്ക്ഡ് വേർഷനിൽ കിട്ടുമോ അത്? ക്രാക്ക്ഡ് വേർഷനിൽ ഈ ഓട്ടോ ഡിറ്റക്ഷൻ കിട്ടും. ഇത് ഓഫ്ലൈൻ ഫീച്ചർ ആണ്.
അകലെ. ആ ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇവിടം വരെ എത്തി. ഇനി ശേഷം ഒരു കാര്യം കൂടി ചെയ്താൽ നല്ലതാണ്. ഫിൽട്ടർ ക്യാമറ സോറി എന്താണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ആ, ഒരു കൺട്രോൾ ജെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ. ഇതിനകത്ത് എന്ത് വേണം? ഫിൽറ്ററിനകത്തുനിന്ന് ഫോട്ടോ ടൂൾ ബോക്സ് ഉള്ളവർക്ക് സ്കിൻ ഫൈനും കൂടെ ചെയ്തിട്ടാണെങ്കിൽ ബെറ്റർ റിസൾട്ട് ആയിരിക്കും. കാരണം ആ സ്മൂത്തിങ് ഒന്നുകൂടെ ഒന്ന് ആ സ്കിന്നൊക്കെ ഒന്ന് സ്മൂത്തായി. അപ്പം ആ, എന്താ പറയാ, സ്കിൻ ഫൈനർ നോക്കുന്നവര് എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഫൈൻ 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 ഡീറ്റെയിൽസ് കുറച്ചിടുക. ഫൈൻ ഡീറ്റെയിൽസ് കുറച്ചിടുക. മീഡിയം ഡീറ്റെയിൽസ് കൂട്ടിയിടുക. ഫൈൻ കുറച്ച് മീഡിയം ഡീറ്റെയിൽസ് കൂട്ടി. അതുപോലെ തന്നെ ഇതാ ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് ആ സ്കിന്നിന്റെ മാത്രം ഹൈലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. താഴെ ടോണൽ അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. സ്കിന്നിന്റെ മാത്രം ഹൈലൈറ്റ് ഓവർ ആണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് ഷാഡോ ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്കത് ഫില്ല് ചെയ്ത് കോൺട്രാസ്റ്റ് നമുക്ക് കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നല്ലൊരു റിസൾട്ടിലേക്ക് ബ്രൈറ്റ്നസ് ലെവൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ സ്കിന്നിന്റെ മാത്രം കേട്ടോ, സ്കിന്നിന്റെ സാച്ചുറേഷൻ ലെവൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ സ്കിന്നിന്റെ ഹ്യൂ ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ നമുക്ക് കുറച്ചും കൂടി കൺട്രോൾ ചെയ്ത് എടുത്തതിന് ശേഷമാണ് ലൈറ്റ് അപ്പ് ചെയ്യുന്നതെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇമേജിനകത്തുനിന്ന് എന്താണ് ഓപ്ഷൻ എന്താണ്? അഡ്ജസ്റ്റ്മെന്റിലെ ഹൈലൈറ്റ് ആൻഡ് ഷാഡോസ്. ഓക്കെ, ഹൈലൈറ്റ് ആൻഡ് ഷാഡോസ് എടുത്തു കഴിയുമ്പോഴത്തേനും പ്രീവിയസ് യൂസ് ചെയ്ത സെറ്റിംഗ് ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണോ? ആ വൈറ്റ് ക്ലിപ്പ് നമ്മൾ കുറച്ച് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഏറ്റവും ഇതിന് ബ്യൂട്ടിഫുൾ ആയിട്ട് ചേരുന്ന ലെവലിലേക്ക് കൊണ്ടുപോയിക്കുക. 2.2 അപ്പോൾ 2 വരെ ഇതിനകത്ത് അഫോർഡബിൾ ആണ്. ബ്ലാക്ക് ക്ലിപ്പ് എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുക. ആ ബ്ലാക്ക് ക്ലിപ്പ് കൊടുക്കുമ്പോൾ ഓവർ ബേണിങ് ആവശ്യമില്ലാത്ത ഏരിയ ബേൺ ആയാലും കുഴപ്പമില്ല. സ്കിൻ ഏരിയയും ഹെയർ ഡീറ്റെയിൽസും ഒക്കെ ഓവറായിട്ട് പോകാതെ നോക്കുക. പക്ഷെ എന്നായിരുന്നാലും നമുക്കൊരു ഡെപ്ത് ബ്ലാക്ക് ക്ലിപ്പ് ഉണ്ടെങ്കിലാണ് ഈ ഒരു ലെവലിലേക്ക് അതിനെ നമുക്ക് ഗ്ലോ ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ബിഫോർ ആഫ്റ്റർ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ഗ്ലോ എല്ലാവരും അവരവരുടെ സിസ്റ്റത്തിനകത്ത് ഒന്ന് വെക്കണം. ഇനി സംശയങ്ങൾ പറഞ്ഞോ? ഇത് മനസ്സിലായോ? ഐഡിയ കിട്ടിയോ എല്ലാവർക്കും? സ്കിൻ ഫൈനർ എവിടെ നിന്ന് എടുത്തത്? സ്കിൻ ഫൈനർ ഫിൽട്ടർ മെനുവിൽ ഫോട്ടോ ടൂൾ ബോക്സിൽ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഓക്കെ. ക്യാമറ 2 ആക്ഷൻ ആണുള്ളത്. ഒന്ന് ലൈറ്റ് റൂം വിത്തൗട്ട് ക്യാമറ റോ എഡിറ്റ്, ലൈറ്റ് റൂം വിത്ത് ക്യാമറ റോ എഡിറ്റ്. അപ്പൊ ഈ ലൈറ്റ് റൂം വിത്തൗട്ട് ക്യാമറ റോ എഡിറ്റ് വിത്ത് ക്യാമറ റോ എഡിറ്റ് എന്ന് പറഞ്ഞാൽ നേരെ ഇമേജ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ക്യാമറ റോയിലോട്ട് പോകും. ക്യാമറ റോയിൽ ഒരു ഗ്രേഡ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആ ഗ്രേഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറൊരു ഗ്രേഡ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓക്കെ എന്ന് കൊടുത്തു കഴിയുമ്പോൾ ബാക്കിയുള്ള ആക്ഷനുകൾ ഈ ഗ്ലോയിങ് ഒക്കെ വർക്കാവും. അത് പ്രശ്നം എന്ന് പറയുന്നത് ഓവർ ഹൈലൈറ്റ് ഇതാണ്. ചില ഇമേജുകൾ ഓവർ ഹൈലൈറ്റ് വരും. അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഡെപ്ത് കൊടുത്ത് കൺട്രോൾ ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ സാറേ ആക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സാർ പറഞ്ഞ പോലെ കൺട്രോൾ ചെയ്യാലോ? നമുക്ക് കൺട്രോൾ ചെയ്യാം. ആക്ഷൻ ഇട്ടാൽ ഞാനിപ്പോ പറഞ്ഞ എല്ലാ സ്റ്റെപ്പുകളും ഓട്ടോമാറ്റിക്കലി സംഭവിച്ചോളൂ. അതാണ് ഒരു ഗുണം. സംഭവിച്ചു. മനസ്സിലായി. എന്നിട്ട് നമ്മള് അഡ്ജസ്റ്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് മാത്രം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. സ്മാർട്ട് ഒബ്ജക്റ്റ് ലെയറിന്റെ ഇതിപ്പോ നമ്മൾ മാനുവലി ചെയ്തതാണ്. ലെയർ എടുത്താണ് ചെയ്യുന്നതെങ്കിൽ അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഇത് വന്നോളും. ഗ്ലോ വിത്തൗട്ട് കൊടുത്ത് പ്ലേ കൊടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് എന്താ കിട്ടും? ഇത് ഇങ്ങനെ ലെയർ ആയിട്ടെല്ലാം വരും. അപ്പൊ അതിനകത്ത് ഗ്ലോ ലൈറ്റ് സ്കിന്നിനുള്ളതുണ്ടാവും, സബ്ജക്റ്റിനുള്ളതാവും. വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ട് ആണിത്, വിത്ത് ബാക്ക്ഗ്രൗണ്ടിനുള്ളതുണ്ട്. അപ്പം ഏതിനാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സെക്ഷനാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് അതിന്റെ താഴെ ഷാഡോസ് ആൻഡ് ഹൈലൈറ്റ് എന്ന് വരും. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്തൊന്ന് കാണിച്ചു തരാമോ? ഏതാണ് ആക്ഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നൊന്ന് കാണിച്ചു തരാമോ? ഇൻസ്റ്റാൾ ചെയ്യാനല്ല, ഇമ്പോർട്ട് ചെയ്യാണ്. ഇത് നോക്കി കോർണർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോഡ് ആക്ഷൻസ്, ആക്ഷൻ പാനൽ എടുത്തിട്ട് ആക്ഷൻ പാനൽ എടുക്കുക, കോർണർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ലോഡ് ആക്ഷൻസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഫയൽ ആയിരിക്കും അയച്ചു തരുന്നത്. ഇത് സെലക്ട് ചെയ്തു, ഓപ്പൺ കൊടുക്കുക. 2 ആക്ഷനും വന്നോളൂ ഇതിന്റെ കൂട്ടത്തിൽ. ഓക്കെ, ഫേസിന്റെ ഒരു ഡീറ്റെയിൽ ചെയ്യുന്ന പ്രീസെറ്റ് ഉണ്ടായിരുന്നല്ലോ. ഏതായിരുന്നു? ഫേസിന്റെ ഡീറ്റെയിൽസ് ചെയ്തിട്ടുള്ള റോല് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. റോയിൽ DNGയിൽ അങ്ങനത്തെ കുറെ അധികം ഈ പ്രാവശ്യം അതെല്ലാം എക്സ്ട്രാ ഒരു ഫേസിന്റെ ഡോട്ട്സ് ഓക്കെ. ഞാൻ അത് കഴിഞ്ഞ വർഷം ഇറക്കിയ AI പ്രീസെറ്റുകളാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല? ഓക്കെ. അല്ല, അത് നമുക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഓഫീസിലോട്ട് വിളിച്ച് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാം. നമ്മളെ എക്സിബിഷൻ ഓഫറിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരാം. ഇത് നല്ലൊരു ഫീച്ചറാണ്. ഇതിനകത്ത് സ്കിന്നിന്റെ ഫൈനിങ് മാത്രമല്ല, സ്കിൻ കർവിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ താഴോട്ട് അതിന്റെ ഫിക്സിംഗ് ഉണ്ട്, സ്കിൻ ഫിക്സുകളുണ്ട് പല രീതിയിലുള്ള.
സ്കിൻ ഫിക്സുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഷാഡോസ്, സ്കിൻ ഹൈലൈറ്റ്, ലിപ്പ് ബൂസ്റ്റ് ചെയ്യാൻ, സോറി, സ്കിൻ ലിപ്സ് ബ്രൈറ്റ് ആൻഡ് സ്മൂത്ത് കോൺട്രാസ്റ്റ്, ക്രീമി സ്കിൻ ക്രിയേറ്റ് ചെയ്യാനുള്ളത്, ഷൈൻ റിമൂവ് ചെയ്യാനുള്ളത്, ഷാഡോ ലിഫ്റ്റ് ചെയ്യാൻ, അങ്ങനെ അങ്ങനെ പല 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 ഫീച്ചറുകൾ ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് 200ഓളം സെറ്റിങ്സുകളുണ്ട് പല ആവശ്യം. അതുപോലെ തന്നെ സ്കിന്നിന്റെ കളറ്, ഗോൾഡൻ കളർ, അതുപോലെ തന്നെ പീച്ച് കളറിന്റെ മോഡലുകൾ, നമുക്ക് ആവശ്യമുള്ള വാല്യൂ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ചെറിയ വാല്യൂ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് സ്കിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് സെക്കൻഡ്. XMPയിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാം, പ്രൊഫൈലിൽ നിന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഗാലറിയിലോട്ട് വരും. ഞാനിപ്പോ ഒന്ന് ഡിലീറ്റ് ചെയ്യാം, ഇതെല്ലാം കൂടെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഹലോ ഹലോ, ഹലോ പറയൂ. ആ ഞാൻ കഴിഞ്ഞ വർഷം ഒരു എയുടെ സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ. ഓക്കെ ഓക്കെ. ഇപ്രാവശ്യവും എ ഉണ്ടായിരുന്നു. ഇല്ല രണ്ടും ഇല്ല, സെയിം ആണോ? ആ സെറ്റപ്പ്, അത്രയും സെറ്റപ്പ് അത് തന്നെയാണ്. ഈ പ്രാവശ്യം എ ഉണ്ട്, DNGയിൽ എ ആഡ് ചെയ്തിട്ടുണ്ട് ഉണ്ട്. ഓക്കെ പക്ഷേ DNG സ്പെഷ്യൽ, കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്ത എഫക്റ്റുകളാണ് DNGയിൽ ഈ പ്രാവശ്യം ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതുപോലെ അറേഞ്ച് ചെയ്തിട്ടുള്ള സെറ്റിങ്സുകൾ ഈ പ്രാവശ്യം ഇറക്കിയിട്ടില്ല. അതിന്റെ ഡെവലപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ 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 ആ, ഡൗട്ട് ഉണ്ടായി. ഓക്കെ, താങ്ക് യു. പ്രൊഫൈല് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ. ഓക്കെ. ഇനി ഈ കോർണർ ബട്ടൺ ഉണ്ടല്ലോ, ഈ കോർണർ ബട്ടൺ ഇപ്പം ഇതിലും പോയിട്ടുണ്ടാവും, കണ്ട ഇവിടെയില്ല, ഈ സെക്ഷനും ഇല്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ നമ്മൾ എന്ത് ചെയ്യണം, എവിടെയെങ്കിലും ഇപ്പൊ ഈ സെക്ഷനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താലും മതി, എവിടെയെങ്കിലും കോർണർ ബട്ടനകത്ത് നിന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇമ്പോർട്ട് പ്രൊഫൈൽസ് ആൻഡ് പ്രീസെറ്റ്സ് എന്ന് കൊടുക്കുക. നേരെ ഒരു മിനിറ്റ് ഈ കോർണർ ബട്ടൺ ഉണ്ടല്ലോ മുകളിലെ ന്യൂ പ്രീസെറ്റ്സിന്റെ അല്ലേ? പ്രീസെറ്റ് ബട്ടന്റെ തൊട്ട് ചേർന്നുള്ള ഓപ്ഷൻസ് ബട്ടൺ, പ്രൊഫൈലിന്റെ താഴെയാണ് സാർ, പ്രൊഫൈലിന്റെ താഴെയാണ്. പ്രൊഫൈലിന്റെ താഴെ അതിനകത്ത് അതുപോലെ ഉണ്ട്. പ്രൊഫൈലിന്റെ ഗാലറി വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളില് ഇതാ കോർണർ ബട്ടൺ ഉണ്ട്. ഓക്കെ ഓക്കെ. ഇമ്പോർട്ട് പ്രൊഫൈൽസ് ആൻഡ് പ്രീസെറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. എന്നിട്ട് നമ്മുടെ പ്രീസെറ്റ് കളക്ഷൻ പോയിട്ട് ലാസ്റ്റ് ഫയലെന്ന് എല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് കൊടുത്താൽ മതി. ലാസ്റ്റ് ഫയൽ ഇമ്പോർട്ട് ചെയ്താൽ മതി സാർ. അപ്പൊ എല്ലാം ഒറ്റയടിക്ക് ഇവിടെയും വന്നിട്ടുണ്ട്, പ്രൊഫൈലും വന്നു, ലെറ്റ്സ് ഫോർ XMP ഓൾ എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 75 to 80 XMP വന്നിട്ടുണ്ട്. ഒറ്റ ക്ലിക്കിന് എല്ലാം ഇമ്പോർട്ട് ആവുന്ന രീതിയിൽ. വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട്. IPC മാസ്റ്റർ കളക്ഷൻ വോളിയം. അതെ 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 അതെ. ഓക്കെ. അപ്പം ഇന്നത്തെ വേറെ ആർക്കെങ്കിലും ഇല്ല? ഉണ്ട് ഉണ്ട് ഉണ്ട്. ചേട്ടാ നേരത്തെ പറഞ്ഞില്ലായിരുന്നു XMP ആൻഡ് പ്രൊഫൈൽ ഇല്ലാത്ത ഒരു കോണ്ടാക്ട്, അത് ഏതായിരുന്നു? എന്തായിരുന്നു ഒന്നുകൂടെ പറഞ്ഞേ. നേരത്തെ പറഞ്ഞില്ലേ ഏതോ ഒരു പാക്കേജ് മാറിപ്പോയി കൊടുത്തത്. അതെന്നാന്നറിയുമോ, DNG. നിങ്ങള് DNG സെക്ഷൻ ഒന്ന് നോക്കണം. DNG സെക്ഷനിൽ നിങ്ങൾക്ക് DNG എന്നാണോ JPG എന്നാണോ വന്നിരിക്കുന്നത് നോക്കുക. അതായത് നമ്മൾ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് തന്ന പെൺഡ്രൈവിൽ ഫുള്ള് JPG കിടക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ DNG എന്ന് വരണം താഴെ. ഓക്കെ, എനിക്ക് JPG കിടക്കുന്നത്. അപ്പൊ JPG ആയിട്ടുള്ളവരൊന്ന് പറയണം, കാരണം അത് കോപ്പി ചെയ്തപ്പോ ഒരു തെറ്റ് പറ്റിപ്പോയതാ. ഓക്കെ. അപ്പൊ അത് നാളെ വിളിച്ചാൽ മതിയോ? നാളെ വിളിക്കുക, ഒരു മെസ്സേജ് കൊടുത്താൽ മതി. അപ്പൊ ഇമെയിൽ ID കൊടുത്താൽ മതി. അപ്പം ബില്ല് ക്രോസ് ചെക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്തവർക്ക് ആ മെയിലിന്റെ ആക്സസ് അങ്ങ് തരും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഗൂഗിൾ ഡ്രൈവിലോട്ട് വന്നോളൂ, ഡ്രൈവ് എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുത്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. നമുക്ക് നല്ലൊരു ക്ലാസ്, വേറെ തുടക്കം മുതൽ നമുക്ക് നല്ലൊരു ക്ലാസ്, നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈവനിങ് ടൈമിലോ ഒക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന ഇമേജുകൾ ഇങ്ങോട്ട് അയക്കുക, എന്നിട്ട് ഡിസ്കഷൻ ചെയ്ത് പോകാവുന്ന രീതിയിലുള്ള ഒരു ഓൺലൈൻ സെഷനൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ ഇതിനെ കുറിച്ചൊന്ന് പറയാനും പിന്നെ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള സെഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു സെക്ഷൻ ചെയ്തത്. ചേട്ടാ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. പറയാം. പിന്നെ നമ്മളിപ്പോ ഈ കിടക്കുന്ന ക്യാമറ കിടക്കുന്ന പഴയ ഫയലില്ല, അതെല്ലാം ഡിലീറ്റ് ചെയ്യണം, എന്നാലേ വേണ്ട അതെല്ലാം ഇത് സെപ്പറേറ്റ് ആയിട്ട് വന്നോളൂ. ഇത് നമ്മൾ കാറ്റഗറീസ് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രീസെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഒരു 2 ലൈൻ ഇട്ടിട്ട് ഇടയ്ക്കായിട്ട് വരും, ഇങ്ങനെ വന്നോളൂ. ഇങ്ങനെ ഒരു സെപ്പറേറ്റർ ഒക്കെ ആയിട്ട് വന്നോളൂ. നിങ്ങളുടെ പ്രീസെറ്റ് അവിടെ കിടന്നോളൂ. ഒരു സെപ്പറേറ്ററിന്റെ ഇടയിലായിരിക്കും നമ്മുടെ പ്രീസെറ്റുകൾ ഇതുപോലെ വരുന്നത്. ഹലോ സാറേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമുക്ക് ഇപ്പൊ ഈ കാണിക്കുന്ന ഫോട്ടോസ് ഒക്കെ നമുക്ക് ഈ ക്യാമറയിൽ എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് കളർ ഗ്രേഡ് ചെയ്ത് സാച്ചുറേഷൻ ഒക്കെ കട്ട് ചെയ്ത് എടുക്കുന്ന പടങ്ങളാണോ അതോ നോർമലി? അതിനാണ് ഈ DNG തന്നേക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ എടുത്തേക്കുന്ന ഏത് ഇമേജ് ആണെങ്കിലും എടുത്ത് നോക്കി ഓപ്പണിംഗ് ക്യാമറ ഒന്ന് കൊടുത്തിട്ട് ബാക്ക് സ്ലാഷ് അടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ന്യൂട്രൽ ലെവല്.
അതല്ല ഞാൻ ചെയ്യണം. ഇപ്പൊ നമ്മൾ ക്യാനോണിലൊക്കെ എടുക്കുന്ന നോർമൽ പോർട്രേറ്റിലൊക്കെ എടുക്കുന്ന ഫോട്ടോസ് നമുക്ക് ഇതിലിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഗ്രേഡിങ് കിട്ടുമായിരിക്കുമോ? കിട്ടില്ല കിട്ടില്ല കിട്ടില്ല. അത് ഹൈ കോൺട്രാസ്റ്റിലോട്ട് പോകും. അപ്പൊ എപ്പോഴും അപ്പം ന്യൂട്രൽ ലെവൽ ഇമേജുകളാണ് നമുക്ക് വേണ്ടത്. ക്യാമറയിൽ ഇപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡിൽ എടുക്കണോ ന്യൂട്രൽ എടുക്കണോ അങ്ങനത്തെ ന്യൂട്രൽ സെറ്റിംഗ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ന്യൂട്രൽ സെറ്റിംഗ് ഇട്ടതിന് ശേഷം ഷൂട്ട് ചെയ്യുന്നതാണ്. കണ്ടോ, ഇതൊരു ന്യൂട്രൽ ഫോർമാറ്റ് ആണ്. എല്ലാം ന്യൂട്രൽ ഇട്ടെടുക്കണം. എല്ലാം ക്യാനോൺ ന്യൂട്രൽ. കാരണം കളർ നമുക്ക് അപ്ഗ്രേഡ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. പക്ഷെ ശരി ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉദ്ദേശിച്ച ആ ഒരു മൂഡ് നമുക്ക് കിട്ടത്തില്ല. ശരി ഓക്കെ. ന്യൂട്രലാണ് റോയിൽ ബെറ്റർ. എടുത്താൽ പോരാ ഏട്ടാ? റോയലും ജെ പി ജി ഇഷ്ടമുള്ളതില് റോ പ്രോസസ്സിംഗ് ആണെങ്കിൽ നോയിസ് റിഡക്ഷനും ബാക്കിയുള്ള ഇൻസ്ക്രിപ്ഷനും ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യാനായിട്ട് ടൈം കൂടുതൽ എടുക്കും. അപ്പം 4-5 മിനിറ്റ് നോർമൽ പി സി ഒക്കെ ആണെങ്കിൽ ഒരു മിനിറ്റ് തൊട്ട് 5 മിനിറ്റ് വരെ ഒരു ഇമേജിന്റെ നോയിസ് റിഡക്ഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് അത്രയും ഫീസിബിൾ ആണെങ്കിൽ റോയിലോട്ട് തന്നെ പോവാം. കാരണം ബെറ്റർ റിസൾട്ട് എപ്പോഴും റോയിലാണ്. പക്ഷെ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ പാടെ കുറേ ടൈം നമ്മൾ എടുക്കുന്നതുകൊണ്ടുള്ള ഒരു നമുക്ക് കിട്ടുന്ന പേയ്മെന്റും പിന്നെ അത്രയും പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്നത് ഫീസിബിൾ ആണെന്ന് മാത്രം നോക്കിയിട്ട് ചെയ്യാം. പക്ഷെ ഇപ്പൊ DNG ഫയല് JPG ഫയൽ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ എന്റെ ഇപ്പൊ JPG ആണ് കിടക്കുന്നത്. പക്ഷെ അത് ഓൾറെഡി ഗൂഗിൾ ഡ്രൈവ് ഷെയർ ചെയ്തിട്ടുള്ളവർ കുറച്ച് പേർക്ക് ഗൂഗിൾ ഡ്രൈവ് ഷെയർ ചെയ്തിട്ടുണ്ട്. അവർക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ DNG ഫയൽ കിട്ടും. പെൻഡ്രൈവ് മേടിച്ചവരും അവര് ഒന്ന് മെസ്സേജ് അയക്കണം. JPG ആണ്. എന്റെ ഇപ്പൊ ഓൾറെഡി JPG എന്ന് പറഞ്ഞ കാണിക്കുന്നത്. പക്ഷെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യണ്ടല്ലോ. വർക്ക് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, വർക്ക് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. വർക്ക് ചെയ്യുന്നതിന് യാതൊരു വിധ കുഴപ്പങ്ങളുമില്ല. അതേ ഇത് തന്നെ കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഒരു കണ്ടീഷൻ, ഈ ഐഫോൺ യൂസേഴ്സ് ഐഫോണിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും, ആ റെഗുലർ അതിലും കിട്ടും. XMB സെറ്റിംഗ്സ് ഉണ്ട്. പക്ഷെ DNG ആണ് കുറച്ചും കൂടെ ബെറ്റർ. DNGക്കകത്ത് സെറ്റിംഗ് ഇപ്പൊ ആ JPGക്കകത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, JPGക്കകത്ത് സൈഡ് കാർ XMB എന്ന് പറയുന്ന XMB ഒരു സെപ്പറേറ്റ് ഫയൽ നിങ്ങൾക്ക് കാണത്തില്ല. ആ ഡ്രൈവിൽ തന്നെ കിടപ്പുണ്ടാവും. ആ XMB എങ്ങനെയെങ്കിലും ലോസ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ആ എഫക്ട് കിട്ടത്തില്ല. പക്ഷെ DNG ഒരിക്കലും ആ സെറ്റിംഗ്സ് മാറിപ്പോവില്ല. ഓക്കെ, അതാണ് അത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ക്യാമറ റോയിൽ DNG ഫയൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ക്യാമറ റോയിൽ DNG ഫയൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ക്യാമറ റോയില് DNG ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം സേവ് ചെയ്തെടുക്കണം നമ്മൾ പ്രീസെറ്റ് ആയിട്ട്. ഇത് വേണമെങ്കിൽ ഇപ്പൊ ചിലർക്ക് എന്താ വേണ്ടത്, ചിലർക്ക് ആ സെറ്റിംഗ്സ് അടക്കമുള്ള ഇത് വേണമെങ്കിൽ ഇപ്പൊ DNG ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പണിംഗ് ക്യാമറ റോ എടുത്ത് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഈ സെറ്റിംഗ്സ് അടക്കമായിരിക്കും വന്നിരിക്കുന്നത്. അപ്പൊ ഈ സെറ്റിംഗ്സ് എന്ത് ചെയ്യാം, ന്യൂ പ്രീസെറ്റ് സെക്ഷനിലോട്ട് പോയിട്ട് ന്യൂ പ്രീസെറ്റ് ആയിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ XMB ആയിട്ട് ഇങ്ങനെ XMB വരുന്ന പോലെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണോ ചോദിച്ചത്? അല്ലേ ചോദിച്ചത്? അതെ. XMB സേവ് ചെയ്തെടുക്കണം. ഓക്കെ, അല്ല സോറി, DNGക്കകത്തുള്ള ഇപ്പൊ പുതിയത് വർക്ക് ചെയ്തിട്ട് അത് DNG ആയിട്ട് സേവ് ചെയ്താൽ മതി അല്ലേ? അതെ, സേവ് ചെയ്താൽ മതി. അത് ഓൾറെഡി ഞാൻ ആ കളറുകളെല്ലാം തരുന്നുണ്ട്. അതിന്റെ ലെയർ അഡ്ജസ്റ്റ്മെന്റ് മറ്റേ ലെയർ മാത്രമേ ഉള്ളൂ. സ്പെഷ്യൽ എഫക്ട് ഇട്ടേക്കുന്ന മാസ്കുകൾ മാത്രമേ ഉള്ളൂ DNGയിൽ ഉള്ളത്. ബാക്കിയൊക്കെ XMBയിൽ ഓൾറെഡി ഉണ്ട്. ഓൾറെഡി ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് തന്നിരിക്കുന്നത്. ആ മാസ്ക് മാത്രം വേണമെങ്കിൽ ആ കളർ ഇട്ടിട്ട് ആ DNGയിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതെന്ന പോലെ ഡിസേബിൾ ഓൾ കൊടുത്തിട്ട് ആ മാസ്ക് മാത്രം സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മതി. സാറേ പിന്നെ ഇടയ്ക്ക് ക്ലാസ് വെക്കാറുണ്ടല്ലോ എറണാകുളത്തൊക്കെ നിങ്ങള് എന്തോ ഫുൾ ഡേ അങ്ങനത്തെ ഇനി ഉടനെ ഉണ്ടോ? നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്ക് നമ്മൾ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതുവരെ കൺഫേം ആയിട്ടില്ല. അപ്പം അടുത്ത ആഴ്ച ഞാൻ എല്ലാവർക്കും അയക്കാം. എൻ്റെ ഡേറ്റാബേസിലുള്ള എല്ലാവർക്കും ഞാൻ ക്ലാസ് വെക്കുന്നതിന്റെ ഡേറ്റ് ഞാൻ അയക്കാം. അടുത്ത മാസം എന്തായാലും ഫസ്റ്റ് വീക്കോ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോ ഉണ്ടാവും ഉറപ്പായിട്ടും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ ഒന്ന് അറിയിക്കണം. അറിയിക്കാം. വൺ ഡേ വരുന്നതാണ് നല്ലത്. അപ്പൊ വൺ ഡേ വരുമ്പോൾ കുറേയും കൂടെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യുകയും നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇരുന്ന് കാണുകയും ഇപ്പൊ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്താനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെന്ന് പറഞ്ഞേ, ഞാൻ വ്യക്തമായില്ല. ഗ്രൂപ്പിൽ ആഡ് ആവാൻ ഓഫീസിൽ കോൺടാക്ട് ചെയ്താൽ മതിയോ? മതി. ഓഫീസിലോട്ട് മെസ്സേജ് ഇട്ടാൽ മതി, ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. പിന്നെ രണ്ട് ഡിവൈസ് ഉണ്ടോ?
ഇല്ല ഞാൻ രണ്ട് ഡിവൈസ് ഓപ്പൺ ചെയ്യുന്നോണ്ടാണ് എക്കോ വരുന്നത്. ഈ മെറ്റർനെറ്റിയുടെ ലൂമിനൻസിന്റെ കാര്യം പറഞ്ഞില്ലേ? ആ ആ ആ മാസ്ക് ചെയ്യുന്നു. ആ ആ അപ്പൊ അതിനകത്ത് നമുക്ക് ആ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് അവിടെ ചെയ്യാം വെച്ച് ചേഞ്ച് ചേഞ്ച് ചെയ്യാം. അത് അതിനകത്ത് ഓൾറെഡി അതിന്റെ ഡിഫറെന്റ് വേരിയേഷൻസ് നമ്മൾ അവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ലൂമിട്രി മാസ്ക് ആണ്. ഇപ്പൊ മെറ്റർനിറ്റി 2-ല് ഏതെങ്കിലും ഒരു കളർ നമ്മൾ ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ ഓപ്പൺ ക്യാമറ റോ. ഇപ്പൊ ഇതിനകത്ത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇമേജിൽ ഇടാം. അപ്പോൾ എളുപ്പമുണ്ട്. ആ ഇപ്പൊ ഈ ഇട്ടേക്കുന്ന ഇപ്പൊ ഇത് വന്നു. അപ്പൊ ഇതിനകത്ത് മാസ്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ബേസ് കളർ ഉണ്ടല്ലോ. ഓക്കെ, ഈ ബേസ് കളർ ക്ലിക്ക് ചെയ്യുക. ബേസ് കളർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ടെമ്പറേച്ചർ ഈ സെറ്റിംഗ്സ് മാറ്റാം. ടെമ്പറേച്ചർ സെറ്റിംഗ്സ് ആൻഡ് കളർ സെറ്റിംഗ്സ് ഇവിടുന്ന് മാറ്റാം. അല്ലെങ്കിൽ താഴെ കളർ ഉണ്ട് കേട്ടോ. കളർ ക്ലിക്ക് ചെയ്യുക. വളരെ ലൈറ്റ് ആയിട്ടുള്ള വേരിയേഷൻസ് നമുക്ക് ഏത് കളർ വേരിയേഷൻ ആണോ വേണ്ടത് ഇവിടെ നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാം. ഓക്കെ ഓക്കെ, നമ്മുടെ ആദ്യം പറഞ്ഞിരുന്നില്ലായിരുന്നു sRGB-ലേക്ക് പിക്ക് മാറ്റുന്ന കാര്യം നമ്മുടെ ബ്രിഡ്ജിലേക്ക് ഇപ്പോ. അതെ അതെ അപ്പം ഈ മോണിറ്റർ അന്നേരം ഒരു മോണിറ്റർ സെറ്റിംഗ് കാണിച്ചില്ല. ഞാൻ ബെൻക്യൂ യൂസ് ചെയ്യുന്നത്, മാക്കിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ അപ്പൊ ആ ബെൻക്യൂന്റെ മോണിറ്റർ സെറ്റിംഗ്സ് എങ്ങനെ ഇടണമെന്നാണ് പറഞ്ഞിരുന്നത്? അല്ല, ബെൻക്യൂന്റെ സിസ്റ്റം സെറ്റിംഗ്സ്, അതായത് ബെൻക്യൂന്റെ സിസ്റ്റം സെറ്റിംഗിൽ sRGB ആക്കി ഇടുക. sRGB, ഒപ്പം okay. മാക്കിൽ ഞാൻ ഈ കോർണർ ബട്ടണിൽ ഡിസ്പ്ലേ സെറ്റിംഗ്സ് എടുക്കുക ചെയ്തത്. ഇത് കണ്ടോ? Okay. അത് ഏത് സെറ്റിംഗ്സിലാണ് കോമൺ ആയിട്ട് ഇടേണ്ടത്? അപ്പൊ നമ്മള് ഡിസ്പ്ലേ സെറ്റിംഗ്സ് എടുത്തിട്ട് അതിനകത്ത് പ്രൊഫൈൽ ഉണ്ടാവും. പ്രൊഫൈൽ ഇതാ ഇവിടെ കളർ പ്രൊഫൈൽ. കളർ പ്രൊഫൈൽ. ഓക്കെ, sRGB ആണ് ഇമേജ് ഗ്രേഡ് ചെയ്യാനായിട്ട് നല്ലത്. ഓക്കെ. അല്ല, ഞാൻ ചോദിക്കുന്നത് നോർമലി ഞാൻ ഡിസൈനറുകളാണ്. അപ്പൊ നോർമലി ഡിസൈൻ ചെയ്യുന്ന ടൈമിലും ആ sRGB തന്നെ കിടന്നാൽ മതിയോ? വീഡിയോ എഡിറ്റേഴ്സ് 4K എഡിറ്റ് ചെയ്യുമ്പോഴാണ് പിന്നെ നമ്മളത് മാറ്റിയിടുന്നത്. റെഗുലർ പർപ്പസിനല്ല sRGB മതിയാകും. അതുപോലെ തന്നെ കിടക്കുന്നത് മിക്കവാറും കളർ LCD അല്ലെങ്കിൽ P3 ആയിരിക്കും. ഈ ഡിസ്പ്ലേ P3 ആയിരിക്കും കിടക്കുന്നത്. ബെൻക്യൂ LED എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. ബെൻക്യൂ എൽ ഇ ഡി കിടക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ബെൻക്യൂ LED ഇപ്പോഴും കാലിബ്രേറ്റഡ് ആയിട്ടുള്ള പ്രൊഫൈൽ ആണെങ്കിലാണ് ബെറ്റർ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അതിനേക്കാളും റിസ്ക് കുറവ് sRGB ഇടുന്നതാണ് ബെറ്റർ. ബെറ്റർ. ഓക്കെ. സാറേ, ഈ നമ്മുടെ മാക്കിൽ എങ്ങനെയാ ചെയ്യുന്നത്? മാക്കിൽ ഇതുണ്ട്, ഈ സെറ്റിംഗ്സ് ഉണ്ടല്ലോ. ഡിസ്പ്ലേ സെറ്റിംഗ്സ് എടുത്തിട്ട് ഡിസ്പ്ലേ സെറ്റിംഗ്സ് എടുക്കുക. കളർ പ്രൊഫൈൽ കണ്ടോ? കളർ പ്രൊഫൈൽ അതുപോലെ വേറൊരു ഡൗട്ടും കൂടെ ചോദിക്കാണ്ട്. നമ്മൾ ആ 8 ബിറ്റ് ആക്കുന്നില്ല. അപ്പൊ ഞാൻ സാധാരണ ലൈറ്റ് റൂമിലാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഔട്ട് ഇറക്കാൻ നേരത്താണ് അങ്ങനെ ചെയ്യുന്നത്. മ്യൂട്ട് ചെയ്യാമോ? പറഞ്ഞേ. ഞാൻ സാറിന് ലൈറ്റ് റൂമിലാണ് കളർ ചെയ്യാറുണ്ടായിരുന്നത്. ബ്രിഡ്ജ് യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഈ 8 ബിറ്റ് അതിൽ നമുക്ക് അങ്ങനെ ഔട്ട് ഇറക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുവാണ് ചെയ്യേണ്ടത്. അതെ 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 അതെ, ലൈറ്റ് റൂമും ഇതിനകത്ത്. ഒരു സെക്കൻഡ്, ലൈറ്റ് റൂമിൽ. പക്ഷെ ഞാൻ ലൈറ്റ് റൂമിൽ ഇറക്കി ഔട്ട് ഇറക്കിയ ഒരു പടം ഇതിൽ ഇപ്പൊ നോക്കിയപ്പോ ബ്രിഡ്ജിൽ നോക്കിയപ്പോ അങ്ങനെയല്ല കിടക്കുന്നത്. അതാണ് ഞാൻ ചോദിക്കാൻ ഒരു കാരണം. അതെ അതെ, ലൈറ്റ് റൂമിന്റെ നോക്കിയോ, സിസ്റ്റത്തിൽ ലൈറ്റ് റൂം കാണാമോ? അപ്പൊ കാണാം. ലൈറ്റ് റൂമിനകത്ത് എഡിറ്റിനകത്തുനിന്ന് ലൈറ്റ് റൂം മെനുവിനകത്തുനിന്ന് പ്രിഫറൻസസ് എടുക്കുക. അല്ലെങ്കിൽ വിൻഡോസ് യൂസേഴ്സ് ആണെങ്കിൽ എഡിറ്റിനകത്തുനിന്ന് പ്രിഫറൻസസ് എടുക്കുക. എക്സ്റ്റേണൽ എഡിറ്റിംഗ് ഉണ്ടോ? എക്സ്റ്റേണൽ എഡിറ്റിംഗ്. ഇതിനകത്ത് കണ്ടോ, ഡീഫോൾട്ട് ആയിട്ട് കിടക്കുന്നത് പ്രോഫോട്ടോ RGB ആ കിടക്കുന്നത്. 16 ബിറ്റാ കിടക്കുന്നത്. ഇത് മാറ്റി ഇവിടെ sRGB ഇടുക. 8 ബിറ്റ് ആക്കി ഇടുക. sRGB ഇടുക. 8 ബിറ്റ് ആക്കി ഇടുക. പിന്നെ റെസൊല്യൂഷൻ എത്ര കിടക്കുന്നത്? 240 ആണ് കിടക്കുന്നത്. 300 ഇട്ടോളൂ. 300 അല്ലേ നോർമലി യൂസ് ചെയ്യുന്നത്. ഓക്കെ.
അപ്പം ഇന്ന് എന്നാ പറഞ്ഞു തന്ന നമുക്ക് ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഓക്കെ ആ ഒരു ഓക്കെ ഡൗട്ട് കൂടെ കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ ലൈറ്റ് ചിലർ റൂമില് കുറേ നാള് തപ്പിക്കൊണ്ടിരുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും. ഹലോ ഹലോ, പറയും. ഓക്കെ നമ്മള് ഇപ്പം ലൈറ്റ് റൂമിൽ ചെയ്യുന്ന സമയത്ത് ആ നമ്മളിപ്പം എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പം 100-200 ഫോട്ടോസ് ഒരുമിച്ചാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക. യെസ്. ഈ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതില് നമ്മളിപ്പോ കമ്പനിന്റെ ലോഗോ അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ അത് നമുക്ക് ഇതില് ചെയ്യാൻ പറ്റുമോ? ബ്രിഡ്ജില് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ബ്രിഡ്ജിൽ. അപ്പൊ സമയത്ത്. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഫോട്ടോഷോപ്പിന്റെ ഒരു ആക്ഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ടൂൾസ് ഉണ്ടല്ലോ, ടൂൾസ് മെനു. ടൂൾസിൽ ഉം. ഫോട്ടോഷോപ്പിൽ എടുത്തിട്ട് ഇമേജ് പ്രോസസ്, ബാച്ച് പ്രോസസ്സിംഗ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ബാച്ച് പ്രോസസ്സ് കൊടുക്കുമ്പോഴത്തേനും ഇവിടെ നമ്മളിവിടെ ബാച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ ഇതിനകത്ത് ഞാനത് ഈ സിസ്റ്റത്തിൽ ഇട്ടിട്ടില്ല. അപ്പൊ ഞാൻ അതിന്റെ ഒരു ആക്ഷൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കേണ്ട ഒരു ആക്ഷൻ പറഞ്ഞുതരാം. ഒരു ആക്ഷൻ ഓക്കെ. ഉണ്ട്. ആ ആക്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആക്ഷൻ ആണ്. വേണ്ടവർക്ക് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അത് ആക്ഷൻ തരാം. നമ്മള് ഒരു ഫോട്ടോന്റെ സെന്ററിൽ താഴെ വേണം നമ്മൾ വേണ്ട, കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഫോട്ടോയിലും അങ്ങനെ തന്നെ പോവോ? അതായത് ഇപ്പൊ ക്രോപ്പ് പോർട്രേറ്റ് ഫോട്ടോ ലോഗോ ആണെങ്കിലും. വിത്ത് എക്സ്പോർട്ട്. നമ്മളിപ്പോ ക്രോപ്പ് ലോഗോ വിത്ത് എക്സ്പോർട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേന് എന്നാ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദാ ഇങ്ങനെ വന്ന് നിൽക്കും, ഇമേജ് ഇങ്ങനെ വന്ന് നിൽക്കും. ആ അപ്പൊ ആ ക്രോപ്പിംഗ് ഇമ്പോർട്ടന്റ് ആണല്ലോ, 5:4, അതെ 5:4. അതെ. അപ്പൊ ക്രോപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യും, ആ ലോഗോ പറയും ഏത് ലോഗോയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയും. അപ്പൊ ഇത് ഓൾറെഡി ഒരു ലോഗോ കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് വന്നോളൂ. ആ ലോഗോ വന്ന് നിൽക്കും ഇവിടെ, കണ്ടോ? അപ്പൊ ഈ പ്രോസസ്സ് ഓക്കെ. ഓട്ടോമാറ്റഡ് ആയിട്ട് നടക്കും. നിങ്ങൾ ഒരു സൈഡിൽ വെച്ചിട്ട് എൻ്റർ അടിക്കുമ്പോൾ ഇത് എക്സ്പോർട്ട് ആയി സേവ് ആയി വീഴും. എന്നിട്ട് അടുത്ത പടം ഓപ്പൺ ആയി ക്രോപ്പ് വന്ന് നിൽക്കും. ഓരോ ഫോട്ടോയും ക്രോപ്പ് വന്ന് നിൽക്കും. ഇനി അത് ക്രോപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം. അതിപ്പോ നമ്മൾക്കിപ്പോ ക്രോപ്പ് ചെയ്യണ്ട, ഡയറക്റ്റ് നമ്മൾ ചെയ്ത ഫയൽ ക്രോപ്പ് ഫീച്ചർ ഡയറക്റ്റ് നമുക്ക്. ഡിസേബിൾ ചെയ്താൽ ലോഗോ വന്ന് ഫുള്ള് സേവ് ആയി മാറും. ആ ഓക്കെ ഓക്കെ ഓക്കെ, അത് എളുപ്പമാണ്. ഇതിനകത്ത് ഫോട്ടോഷോപ്പായിട്ട് കണക്ട് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ആ ഓക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ അതാ. കാരണം ലോഗോ വെക്കുമ്പോൾ നമുക്ക് പർട്ടിക്കുലർ സ്പേസിൽ വെക്കാൻ പറ്റും. ആ ഒരു ടൈം മാത്രം എടുത്താൽ ജസ്റ്റ്, അല്ലെങ്കിൽ അങ്ങ് എൻ്റർ അടിച്ചങ്ങ് വിട്ടാൽ മതി. ഇനി എൻ്റർ അടിക്കാൻ വേണ്ട, നിങ്ങൾക്ക് ഒരൊറ്റ സ്ഥലത്ത് വെച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഒറ്റ പ്ലേയിൽ അത് തീർന്നോളൂ. അതായത് കാര്യം നമ്മൾ പോർട്രേറ്റ് ഫോട്ടോയിൽ നമ്മൾ താഴെ സെന്ററിൽ കൊടുക്കുന്നത്, ആ ലാൻഡ്സ്കേപ്പ് ഫോട്ടോയിലും അതുപോലെ തന്നെ. അപ്പം ഒറ്റ ആക്ഷനിൽ അതിന്റെ സെന്റർ വെച്ചിട്ട് തന്നെ പൊക്കോളൂ എല്ലാത്തിനും. നമ്മൾ ഇല്ല, അപ്പൊ പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും രണ്ടായിട്ട്. നോക്കുന്നുണ്ട്. അപ്പൊ ഫിൽറ്റർ ഇവിടെ എടുത്തിട്ട് ബ്രിഡ്ജ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ബ്രിഡ്ജിനകത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേനും ഈ ലെഫ്റ്റ് ഫിൽറ്റർ എടുത്തിട്ട് ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റ് ഫോട്ടോസ് സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ ഇവിടെ ഫിൽറ്റർ എടുക്കുക, ഓറിയന്റേഷൻ ഉണ്ടല്ലോ, ഇവിടെ ഓറിയന്റേഷൻ എടുത്തിട്ട് ലാൻഡ്സ്കേപ്പ് മാത്രം ആദ്യം ഇടുക, എന്നിട്ട് എല്ലാം കൂടെ സെലക്ട് ആക്ഷൻ കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പോർട്രേറ്റ് ഇടുക, പോർട്രേറ്റ് മാത്രം കൊടുക്കുക. ഓക്കെ ഓക്കെ. അപ്പൊ എളുപ്പം. അതിനകത്ത് ഈ ക്രോപ്പ് ചെയ്യുമ്പോഴേ ഇപ്പൊ ചില ഫോട്ടോസ് നമുക്ക് അതിന്റെ നമ്മളെടുത്ത റെസൊല്യൂഷൻ തന്നെ കിട്ടിയാലേക്കും ഫീൽ ഉണ്ടാവുക. അപ്പൊ നമ്മൾ ക്രോപ്പ് ചെയ്യുമ്പോൾ ആ ഒരു കട്ടാവാതെ ഇത് ക്രോപ്പ് ചെയ്യുമോ? ഇപ്പൊ ജനറേറ്റീവ് ഫീൽഡ് ഉപയോഗിച്ച് ക്രോപ്പ് ചെയ്യുന്നതല്ലേ നല്ലത്, കട്ടാവാതെ. ഇപ്പൊ നമ്മളിപ്പോ എടുത്തേക്കുന്ന ഒരു ഫ്രെയിം, ആ ഫ്രെയിം പോകാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ ജനറേറ്റീവ് ഫീൽഡ് ഇടുന്ന നല്ലത്. ഇപ്പൊ ഇത് ഫുള്ള് കണ്ടന്റ് വേണം എനിക്ക്. അതെ. അപ്പൊ ക്രോപ്പ് ഇടുമ്പോൾ തന്നെ ജനറേറ്റീവ് ഫീൽഡ് ഇപ്പൊ 4:5 ആണ് ക്രോപ്പ് ഇടുന്നതെങ്കിൽ ലൈസൻസ് വേണം. ഓക്കെ, റേഷ്യോ 4:5 നമുക്ക് വേണ്ടതെങ്കിൽ 4:5 റേഷ്യോയിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് ക്രോപ്പ് ചെയ്യാം. അടിപൊളി ഫീച്ചറാണ് ഈ 4:5 നമുക്ക് ഇഷ്ടമുള്ള കണ്ടന്റ്. അല്ല, ഇവര് തന്നെ ജനറേറ്റീവ് എക്സ്പാൻഡ് ഉപയോഗിച്ച് ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത്രയും കണ്ടന്റുകൾ, എക്സ്ട്രാ കണ്ടന്റ് സിസ്റ്റം തന്നെ ചെയ്തോളൂ. അടിപൊളി ഫീച്ചറാണ്. ലൈസൻസ് യൂസേഴ്സിന് കിട്ടുന്ന ഒരു ഫീച്ചറാണ്. ചില സമയത്ത് നമ്മൾ വണ്ടറായി പോകും. ചിലപ്പം ചില ലാൻഡ്സ്കേപ്പ് ഇമേജസ് നമുക്ക് ഒരു പോർട്രേറ്റ് സ്റ്റൈലിലേക്ക് മാറ്റാനും തിരിച്ച് മാറ്റാനും ഒക്കെ നമ്മുടെ ആൽബത്തിൽ നമുക്ക് സ്പേസിങ് ആ ടൈപ്പ് സ്പേസിങ് ആണ്. നേരെ തിരിച്ചുള്ള പടമാണെങ്കിൽ നമുക്ക് തിരിച്ച് എന്താ ചെയ്യാം, നമുക്ക് ഈ ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ക്രോപ്പ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതായിരുന്നു ബിഫോർ, ആഫ്റ്റർ. ബാക്കി എക്സ്ട്രാ കണ്ടന്റ് സിസ്റ്റം തന്നെ ആഡ് ചെയ്തു അല്ലേ. അടിപൊളി ഫീച്ചറാണ്. ഇപ്പൊ 4:5 പിന്നെ ക്രോപ്പായി. അതുപോലെ തന്നെ നെറ്റിന് വേണ്ടിയിട്ട് 4:5 ക്രോപ്പ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സേവ് ഫോർ വെബ് ഉപയോഗിക്കുക. എക്സ്പോർട്ട് സേവ് ഫോർ വെബ് എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗിക്കുക. അപ്പോൾ എന്നാ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈസ് കൺട്രോൾഡ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതിന്റെ ക്വാളിറ്റി മാക്സിമം
മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യാം. സേവ് ഫോർ വെബ് കൊടുത്തതിന് ശേഷം താഴെ നോക്കുക, ഈ കോർണറിൽ നോക്കുക എത്ര സൈസ് ഉണ്ടെന്ന്. 5.1 MB ഉണ്ട്. 5.1 MB എന്നൊക്കെ പറയുന്നത് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഇത് കട്ട് ചെയ്യും, ഇതിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്വാളിറ്റി പോകും. അപ്പം നമ്മൾ തന്നെ ഇതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാവുന്ന രീതിയിൽ 1 MB ബിലോ ആക്കുക, ഒരു 950 KB ഒക്കെ വരാവുന്ന രീതിയിൽ ആക്കണം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രീസെറ്റ് സെറ്റിംഗ് ഉണ്ട്, ഇവിടെ JPG ഹൈ കൊടുക്കുക, താഴെ ഇമേജ് സൈസിന്റെ അവിടെ 2000 ഓർത്ത് വെക്കുക. 2000 ആണ് നമുക്ക് വേണ്ട വാല്യൂ, 2000 പിക്സൽസ്. 2000 പിക്സൽസ് ക്ലിക്ക് ചെയ്യുക, 2000 വിട്ട് കൊടുത്തതിന് ശേഷം ക്ലിക്ക് ചെയ്യുക. ഹൈറ്റ് ഒന്നും മാറ്റേണ്ട, ഹൈറ്റ് ഓട്ടോമാറ്റിക്കലി വന്നോളൂ. ഇത് എന്ന് പറയുന്നത് മാക്സിമം ഗുഡ് ക്വാളിറ്റിയിലുള്ള, ഇപ്പൊ 606 KB ഉള്ളൂ. അപ്പൊ ഇതിന്റെ റിസൾട്ട് നോക്കി, മാക്സിമം ബെറ്റർ ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ട് നമുക്ക് ക്രിയേറ്റഡ് ആവും. ഇത് ഇച്ചിരി കൂടെ കൂട്ടാം, 606 KB അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു 2500 സെൻട്രൽ പോയിന്റ് ആയിട്ട് ഉപയോഗിക്കാം. 2500 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, സോറി, ഒരു 2500 ഒക്കെ കൊടുത്താൽ കറക്റ്റ് 900 MB ഒക്കെ എടുത്തു വരും. 900 KB, 1 MB ബിലോ ആക്കുക, പ്രൊപ്പോർഷൻ കറക്റ്റ് ആക്കുക. കണ്ടോ, 800 KB ഉള്ളൂ. 800 KB ഗുഡ് ക്വാളിറ്റി ഇമേജ് ആണിത്. പൊട്ടാത്ത രീതിയിൽ നമുക്ക് ഫുൾ സൈസ് പ്രിന്റബിൾ സൈസും ആയിരിക്കും. പക്ഷെ 850 KB ഉള്ളൂ. സേവ് കൊടുത്തെടുത്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു മാറ്റം വരാതെ അപ്ലോഡ് ആവുകയും ചെയ്യും. ഓക്കെ, പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ ഇത് തന്നെ ഉപയോഗിച്ചാൽ മതി. ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റിയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2 MB 4 MB ഒക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം വർക്ക്ഔട്ട് ആയിട്ട് അത് 1 MB അല്ലെങ്കിൽ 500 KB ഒക്കെ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ക്വാളിറ്റി ബിഗ് ആയിട്ട് ലോസ് ആവും. ഒരു 1 MB താഴെ കൊടുത്താൽ മതി അല്ലേ? 1 MB താഴെ 950 960 ആ ഒരു 900 KB വരുന്ന രീതിയിൽ നടത്താം. ഓക്കെ, നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ എല്ലാവരും ചോട്ടെ, പറയും. ഇപ്പൊ കാണിച്ചത് ആ എക്സ്പോർട്ട് സെറ്റിംഗ് ഒന്നുകൂടി ഒന്ന് കാണിക്കാവോ? ഫോട്ടോഷോപ്പില് ഫയല് Ctrl+Shift+Alt+S, സേവ് ഫോർ വെബ് ലെഗസി, പഴയ കമാൻഡാണ്. സേവ് ഫോർ വെബ് എന്ന് പറയുന്ന കമാൻഡ്. ഫയൽ, എക്സ്പോർട്ട്, സേവ് ഫോർ വെബ്. സേവ് ഫോർ വെബ് എടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഇതിനകത്ത് മുകളിൽ 2 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബിഫോർ ആഫ്റ്ററും കാണാം. അപ്പോൾ ഇതിന്റെ ഒറിജിനൽ സൈസ് എന്ന് പറയുന്നത് 184 MB ഉണ്ട്. ഇത് കൺവേർട്ട് ആയി വരുമ്പോൾ 5.17 MB വരും JPG ആയിട്ട് കംപ്രസ് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ അത് നമ്മൾ മാറ്റി എന്ത് ചെയ്യും, ഇവിടുന്ന് നമ്മൾ JPG ഹൈ ഇടും. JPG ഹൈ അപ്പോൾ 60% 60% ക്വാളിറ്റി ആയിരിക്കും അവിടെ നിൽക്കുന്നത്. 60 മതി മാക്സിമം. ഇവിടെ താഴെ ഇമേജ് സൈസിന്റെ വിഡ്ത്ത് മാത്രം നമ്മൾ എന്തിടും, 2000 ടൈപ്പ് ചെയ്ത് നോക്കും എങ്ങനെയുണ്ടെന്ന്. 2000 ടൈപ്പ് ചെയ്തിട്ട് വെളിയിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊന്ന് റെൻഡർ ആയിട്ട് ആ 2000 പിക്സലിലോട്ട് സെറ്റ് ആവും. അപ്പോൾ ഇത് കുറഞ്ഞു കണ്ട. അപ്പം 600 KB ഉള്ളൂ. അപ്പോൾ ഈ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നോക്കുക, ഇപ്പോൾ 606 KB ഉള്ളൂ. അതൊന്നുകൂടെ ഈ 2000 എന്നുള്ളത് 2500 ഇട്ടിട്ട് ഒന്ന് വെളിയിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഒന്നുകൂടെ റെൻഡർ ആവും. റെൻഡർ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ സൈസ് കാണാൻ പറ്റും. ഒരു 800-900 KB ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സേവ് ചെയ്ത് എക്സ്പോർട്ട് എടുക്കാം. ഈ 60 ഇട്ടേക്കണ വാല്യൂ അത് ആക്ച്വലി അത് മാക്സിമം 60, കാരണം JPG ക്വാളിറ്റി 60-ന്ന് 80 ആക്കുമ്പോൾ സൈസ് വളരെ 50 100 ആക്കി കഴിഞ്ഞാൽ വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ സൈസിൽ, ക്വാളിറ്റിയിൽ. എന്നാൽ ബിഗ് സൈസിലോട്ട് മൂവ് ആവും. അപ്പൊ അത് വരാതിരിക്കാനാണ് 60 ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ബെറ്റർ ക്വാളിറ്റിയാണ് JPGയുടെ. 60-ന് മുകളിലോട്ടുള്ള ക്വാളിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് കണ്ടാലൊന്നും ഫീൽ ചെയ്യത്തുമില്ല, വലിയ വ്യത്യാസവും ഇല്ല. അതുകൊണ്ടാണ് 60 കീപ്പ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ. അപ്പം വേറെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമുക്കൊരു ദിവസം ഒരു പ്രോഗ്രാം നമുക്ക് അല്ലാത്ത രീതിയിൽ വർക്ക്ഷോപ്പായിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും കുറേശ്ശെ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇന്ന് പറഞ്ഞു തന്ന ഈ സെഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ലൊരു പ്രയോജനം വരുന്ന സെഷനാണ് ഹൈലൈറ്റ് ഗ്ലോ എന്ന് പറയുന്നത് ഫീച്ചർ. അപ്പോൾ എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ കളർ ഗ്രേഡിങ്ങിന് ശേഷം ഒരു എക്സ്ട്രാ ഹൈലൈറ്റ് ഷാഡോസ് സെറ്റപ്പും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. നല്ല മൂഡായിരിക്കും പടങ്ങൾക്ക്. ഓവറായിട്ട് ചെയ്യരുത്, ഹൈലൈറ്റ് ഒക്കെ ബേണാക്കി കളയരുത്.
അപ്പോൾ എല്ലാം ഒന്ന് ലിമിറ്റ് ചെയ്ത് ചെയ്യണം. ഓക്കെ. അപ്പം ഈ പ്രാവശ്യം ഞങ്ങളുടെ കൂടെ സഹകരിച്ച ഇന്ത്യൻ ഫോട്ടോ ക്ലബിന്റെ പ്രീസെറ്റ് മേടിച്ച് ഉപയോഗിക്കുന്ന അത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഒക്കെ സപ്പോർട്ടുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ പരമാവധി സമയം കിട്ടുന്നതിനനുസരിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു തരാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും പറയുക, വിളിക്കുക. കുറച്ചൊക്കെ നമ്മുടെ ഭാഗത്തുനിന്നും മെഷീൻ മീൻസ് നമ്മളെ എക്സ്പെക്ട് ചെയ്ത പ്രീസെറ്റുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമേജ് ചെയ്യുന്ന ആ ഒരു സംഭവം തന്നെ അടുത്ത ഇമേജ് 100% വരണമെന്നൊന്നുമില്ല. അതിൻ്റെതായ ഇതൊക്കെ ഉണ്ടാവും. ഒരു ചെറിയ സംശയം കൂടിയാ, പറയും. നമ്മൾ ലെറ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു FCPക്ക് വേണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ. അത് ന്യൂട്രൽ ഫയലും പിന്നെ ലോ. പക്ഷെ രണ്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ കാണിച്ച രീതിക്ക് ഇവിടെ അപ്ലൈ ആകുന്നില്ല. ഇനി ഡെസ്ക് ഇട്ട് കൊടുത്താൽ മതി. നാളെയോ അല്ലെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് തൊട്ട് 4 മണി വരെ ഉണ്ട്. ഏതെങ്കിലും ടൈമിൽ ഒന്ന് എനി ഡെസ്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സിസ്റ്റത്തിൽ തന്നെ ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിൽ തന്നെ കാണിച്ചു. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ 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 ഓക്കെ. അപ്പം എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. വീണ്ടും അടുത്ത സെക്ഷനുമായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ പറ്റുന്നവർ ക്ലാസ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ അയച്ചു തരാം. അപ്പോൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നവരൊന്ന് ക്ലാസ്സിന് ജോയിൻ ചെയ്യുക. അപ്പോൾ ചെറിയ ചെറിയ അറിവുകളാണെങ്കിലും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു. അപ്പോൾ ഇതിന്റെ റെക്കോർഡ് ഞാൻ ചെയ്ത് റെൻഡർ ചെയ്ത ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് എല്ലാവർക്കും ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ഇടാം കേട്ടോ. ശരി ശരി. അപ്പോൾ ഇമെയിൽ ID എല്ലാവരും ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം. അപ്പൊ ഞാൻ എല്ലാവർക്കും ആക്സസും കൂടെ തരാം. യെസ്, പറയൂ. സ്മാർട്ട് ആൽബത്തിന്റെ പുതിയ വേർഷൻ വന്നിട്ടില്ല. പുതിയ വേർഷൻ ക്രാക്ഡ് ആണ് ഉദ്ദേശിക്കുന്നെങ്കിൽ പുതിയ വേർഷൻ വന്നിട്ടില്ല. പുതിയ വേർഷൻ റിലീസ് ആയിട്ടുണ്ട്, പക്ഷെ ക്രാക്ക് അവൈലബിൾ ആയിട്ടില്ല. 2.1 വരെ നമുക്ക് ക്രാക്ഡ് വേർഷൻ അവൈലബിൾ ആയിട്ടുള്ളൂ. എന്തോ? അതെ അതെ അതെ. അതൊന്നും എനിക്ക് കിട്ടാൻ വഴിയുണ്ടോ? പിന്നെ ഓഫീസിലോട്ടൊന്ന് വിളിക്കുവാണെങ്കിൽ എനി ഡെസ്ക് ഇട്ടിട്ട് ചെയ്തു തരും. ശരി 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 ശരി. ഓക്കെ ഓക്കെ. താങ്ക് യു ഓൾ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു വെരി മച്ച്. സാറേ, നമ്മുടെ ലെഗ് ബാക്ക് നമുക്ക് പ്രീമിയറിൽ യൂസ് ചെയ്യുന്നല്ലേ? പ്രീമിയറിന് വേണ്ടി വേറെ ലഡ്സ് പാക്ക് ഉണ്ട്. പ്രീമിയർ വീഡിയോ എഡിറ്റേഴ്സിന് വേണ്ടിയിട്ട് ലോഗിന്റെയും ന്യൂട്രലിന്റെയും ലഡ്സ് പാക്കുകൾ ഉണ്ട്. ഈ ഇപ്പം നമ്മൾ XMP ആയിട്ട് ചെയ്തിരിക്കുന്ന ഇത് വീഡിയോയ്ക്കകത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോ വാങ്ങിച്ച കൂടെ ലെറ്റ്സ് കളക്ഷൻ 2026 V4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ഉപയോഗിക്കാനുള്ളതാണ്. പ്രീമിയറിനകത്ത് സപ്പോർട്ട് ആണല്ലേ? അതെ 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 അതെ. സാർ, ഓക്കെ ഓക്കെ. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഓക്കെ, നിർത്തട്ടെ.